നമ്മുടെ സെമിനാർ ആരംഭിക്കുന്നതിനുള്ള സമയമായി. എല്ലാവരും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുറകിലിരിക്കുന്നവർ അല്പം മുമ്പോട്ട് കടന്ന് ഈ സീറ്റ്സ് ഒന്ന് ഫില്ല് ചെയ്യുവാണെങ്കിൽ. ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലിരിക്കുന്നവർ മുൻപോട്ടൊന്ന് കിടന്നിരുന്നാൽ സീറ്റ്സ് ഫില്ല് ചെയ്തിരിക്കാം. താമസിച്ച് വരുന്നവർക്ക് പുറകിൽ സൗകര്യവും ഉണ്ടായിരിക്കും. നമ്മുടെ മുഖ്യ അതിഥികൾ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ച് അവരെ സ്വീകരിക്കുക. Archbishop Kuriakos Kunnasheri Foundation, Indian IAS, Dr. K.C. Padmakumar, Sri Mons Joseph MLA, Managing Trustee Sri Thomas Chariyadan അവരുടെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കോട്ടയം അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ആധ്യാത്മിക സാമൂഹിക മൂല്യങ്ങൾ വരും തലമുറകൾക്ക് പകർന്നു നൽകുന്നതിനും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനും വേണ്ടി ആരംഭിച്ച ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദഗ്ധരും അനുഭവ സമ്പന്നരും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെമിനാർ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രളയബാധിതരുടെ പുനരധിവാസവും കുട്ടനാടിന്റെ പുനർനിർമ്മാണവും എന്നതാണ് സെമിനാറിന്റെ വിഷയം. സെമിനാറിൽ സംബന്ധിക്കുന്നതിനായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി മാങ്ങാനം KE കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയാണ് നമുക്ക് സെമിനാർ ആരംഭിക്കുന്നത്.
Sitting Supreme Court Judge Justice Siriak Joseph അവരുടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സെമിനാറിൻ്റെ ബഹുമാന്യനായ മോഡിനേറ്റർ ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇന്നിവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ഡോക്ടർ മുരളി തുമ്മാരുകുടി, ശ്രീ P.H. കുര്യൻ IAS, ഡോക്ടർ K.G. പത്മകുമാർ, ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ തോമസ് ചാഴികാടൻ, സെമിനാറിൽ പങ്കെടുക്കുന്നതിന് മാർ കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ജനപ്രതിനിധികളും ജനനേതാക്കളുമായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ജലപ്രളയത്തിന് ശേഷം പ്രസ്താവനകളുടെയും പ്രസംഗങ്ങളുടെയും പ്രളയം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സെമിനാർ ഈ വിഷയത്തെക്കുറിച്ചാണെങ്കിൽ പോലും സംഘടിപ്പിക്കുന്നത് എന്തുമാത്രം സ്വീകാര്യമായിരിക്കും എന്നതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം. എങ്കിലും കേരളം അഭിമുഖീകരിച്ച വളരെ വിനാശകരമായിരുന്ന ഒരു പ്രളയത്തിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പ്രളയബാധിതരുടെ പുനരധിവാസം, അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ പുനർനിർമ്മാണം, ഇവ പൊതുജനങ്ങൾ തന്നെ, സമൂഹം തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിന് തയ്യാറായത്. ഒരു വർഷത്തിലധികമേ ആയിട്ടുള്ളൂ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ദിവംഗതനായിട്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾക്ക് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യം വന്നത്. ഈ സെമിനാറിൽ അവതരിപ്പിക്കുന്നതിന് ഫൗണ്ടേഷന് സ്വന്തമായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. എന്നാൽ ശാസ്ത്രീയമായ അടിത്തറയിൽ, പരിചയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ആർക്കെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ താല്പര്യമുണ്ടോ, അവർക്ക് അതിനുള്ളൊരു വേദി ഒരുക്കണമെന്നുള്ളതായിരുന്നു ഫൗണ്ടേഷൻ്റെ ഈ ഉദ്ദേശം. ഇങ്ങനെ ഒരു സെമിനാർ നടത്തുന്നതിൻ്റെ ഉദ്ദേശം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ക്രോഡീകരിക്കാനുമുള്ള ഒരു വേദിയാണിത്. അതിന് നമ്മെ സഹായിക്കാൻ പ്രാപ്തരായ പ്രഗത്ഭരെയാണ് നാം ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചിട്ടുള്ളത്. ഈ സെമിനാറിൽ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നത് മുൻ അംബാസഡറും ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനും കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്ന ശ്രീ ടി.പി. ശ്രീനിവാസൻ അവர்களാണ്. ശ്രീ ടി.പി. ശ്രീനിവാസൻ മലയാളികൾക്കെല്ലാം സുപരിചിതരാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും TV-യിലും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എല്ലാം കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതലായി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അദ്ദേഹത്തെ ക്ഷണിക്കുന്ന അവസരത്തിൽ കൂടുതലായി പറയാനുള്ളത് കവിയർ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഡറേറ്ററായി സേവനമനുഷ്ഠിക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ശ്രീ ടി.പി. ശ്രീനിവാസൻ അവരുകളെ ആദരപൂർവ്വം
ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത് തിരഞ്ഞെടുത്ത ദിവസം നാളെയാണ്, ശനിയാഴ്ച ആയതുകൊണ്ട് 8-ാം തീയതി എന്നാണ് കരുതിയത്. ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കണമെന്ന് ഉദ്ദേശിച്ച പേര് ശ്രീ ഡോക്ടർ മുരളി തുമ്മാരുകുടിയുടേതാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ട് അദ്ദേഹം സാധാരണഗതിയിൽ UN-ലാണ്, കേരളത്തിലുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം നാളെ രാവിലെ ജനീവയിലേക്ക് തിരിച്ചു പോകാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കിട്ടണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തീയതി തന്നെ മാറ്റി ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. UN എൻവയോൺമെന്റ് പ്രോഗ്രാമിൻ്റെ ചീഫ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിന് എൻജിനീയറിംഗിൽ ബിരുദം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ രംഗത്ത് നമ്മുടെ നാട്ടിൽ ലഭിക്കാവുന്ന ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരാൾക്ക്, പ്രഗത്ഭനായ ഒരു വിദഗ്ധൻ എന്ന നിലയിലാണ് ഡോക്ടർ മുരളി തുമ്മാരുകുടി ഈ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് അദ്ദേഹം അതിന് സദയം സമ്മതിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാനലുകളിലൂടെ, TV-യിലൂടെ, പത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഗൗരവമായ ചിന്ത നടത്തുന്നതിന് സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ, നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ മുരളി തുമ്മാരുകുടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ PH കുര്യൻ IAS നമ്മുടെ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ്. ഈ ഇൻ ചാർജ് ഓഫ് ദാറ്റ് ആസ് ഗവൺമെന്റ് സെക്രട്ടറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ഞാൻ ശ്രീ PH കുര്യനെ ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സമീപനം, കാഴ്ചപ്പാടൊക്കെ പറയുമെന്നുള്ളത് സ്വാഭാവികം, അത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. പക്ഷെ ഒന്നുകൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ഇന്ന് പ്രകടിപ്പിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ കേൾക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം ജനങ്ങൾക്ക് ഇവിടെ നടക്കാൻ പോകുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കും പുനർനിർമ്മാണത്തിനും ഒക്കെ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ആൾക്കാർ മറ്റുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞിരിക്കണം, കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഈ തിരക്കിനിടയിലും, ഞാനത് അടിവരയിട്ട് പറയാണ്, ഇപ്പോഴത്തെ തിരക്കിനിടയിലും അദ്ദേഹം സദയം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ സമയത്തെത്തുകയും നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ശ്രീ PH കുര്യനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഡോക്ടർ പത്മകുമാറിനെ കുറിച്ച് കേട്ടപ്പോഴാണ്, അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ കുട്ടനാടിൻ്റെ പേരിൽ തന്നെ ഒരു ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ ഫോർ ബിലോ സീ ലെവൽ ഫാമിംഗ് ഉണ്ട് എന്നുള്ള കാര്യം. അത് ഇന്റർനാഷണൽ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഡൽഹിയിലോ കൽക്കട്ടയിലോ ബോംബെയിലോ ഉള്ള പല സാധനമായിരിക്കുന്നു. അപ്പോഴാണ് അവസാനം എൻ്റെ അടി കുട്ടനാട് എന്ന് കേട്ടത്. അപ്പം ഡോക്ടർ പത്മകുമാറിൻ്റെ പേര് നിർദ്ദേശിച്ചത് തന്നെ നമ്മുടെ പ്ലാനിംഗ് ബോർഡിലെ ചെയർമാനായിരിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടർ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി സവിശേഷമായി എടുത്തു പറയേണ്ട കാര്യം, സ്വാമിനാഥൻ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. ഞങ്ങൾ വാസ്തവത്തിൽ ഡോക്ടർ സ്വാമിനാഥനെ ക്ഷണിച്ചതാണ്. ഡോക്ടർ സ്വാമിനാഥൻ ഇപ്പോൾ 95 വയസ്സായി, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് ആ കമ്മിറ്റിയിലെ അംഗമായിരുന്ന ഡോക്ടർ പത്മകുമാറിനെ അദ്ദേഹം നേരത്തെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു, കൊമരകത്ത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഡയറക്ടറായിരുന്നു, ഇപ്പോൾ ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ഈ ബിലോ സീ ലെവൽ ഫാമിങ്ങിൻ്റെ വിദഗ്ധന് കുട്ടനാടിൻ്റെ പുനർനിർമ്മിതിയെക്കുറിച്ച് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും എന്നാണ്
ഞങ്ങളുടെ വിശ്വാസം. ഡോക്ടർ KG പത്മകുമാറിനെയും സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻസ് ജോസഫ് MLA ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ ട്രസ്റ്റീസിലൊരാണ്, ഈ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റീസിലൊരാണ്. അതുകൊണ്ട് സംഘാടകൻ കൂടിയാണ് ശ്രീ മോഹൻസ് ജോസഫ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം പറയുന്നില്ല. വേറെ രണ്ട് MP MLA ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ മുരളി എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, സർ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മീറ്റിംഗ് സമയത്ത് തുടങ്ങണം എന്നുള്ളത്. ശ്രീ TP ശ്രീനിവാസനും ഒരു കാര്യം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് ഒത്തിരി വൈകിക്കരുതെന്ന്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നമ്മൾ ഇനി ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യല്ല, നമ്മൾ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വരുന്ന മുറയ്ക്ക് MP-മാരോ MLA-മാരൊക്കെ വരുമെങ്കിൽ അവർ, എൻ്റെ ആഗ്രഹം MP-മാരും MLA-മാരും ഒക്കെ ഇവിടെ സന്നിഹിതരായിരിക്കണം. ഇവർ വിദഗ്ധന്മാർ പറയുന്നവർ കേൾക്കണം. അവർക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ട് ചോദിക്കണം, അവർക്ക് എന്തെങ്കിലും പ്രതികരണം അറിയിക്കണം. ഇതൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നത്. ഏതായാലും MP-മാരും MLA-മാരും നമ്മുടെ കോട്ടയം ആലപ്പുഴ ജില്ലാ പ്രദേശത്തെ പല ജനപ്രതിനിധികളോട് എത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തീർച്ചയായും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന എൻ്റെ വിചാരം. ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും, പഞ്ചായത്ത് അംഗങ്ങളെയും മുനിസിപ്പൽ കൗൺസിലിലെ അംഗങ്ങളെയും അവരെ എല്ലാവരെയും സവിശേഷമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗത പ്രസംഗകൻ എന്ന നിലയിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കും താല്പര്യം, നിങ്ങൾക്കും താല്പര്യം ഈ വിദഗ്ധരെ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ശേഷം ഒരു പൊതു ചർച്ചയുണ്ട്, പ്രതികരണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു 5 കാര്യങ്ങൾ അതിന് മാർഗദർശനമായിട്ട് ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഭാഗത്തല്ല, എൻ്റെ വ്യക്തിപരമായ ഭാഗത്തു നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ നമ്മുടെ ചർച്ചയിൽ ഇവിടെ രാഷ്ട്രീയവും മതവും സമുദായവും ഒന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അതല്ല നമ്മുടെ ഉദ്ദേശം. കഷ്ടപ്പെടുന്ന ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട ആൾക്കാരോട് താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടതാണ്. നമുക്ക് ഇവിടെ രാഷ്ട്രീയം മാറ്റിവെക്കാം, മതം മാറ്റിവെക്കാം, സമുദായം മാറ്റിവെക്കാം. അതല്ല, ഇവിടെ കേവലം മനുഷ്യ സ്നേഹം മാത്രമായിരിക്കണം ഈ അന്തരീക്ഷത്തിൽ അലതല്ലേണ്ടത്. രണ്ടാമത്, കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനും ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനും എന്ത് ചെയ്യണം എന്നതിലായിരിക്കണം നമ്മൾ ഊന്നൽ നൽകേണ്ടത്. മൂന്നാമത്, വസ്തുനിഷ്ഠവും ക്രിയാത്മകവുമായിരിക്കണം നമ്മുടെ ചർച്ച. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ മതത്തോടോ സമുദായത്തോടോ സംഘടനയോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടോ പ്രതിബദ്ധതയുണ്ട് എന്ന് കരുതി അതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രൂപീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാറ്റായേക്കാൾ നമ്മൾ ഒരിക്കലും നന്നാവില്ല. ബാറ്റ വല്ലവരെ കൊണ്ട് ചേരിപ്പുണ്ടാക്കിച്ചിട്ട് ബാറ്റയുടെ സീല് വെച്ച് തരുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാലാമത്, ശാസ്ത്രീയ സമീപനം വേണം. അതോടൊപ്പം ശാസ്ത്രീയ സമീപനത്തോടൊപ്പം തന്നെ പ്രായോഗികമായ സമീപനം കൂടെ വേണം. അല്ലാണ്ട് നമ്മൾ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല. അപ്പൊ ഈ പുസ്തകത്തിലെ പശു ചിലപ്പോൾ പുല്ല് തിന്നില്ല എന്നുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോഴും അതിന്റെ പ്രായോഗികത കൂടി കണക്കിലെടുക്കണം, അതുകൂടെ നമ്മൾ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ അർത്ഥത്തിലായിരിക്കണം നമ്മുടെ സമീപനം, ചർച്ച അല്ലെങ്കിൽ ഇടപെടലുകൾ. അവസാനമായിട്ട് അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം ഒരു ജീവൻ മരണ പ്രശ്നത്തില് ആശയപരമായ അല്ലെ ആദർശപരമായ കടുംപിടുത്തങ്ങൾ വേണ്ട എന്നാണ്. ഞാനത് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തരും ഇപ്പൊ ഞാനിപ്പം പറയാണ്, ഞാനൊരു ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, അധ്യാപകരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ട്, IFS ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗത്ത് നിന്ന് ആ കോണിൽ കൂടെ മാത്രം കാണുകയും ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി എന്നുമുള്ള ഇതുവരെ ഞാനതിന് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, അതും ഫണ്ടമെന്റലിസമാണ്.
അങ്ങനെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് അപ്രോച്ച് ആരും എടുക്കാതിരിക്കുന്ന ചർച്ച ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഈ രംഗത്ത് പരിസ്ഥിതി സംരക്ഷണ രംഗത്തും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ റിലീജിയസ് ഫണ്ടമെന്റലിസം ആവൽക്കരം എന്നതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫണ്ടമെന്റലിസവും അപകടകരമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു കാര്യത്തിലാണെങ്കിലും ഒരു ഫണ്ടമെന്റലിസ്റ്റ് അപ്രോച്ച് എടുക്കാതെ തുറന്ന മനസ്സോടുകൂടി സമൂഹത്തിന് നല്ലത് ഏതാണോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അത് നമ്മളുടെ സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമമായിരിക്കണം നടത്തണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കടമ ഞാൻ അവസാനിപ്പിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ഈ സെമിനാറിൻ്റെ മോഡറേറ്റർ ശ്രീ TP ശ്രീനിവാസൻ അവരുടെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ശ്രീനിവാസൻ വാസ് ബോൺ ഇൻ കായംകുളം on June 17, 1944. After school and studies at University College Trivandrum, he joined the Indian Foreign Service. Sri Srinivasan has 37 years of diplomatic career. He has served as Indian High Commissioner in different foreign countries. He was a permanent representative of the Government of India at UN headquarters, and he was the Indian Ambassador in Vienna. From 2000 to 2004, he was the Indian Ambassador in Vienna for Austria, and he was also a permanent representative of India in the United Nations and the International Atomic Energy Agency, Vienna. He retired on June 30th, 2004. Sri Srinivasan has served as the head of the Council for Higher Education of the State of Kerala and Executive Vice President with the rank of Vice Chancellor. He is presently the Director General, Kerala International Center, and an advisor to Asianet, and produces a weekly TV program entitled Videsha Vicharam. He also contributes articles to Indian and foreign publications. He is married to Srimati Lekha Srinivasan, who is an Indian classical dancer and painter, and at present involved in various charitable activities. The couple has 2 sons, Srinath and Srikanth. Sri Srinivasanne മോഡറേറ്ററായ അദ്ദേഹത്തെ ആമുഖ പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Justice Riek Joseph, Chairman of the Archbishop Kuryakos Kundancheri Foundation. Dr. Murali Tamaripudi, who has been a friend of mine for many years, even before he became the Nostradamus of Kerala, by making these dire predictions. Mr. P.H. Kurian, a very close friend and also the man in charge of disasters. Dr. Padma Kumar, Mr. Mons Joseph, Mr. Thomas Charikadan, and other friends on the foundation. NA Foundation ഒരു മെമ്പറായി ക്ഷണിക്കപ്പെട്ടത് ഏകദേശം 1 വർഷം മുമ്പാണ്. അപ്പോൾ കുന്നശ്ശേരി ഫൗണ്ടേഷൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ഈ സംഭവം ഉണ്ടായതും ഇതുപോലെ ഒരു സെമിനാർ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ അതെന്നെ മോഡറേറ്റ് ആക്കിയതിനൊരു രഹസ്യമുണ്ട്. കാരണം ഈ ഇരിക്കുന്നവരിലെല്ലാം ഇതിൽ വൈദഗ്ധ്യം ഏറ്റവും കുറഞ്ഞ ഒരാൾ ഞാനാണ്. അപ്പോൾ എന്നിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്കറിയാം. അതുകൊണ്ട് മോഡറേറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകാമല്ലോ എന്നുള്ള സമാധാനം എനിക്കുണ്ട്. പക്ഷെ എന്നാലും 2-3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാം ജസ്റ്റിസ് പറഞ്ഞ പോലെ അഭിപ്രായങ്ങളുടെ പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതാണ് എന്നെ ഒരു 2 വാക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം,
നമ്മുടെ ചർച്ചകൾ അദ്ദേഹം ജസ്റ്റിസ് പറഞ്ഞ പോലെ തന്നെ ഈ നടന്ന പ്രളയ ദുരന്തത്തിൻ്റെ കാരണത്തെ പറ്റിയോ അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയോ എന്നതിൽ കൂടുതൽ എന്താണ് നമ്മുടെ ഭാവി പരിപാടികൾ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിനെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അത് യഥാർത്ഥത്തിൽ ന്യൂസിലൻഡ് ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് സ്ലോഗൻ ആയിരുന്നു. അത് നമ്മൾ മോഷിച്ചതാണ്. ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നു ന്യൂസിലാൻഡ്. ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി കേരളമായി മാറി. പക്ഷെ ഗോഡ്സ് ഓൺ കൺട്രി കേരളമായി മാറിയതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണ്ട് ട്രാവൻകൂർ, കേരളം അല്ലെങ്കിലും ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ കേരളം ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഗോഡ്സ് ഓൺ കൺട്രി ആണ് എന്ന് പറയാം. പക്ഷെ അതിന് മറ്റൊരു വശമുള്ളത്, നമുക്കെല്ലാം ഒരു സമാധാനമുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, ഗോഡ് നോക്കിക്കോളും എന്നുള്ളൊരു സമാധാനം. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും let God take care of education in Kerala because it is God's own country. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്വം വേണ്ട എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പേരായി കൂടി മാറിയിട്ടുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത്. പക്ഷെ അതിന് മറ്റ് വളരെയധികം അർത്ഥങ്ങളുണ്ട്. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് നമ്മൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതൊരു സമാധാനമാണ്. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചാലും അതിനൊരു നല്ല വശം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ആ നല്ല വശത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രളയബാധിത സമയത്ത് നമുക്ക് ഒരു ഗോഡ്സ് ഓൺ ആർമി തന്നെ ഉണ്ടായി എന്ന് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? യഥാർത്ഥത്തിലുള്ള ആർമി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫിഷർമെൻ എന്ന് പറയുന്ന ഒരു ഗോഡ്സ് ഓൺ ആർമി ആദ്യം രംഗത്ത് വന്നു എന്നുള്ളതാണ് ഓർക്കണം. അത് ഏകദേശം 1500 പേർ 500 ബോട്ടുകളിൽ അവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ അവർ വന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാവരും അവരെ ആദരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതൊരു ദൈവത്തിൻ്റെ സൈന്യമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ മുരളി സാധാരണ പറയാറുള്ളത് പോലെ ഒരു ദുരന്തവും നമ്മൾ വേസ്റ്റ് ചെയ്തുകൂടാ. ഏത് ദുരന്തമുണ്ടായാലും അത് ഓർക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ധാരാളം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ലണ്ടനിൽ പ്ലേഗും ഫയറും ഉണ്ടായത് 1965-66 അതിനുശേഷമാണ് ലണ്ടൻ ഇത്രയധികം മനോഹരമായ ഒരു പട്ടണമായി മാറിയത്. 1965-66 My sources are wrong. Fire was 16. Chicago fire 1871 അല്ലെ? ഷിക്കാഗോ എന്നൊരു മനോഹരമായ നഗരമാണ്. പക്ഷെ 1871 ഷിക്കാഗോ മുഴുവനായിട്ട് നശിക്കുകയുണ്ടായി. പ്ലേഗ് ഉണ്ടായ സ്ഥലം അതിലൊക്കെ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണേണ്ടത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ്, പക്ഷെ അത് ഞാനും കൂടെ ഓർമ്മിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മളിനിയിപ്പോൾ റീബിൽഡ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി നിർമ്മിക്കാൻ പോകുന്ന കേരളം ഇപ്പോഴത്തെ കേരളം തന്നെ ആയിരിക്കണമോ അതോ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണോ എന്നാണ് നമുക്ക് ചിന്തിക്കാൻ. സാധാരണ തലത്തിൽ നമ്മളൊരു മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വൃത്തിയാക്കുക, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുക, ഇതൊക്കെ സാധാരണ നിലയിൽ സാധിക്കും. പക്ഷെ എല്ലാം തകർന്നു പോകുമ്പോഴുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത് ഒരു പുതിയ തരത്തിലുള്ള കേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ തരത്തിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ലോങ് ടേം പ്ലാനിങ് ചെയ്യാനുള്ള അവസരം എന്ന തരത്തിൽ വേണം നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്കില്ലാത്ത എന്തൊക്കെയാണ് അതെല്ലാം കൊണ്ടുവരാനുള്ള അവസരം, അതിനുള്ള റിസോഴ്സുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലോങ് ടേം വിഷൻ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാകണം.
അപ്പോൾ ലോങ് ടേം സൊല്യൂഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് എങ്ങനെയാണത് പ്ലാൻ ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഫൈനാൻസിങ് ആയിരിക്കും നമുക്ക് ലഭിക്കുക, ഏത് തരത്തിലുള്ള കേരളമാണ് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുക. അതിന് ചില മോഡലുകളൊക്കെ ഉണ്ട്. 2004 സുമാട്ര ഇന്തോനേഷ്യയിൽ ഒരുപാട് ദുരന്തം ഉണ്ടായപ്പോൾ അവർ ബിൽഡ് ചെയ്ത പുതിയ ഇന്തോനേഷ്യ, പുതിയ സുമാട്ര അതിനൊരു നല്ല ഒരു ഉദാഹരണമാണ്. നമ്മുടെ ഈ കേരളം ഉയർന്നു വന്നത് പശ്ചിമഘട്ടങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളുമാണ് നമുക്കറിയാം. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള കൺസ്ട്രക്ഷനും വികസനവും ഒക്കെ കുറയ്ക്കണം എന്നായിരുന്നല്ലോ അവരുടെ നിർദ്ദേശം. ആ നിർദ്ദേശമൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നൊരു അഭിപ്രായവുമുണ്ട്. പക്ഷെ ഒരു മോഡൽ നമുക്ക് ഇനിയുണ്ടാകുന്ന കേരളത്തിന് ഒരു മോഡൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ജലത്തിനോട് ബന്ധപ്പെട്ട തരത്തിലുള്ള വികസനം ഉണ്ടാകണം. അപ്പോൾ ഈ സഹ്യാദ്രി അല്ലാതെ അല്ലെങ്കിൽ ഒരു മലകളോട് ബന്ധപ്പെട്ട വികസനത്തിന് പകരം, കാരണം അത് വളരെ ഫ്രജൈലാകുന്നത് കൊണ്ട് ജലത്തിനോട് ചേർന്ന ഒരു വികസനമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. കാരണം നമുക്ക് ഏകദേശം 600 കിലോമീറ്റർ തീരപ്രദേശം ഉണ്ടല്ലോ. നമ്മൾ തീരപ്രദേശത്ത് വലിയ കെട്ടിടങ്ങളൊന്നും വയ്ക്കാറില്ല. ഇപ്പൊ മൻഹാറ്റനിലാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ പല രാജ്യങ്ങളിലും തീരപ്രദേശത്താണ് വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ. കാരണം അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ശരിയാണെങ്കിലും ആ വെള്ളം കയറുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേസമയത്ത് നമ്മൾ വീടൊക്കെ വയ്ക്കുന്നതും വികസനം ഉണ്ടാക്കുന്നതുമെല്ലാം പുഴയോരത്താണ് എന്നുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് മാറ്റിയിട്ട് വിദഗ്ധരായവർ പറയട്ടെ. പക്ഷേ നെതർലൻഡ്സിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം. 1953 നെതർലൻഡ്സ് മുഴുവനായിട്ട് നശിച്ചു പോയത്. അപ്പോൾ അവർ തീരുമാനിച്ചത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഒഴിച്ചാൽ ബാക്കി സ്ഥലങ്ങളിൽ വെള്ളത്തിനോട് ചേർന്ന് നിന്നുള്ള വികസനമായിരിക്കും ഒരുപക്ഷെ നെതർലൻഡ്സ് നന്നായിരിക്കുക എന്നവർ തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മോഡൽ കോസ്റ്റ് ലൈനോട് ചേർന്നുള്ള ഡെവലപ്മെന്റ് ആകാം. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി ശക്തമായിരിക്കുന്ന കോസ്റ്റ് ലൈനിലേക്ക് നമ്മുടെ വികസനം എത്തിച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. അങ്ങനെ ഒരു മാരിടൈം ഡെവലപ്മെന്റ് ഇപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഗ്രനേഡയിൽ ധാരാളം അപകടങ്ങളുണ്ടായ ഒരു സമയത്ത് അവരുടെ ഇക്കോണമി നശിക്കും എന്നുള്ള സമയത്ത് വന്നപ്പോൾ അവരൊരു ബ്ലൂ ഇക്കോണമി മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കേരളം പോലെയാണ് ഗ്രനേഡയിൽ. അവർക്ക് 2 കാര്യങ്ങളുള്ളത്. ഒന്ന് ടൂറിസവും മറ്റൊന്ന് ഫിഷറീസുമാണ്. അപ്പോൾ ഫിഷറീസിലും ടൂറിസത്തിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ ഇക്കോണമി സ്ഥാപിച്ചത് കൊണ്ടാണ് ഗ്രനേഡ പിന്നീട് വളരെ വികസിതമായ ഒരു രാജ്യമായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്കൊരു പക്ഷേ നമുക്ക് നോക്കാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പുതിയ ഒരു അപ്രോച്ച് മലകളിൽ നിന്ന് കടലിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഇപ്പോൾ മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ കടലിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് നിലമൊന്നും നിരത്തി എയർപോർട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഒരുപാട് അത് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ കാലത്ത്. പക്ഷെ ഇന്ന് നമ്മൾ മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ധാരാളം യാത്രകളും അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഈ മാരിടൈം ബേസ്ഡ് ഡെവലപ്മെന്റ് മേ ബി ഹെൽപ്ഫുൾ. അപ്പം ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് കൂടി സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് 1,000 ലക്ഷത്തിൽ നോക്കുമ്പോൾ 22 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഓരോ ക്രൈസിസ് വരുമ്പോഴും ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ സ്റ്റേറ്റ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ല. അപ്പോൾ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് ആവശ്യം. അതിനൊരു പക്ഷേ നമുക്ക് സ്കാൻഡിനേവിയൻ മോഡൽസ് നോക്കാം. കാരണം എന്തൊക്കെയാണ് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഒരു ഇക്കോണമി അവർക്ക് കൂടുതൽ
ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ട തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ആർഭാടമൊന്നും വേണ്ട, കോമ്പറ്റീഷൻസ് ഒന്നും വേണ്ട, കൾച്ചറൽ ഫങ്ഷൻസ് ഒന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷെ അതായത് മുരളി തന്നെ നേരത്തെ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ദിവസം അങ്ങോട്ട് നിശ്ചയിക്കുക, ഈ ദുരന്തം അവസാനിച്ചു കഴിഞ്ഞു എന്നൊരു ദിവസം നിശ്ചയിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മുഴുവൻ നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോവുക എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ആശയമാണ്. ആഗസ്റ്റ് 15 or 16 ഒക്കെ ഒരു മെമ്മോറിയൽ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ആ കാലം വരെ നമ്മൾ അന്നേരം വരെ ആഘോഷങ്ങളൊക്കെ ആകാം, പക്ഷേ ആവശ്യമില്ലാത്ത വേസ്റ്റ് വേണ്ട, പക്ഷേ വേണ്ടത്ര ചിന്തയോടുകൂടി തന്നെ. ഇല്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് പ്രൈവറ്റ് സെക്ടർ തകർന്നു പോകും, ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസ് പോകും, ടൂറിസം ഇല്ലാതെയാകും. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകാതെ ഈ നഷ്ടപ്പെട്ട ജീവനുകൾക്കൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഇക്കോണമി മുന്നോട്ട് പോകാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കഴിയുന്നതും വേഗം പോകുന്നത് നന്നായിരിക്കും. ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നത് എനിക്കറിയില്ല. പക്ഷെ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കണം. കാരണം ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആളുകളാണ് ഇവിടെ കേരളത്തിലുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ ആവശ്യത്തിൽ കൂടുതൽ അഭിപ്രായം വരുമെങ്കിൽ തന്നെയും ആ അഭിപ്രായങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഉപയോഗിക്കാൻ ഗവൺമെന്റിന് കഴിയും എന്നുള്ളത് തീർച്ചയാണ്. ചില രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ സാധാരണ ഒരു ഇന്റർനാഷണൽ ഡോണേഴ്സ് മീറ്റ് നടത്താറുണ്ട്. കാരണം എല്ലാവരും വന്ന് ഇവിടുത്തെ കണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി പല രാജ്യങ്ങളിലുമുണ്ട്. നമുക്ക് തന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ഗവൺമെന്റ് ഇതുപോലെയുള്ള സമയങ്ങളിൽ വിദേശത്ത് നിന്ന് അധികം സഹായം സ്വീകരിക്കുകയില്ല എന്നൊരു നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോഴും വളരെ വ്യക്തമല്ല. പലതരത്തിലും നമുക്ക് സ്വീകരിക്കാം, പക്ഷെ നേരിട്ട് പണം ഗവൺമെന്റുകളിൽ നിന്ന് സ്വീകരിച്ചുകൂടാ എന്നൊരു നയമാണ് ഗവൺമെന്റ് ഇപ്പോൾ പിന്തുടരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു വെഡ്ജിങ് കോൺഫറൻസ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ടൂറിസം ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ചെങ്ങന്നൂരിൽ ഒരു ടൂറിസം ഫെസ്റ്റിവൽ നടത്തുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നാമത് ചെങ്ങന്നൂർ തിരിച്ച് വന്നു എന്ന് ലോകത്തെ അറിയിക്കാം, അവിടെയുള്ള ആകർഷണമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാം. അതേസമയത്ത് തന്നെ ഈ ചെങ്ങന്നൂരിനെ ബിൽഡ് ചെയ്യാൻ എന്തെല്ലാം ആവശ്യമുണ്ട്, പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആയാലും എന്തായാലും. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒരുപക്ഷെ ചെങ്ങന്നൂർ ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ കുട്ടനാട് ഉയർത്തെഴുന്നേറ്റു എന്ന് കാണിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ ഒരു മേജർ സ്പോർട്ടിംഗ് ഇവന്റ് ചാലക്കുടിയിലുണ്ടാകണം. കാരണം ചാലക്കുടിയും അതുപോലെ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു സ്പോർട്ടിംഗ് ഇവന്റ്, വളരെ വിശാലമായ ഒരു ഗ്ലോബൽ സ്പോർട്ടിംഗ് ഇവന്റ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഒരു പക്ഷേ ലോകത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം. അപ്പൊ അങ്ങനെ ഒരുപാട് ആശയങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ കുറേ ചിന്തകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിദഗ്ധരായ ആളുകൾ നമുക്ക് ഉപദേശങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാനമായി ഒരു ചിന്ത എനിക്ക് എപ്പോഴും വന്നിരുന്നത്, ഈ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഒരു വാഷിംഗ്ടണിൽ നടന്ന ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ വാഷിംഗ്ടൺ സന്ദർശിക്കുകയായിരുന്നു. അന്ന് ജോൺ എഫ് കെനഡി ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ വൈറ്റ് ഹൗസിലേക്ക് ഒരു ഹെലികോപ്റ്ററിലാണ് ഇറങ്ങിയത്. അപ്പോൾ പ്രസിഡന്റ് കെനഡി അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്നു. അപ്പോൾ ഒരു ഭയങ്കരമായ ഒരു കാറ്റും മഴയും ആരംഭിച്ചു. ഹെലികോപ്റ്ററിന് അവിടെ ഇറങ്ങാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. പക്ഷെ എന്തായാലും വിദഗ്ധനായ പൈലറ്റ് ആയതുകൊണ്ട് അദ്ദേഹം രാധാകൃഷ്ണനെ സേഫായിട്ട് വൈറ്റ് ഹൗസിന്റെ ലോൺസിൽ ഇറക്കി. ജോൺ എഫ് കെനഡി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, യുവർ എക്സലൻസി, ഐ എം സോറി, യു ഹാവ് ടു പുട്ട് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ ഡിസാസ്റ്റർ ഹിയർ. And then he said with a lot of pride perhaps, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഇത്ര വലിയ രാജ്യമാണ്, ഇത്ര വലിയ ശക്തമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വലിയ ആളുകളാണ്, എന്നിട്ടും ഇത് ചെയ്യുന്നില്ല എന്നുള്ള മട്ടിലാണ് പ്രസിഡന്റ് കെന്നഡി ഇത് പറഞ്ഞത്.
അപ്പോൾ അതിന് മറുപടിയായിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, "Don't worry, Mr. President. We in India learned millions of years ago how to deal with the weather." അപ്പോൾ വെതറിനെ കൺട്രോൾ ചെയ്യാനല്ല വേണ്ടത്, വെതറിനോട് ചേർന്ന് ജീവിക്കുക. കാരണം നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരവും നമ്മുടെ മാനസികമായ അഭിപ്രായങ്ങളും ഒക്കെ രൂപപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ശാസ്ത്രത്തിനേക്കാളും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഏതുതരം ദുരന്തമുണ്ടായാലും അതിനോട് അത് സഹിക്കുകയും അതുപോലെ തന്നെ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പക്ഷെ അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് സഹായകരമായി കൊണ്ടുവരാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം എന്നതായിരിക്കും. അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അധികം ശക്തി തരുന്ന ഒരു കാര്യം. ഞാനിവിടെ നിർത്തുകയാണ്. സാധാരണയായി ഈ ഉപക്രമം കഴിഞ്ഞൊരു ഉപസംഹാരം കൂടിയാണ്. സാധാരണ ചില അധ്യക്ഷന്മാർ പ്രാസംഗികരെ സംഹരിക്കുന്ന ഉപസംഹാരത്തിലാണ്. പക്ഷെ ഞാൻ അതിനൊന്നും തയ്യാറാകുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വിദഗ്ധരായ അതിഥികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞ് ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ അതും ആകാം. എന്നെ ഇതിനെ ക്ഷണിച്ചതിന് ഒന്നുകൂടി നന്ദി പറഞ്ഞതും ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തത് വിഷയ അവതരണ പ്രഭാഷണങ്ങളാണ്. ആദ്യം ഡോക്ടർ മുരളി തുമ്മാരുകുടി. Dr. Murali Tummarugudi is at present the Chief of Disaster Risk Reduction in the UN Environment Program. He has over 26 years of international experience in the field of environment and disaster management. As an internationally renowned expert on disaster response, Dr. Murali has been involved in post-disaster response and follow-up of almost all major disasters of the 21st century, including the 2004 Indian Ocean earthquake and tsunami, cyclone at Myanmar in 2008, Haiti earthquake, and floods in Thailand in 2011. He has completed assignments in Afghanistan, Iraq, Syria, Lebanon, Gaza, Liberia, and Sudan, dealing with the environmental impacts of conflicts. Also deployed to China, Japan, Myanmar, Ukraine, Haiti, and Thailand to deal with disasters. He is a native of Bengola in Ernakulam district of the Kerala state. Prior to joining the United Nations, Dr. Murali was an environmental advisor to oil companies in the Shell Group of Southeast Asia and Middle East. He responded to oil spills and oil well fires during this period. He obtained his B.Tech degree from Marathanashis College of Engineering, Kodamangalam in 1986 and M.Tech and PhD from Indian Institute of Technology, Kanpur in 1993. He has published several books and writes columns in leading Malayalam dailies. Sri Murali is a winner of Kerala Sahitya Academy Award 2008 for humorous literature. He is married to Srimati Jayasri and has one son, Siddharth. Dr. Murali Tummarugudiye പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. Honorable Justice Sri Joseph, Chairman of the Archbishop Kuriakos Kunnaseri Foundation, Ambassador T.P. Srinivasan, my good friend, P.H. Kurian, my very good friend, Dr. K.G. Padmakumar, Sri Thomas Charikaran, Sri Mons Joseph, വേദിയിലും സദസ്സിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, നിങ്ങൾ ഒരു പക്ഷേ സാധാരണഗതിയിൽ കാണുന്നൊരു ആളല്ല ഞാൻ. ഈ തരം വേദികളിൽ ഒരിക്കൽ പോലും വരാൻ സാധ്യതയില്ലാത്ത അവസരമില്ലാത്തൊരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
ദുരന്ത നിവാരണം എന്നുള്ളത്. പക്ഷെ ഈ വർഷത്തെ ആദ്യമായിട്ട് ശ്രീ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷന്റെ ഒന്നാമത്തെ ലെക്ചർ ഈ ദുരന്ത നിവാരണത്തെ പറ്റി, കുട്ടനാടിന്റെ ഭാവിയെ പറ്റി നടത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ശ്രീക് ജോസഫ് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ സാറിനെ ഒന്ന് കാണാം. പക്ഷെ സാറും തോമസ് ചാഴിക്കാടൻ എക്സാമിലെ കൂടി എൻ്റെ വീട്ടിൽ വന്നു ഈ കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചിന്താഗതികളായിരിക്കണമെന്നില്ല ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാവൂ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, അതില്ല, ഏത് അഭിപ്രായമാണെങ്കിലും അത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന തരത്തിലായിരിക്കണമെന്നില്ല. ഒരു പരിധി വരെ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന തരത്തിലാവാം. ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഈ ശ്രീ പി എച്ച് കുര്യൻ, ഞാൻ അധികം നാളായില്ല സാറിനെ പരിചയപ്പെട്ടിട്ട്. പക്ഷെ ഞങ്ങൾ കുര്യൻ സാറിന്റെ ടൈം, ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയില്ലേ, സാർ ഈ ജോലി ഏറ്റെടുത്ത പിന്നെ നോൺ സ്റ്റോപ്പായി ദുരന്തങ്ങളാണ്. അതെ. അപ്പോ ഞാൻ ശ്രീനിവാസനോട് പറയായിരുന്നു, TPS സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാ സമയത്തും ഒരു തമാശ ഉണ്ടാവും. അതിലൊരു തമാശ യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയിട്ടായിരിക്കും. ഈ തവണ തമാശ ഒന്നും വന്നില്ലല്ലോ, അതൊരു ദുരന്തത്തിന്റെ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയല്ല. ഒരു ദുരന്തം കഴിഞ്ഞാൽ നമ്മൾ അല്പം ചിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളാണ്. നമ്മൾ വാസ്തവത്തിൽ ദുരന്തത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം കഴിഞ്ഞാൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമാളി വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. ക്ലൗൺസ് വിത്തൗട്ട് ബോർഡർ എന്നാണ് അവരുടെ പേര്. അത് ലോകത്ത് എവിടെയും യുദ്ധമോ ദുരന്തമോ കഴിഞ്ഞ നാടുകളിൽ ഇവർ കോമാളി വേഷം കെട്ടി നടന്ന് ആളുകളെ ചിരിപ്പിക്കും. അതാണ് അവരുടെ ജോലി. മെഡിസിൻസ് ആൻഡ് ഫ്രോണ്ടിയർ പോലെ, ഡോക്ടർമാർ നടക്കുന്ന പോലെ ക്ലൗൺസ് വിത്തൗട്ട് ബോർഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പ്രസംഗം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കില്ല. നിങ്ങൾ തമാശയൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഒരു മോഹൻലാൽ ഡയലോഗ് പറഞ്ഞു തരും. പക്ഷേ കുര്യൻ സാർ 3 ദുരന്തങ്ങളായിരുന്നു. നോക്കി, നിപ്പ, ഇപ്പോൾ ഇത്. എന്നെ മലയാളത്തിലെ ഞാൻ സാധാരണ എഴുതുന്ന കാരണം എന്നെ ദുരന്തേട്ടൻ എന്നാണ് പറയുക ആളുകൾ, എന്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ കുര്യൻ സാർ എന്നാണ് ഇത് കഴിയുന്നതെന്ന് അറിയില്ല. പക്ഷെ സാർ എന്ന് ജോലി റിട്ടയർ ചെയ്താലും അന്ന് സാറിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ റെഡിയായിരിക്കും. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഒരു ജീവിതകാലത്ത് 3 ദുരന്തങ്ങൾ അടുപ്പിച്ച് കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. വേറെ പറയാം, ഞാനത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ കുര്യൻ സാർ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സാധാരണഗതിയിൽ കുര്യൻ സാർ ചെയ്യുന്ന തരം ജോലി ചെയ്യുന്ന ഒരു ആളാണ്. ദുരന്തം ഉണ്ടായി കഴിയണമെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പകലും രാത്രിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും, ഒരു ദുരന്തത്തിലും എല്ലാ കാര്യങ്ങളും ഒരാൾക്കും ശരിയായിട്ട് കിട്ടില്ല. യുദ്ധത്തിന്റെ കാര്യത്തിൽ വളരെ പ്രഖ്യാപിതമായൊരു നിയമമുണ്ട്. ഓൾ യുവർ ബാറ്റിൽ പ്ലാൻസ് മെൽറ്റ് വിത്ത് ദ ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ എനിമി എന്നാണ്. നമ്മൾ എന്തൊക്കെ യുദ്ധ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധം തുടങ്ങുമ്പോൾ അതെല്ലാം മാറ്റിമറിക്കേണ്ട ഒരു രീതി വരും. അതുപോലെയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനും പോളിസിയും എല്ലാം ഉണ്ടാകാം. ഇതൊന്നും ദുരന്തം തുടങ്ങുന്ന നിമിഷത്തിൽ അതിനെല്ലാം ഒരു പ്ലാനിന്റെ അർത്ഥമേ ഉള്ളൂ. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. പ്ലാനുകൾ അനുസരിച്ച് നീങ്ങാത്തൊരു സമയത്ത്, എല്ലാവരും ടെൻഷനായിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റിന്റെ മെഷീനറി മുഴുവൻ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഈ ദുരന്തത്തിന്റെ ഈ വലിയൊരു ദുരന്തം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സാറിനെ കാണാനായിട്ട് വരുന്നത്. സാറിനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദുരന്തത്തെ പറ്റി ഒന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് സാറിന് ഒരു പാക്കറ്റ് സ്വിസ് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു, സാർ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അതാണ് ഞങ്ങൾ ഈ ഇതിന്റെ ദുരന്തത്തിന്റെ ബാക്കെൻഡിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. അതാണ്, ഇങ്ങനെയാണ് ദുരന്തം
മാനേജ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ പർട്ടിക്കുലർ ദുരന്തത്തിൽ എനിക്കൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. ഒന്നാമത് ഞാൻ കേരളത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 24 മണിക്കൂർ നോക്കിയിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. ഐക്യരാഷ്ട്രസഭയുടെ സഹായം കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗവുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അത് ഐക്യരാഷ്ട്രസഭയിലും അതിനു മുമ്പ് ഷെല്ലിലും 25 വർഷമായി ദുരന്ത ലഘൂകരണ രംഗത്ത് പ്രവർത്തിച്ചതിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. സാർ തിരുവനന്തപുരത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സമയത്ത് ഈ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം പോകാനുള്ളൊരു അവസരം എനിക്ക് സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ചാൻസ് കിട്ടാറില്ല. ഞങ്ങൾ ഈ കേന്ദ്രത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പരിധിവരെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. കേന്ദ്രത്തിൽ ഇരുന്ന് കാര്യങ്ങൾ കാണുന്ന ഒരാൾ എന്ന മട്ടിൽ സാറിന് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ഫീൽഡിൽ കാര്യങ്ങൾ കണ്ട രീതിയിലായിരിക്കും എന്റെ അഭിപ്രായങ്ങൾ. കൂടാതെ ലോകത്ത് മറ്റിടങ്ങളിൽ കണ്ട ഇതിലാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഈ ദുരന്തത്തെ നമ്മൾ പൊതുവെ മഹാപ്രളയം എന്നാണ് പറയുന്നത്. കാരണം പ്രളയമാണ് ബഹുഭൂരിപക്ഷം ആളുകളും നേരിട്ട് കണ്ടത്. പ്രളയത്തിലാണ് ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഹെലികോപ്റ്റർ വന്ന പ്രളയത്തിലാണ്. ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ഏറ്റവും നാടകീയമായ രംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ നാടകീയമായ രംഗങ്ങൾ, ആയിരക്കണക്കിന് നമ്മളുടെ യുവാക്കൾ രംഗത്തിറങ്ങിയത് പ്രളയത്തിലാണ്. പക്ഷെ ഇത് ഒരു ദുരന്തമായിരുന്നില്ല. വാസ്തവത്തിൽ 3 ദുരന്തങ്ങൾ ഒരുമിച്ച് വന്നതാണ്. ഒന്നാമത് കുട്ടനാടിൽ ഉണ്ടായ ദുരന്തം. അത് ഈ ഓഗസ്റ്റിൽ തുടങ്ങിയതല്ല, അത് ജൂലൈയിൽ തുടങ്ങിയ ദുരന്തമാണ്. അവിടെ ഉണ്ടായ കുട്ടനാട്ടിൽ വെള്ളവുമായിട്ട് പരിചയമുള്ള സ്ഥലമാണല്ലോ കുട്ടനാട്. അവിടുത്തെ ദുരന്തം ഇനിയും തീർന്നിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന വെള്ളം ഇറങ്ങി എന്നാണ്. കുട്ടനാട്ടിലെ ദുരന്തങ്ങൾ തീർന്നിട്ടില്ല. മലയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം, മണ്ണിടിച്ചിൽ. ഞാൻ ഇടുക്കിയിൽ പോയി, വയനാട്ടിൽ പോയി. അവിടെ മണ്ണിടിച്ചിലിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾ അവിടെ ആർമിയോ നേവിയോ ഒന്നുമില്ല. അവർക്കതിന് സാധ്യത ഇല്ലാത്തതുകൊണ്ടാണല്ല, അവർ പോകാൻ തയ്യാറില്ലാത്തതുകൊണ്ടല്ല. അവിടെ ഉണ്ടായിരിക്കുന്ന നേച്ചർ ഡിഫറെന്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് മലയിലാണ്. ആളുകൾക്ക് സ്ഥലം ഇല്ലാതായിരിക്കുന്ന മലയിലാണ്. ഇടനാട്ടിൽ തീരപ്രദേശത്ത് വെള്ളം കയറി വെള്ളം ഇറങ്ങി വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് കുറച്ചൊക്കെ ആളുകളുണ്ട്. പക്ഷേ സ്ഥലം മൊത്തമായിട്ട് ഇല്ലാതെ കയ്യിൽ പട്ടയം മാത്രമായിട്ട്, ആ പട്ടയം പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ ദുഃഖം, ദുരന്തം വാസ്തവത്തിൽ കേരള സമൂഹം അധികം അറിഞ്ഞിട്ടില്ല. പല കാരണമുണ്ട്. അതിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ ഓടിയെത്തുന്നില്ല. അത് ദൂരെ ആയതുകൊണ്ടാകാം, മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെ വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാകാം. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യമാണ്, ലോകത്ത് എവിടെയും ഏത് യുദ്ധത്തിലോ ദുരന്തത്തിലോ എവിടെയാണോ മാധ്യമങ്ങളുള്ളത് അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ കൊസോവോയിൽ ഉണ്ടായ യുദ്ധം, ക്യാമറയുടെ കണ്ണിന്റെ മുമ്പിലാണ് യുദ്ധം നടക്കുന്നത്. കുവൈറ്റിൽ ആണ് CNN ലൈവായിട്ട് യുദ്ധം കവർ ചെയ്ത് തുടങ്ങിയത്. ഈ യുദ്ധത്തിലൊക്കെ മരിച്ചതിലും എത്രയോ ഇരട്ടി ആളുകളാണ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തെ യുദ്ധത്തിൽ മരിച്ചത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്താണ്. ഒരു ശരാശരി മലയാളിക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ഒരു ശരാശരി ഒരാളോട് കോങ്കോ എവിടെയാണെന്ന് മാപ്പിൽ കാണിക്കാൻ പറഞ്ഞാലും അവർക്ക് കാണിക്കാൻ പറ്റില്ല. അവർക്ക് പറ്റിയ ആളുകൾ കേട്ടിട്ടില്ല. കാരണം അതിന് ക്യാമറയില്ല, മാധ്യമങ്ങളില്ല. ഈ മാധ്യമങ്ങൾ എത്താത്തിടത്തോളം കാലം അവർക്ക് സഹായം അവിടെ കിട്ടില്ല. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ക്യാമറകൾ എല്ലാ സ്ഥലത്തും എത്തണം, സഹായം എല്ലാ സ്ഥലത്തും എത്തണം, യുവജനങ്ങൾ എല്ലാ സ്ഥലത്തും എത്തണം. അപ്പൊ മലയിൽ ഇനിയും എത്തിയിട്ടില്ല. റെസ്പോൺസിനെ പറ്റി PPS പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ പലപ്പോഴും കുട്ടികളൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അതിശയകരമായ റെസ്പോൺസാണ് കേരളത്തിലെ യുവാക്കളിൽ നിന്നുണ്ടായത്. പക്ഷെ ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രതിഭാസമല്ല. 2008 ചൈനയിലുണ്ടായ ഭൂമികുലുക്കത്തിൽ ഇതേ സംഭവമാണ് ഉണ്ടായത്. അവിടുത്തെ 1 ചൈൽഡ് കുട്ടികളെ ലിറ്റിൽ എംപ്രസ് ആണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർ സ്വാർത്ഥരാണ്, സമൂഹത്തിന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല എന്ന് ആണ് അന്ന് വരെ ചൈനീസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭൂമികുലുക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും മുന്നിൽ ഇറങ്ങിയത് അവരാണ്. അപ്പോൾ അത് തന്നെ തായ്ലൻഡിലെ ദുരന്തത്തിൽ, അതായത് 2010
വെള്ളപ്പൊക്കത്തിൽ 2011 വെള്ളപ്പൊക്കത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 2011 വെള്ളപ്പൊക്കത്തിൽ തായ്ലൻഡിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. യുവാക്കൾ ആ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അപ്പോൾ യുവാക്കൾ ഈ രംഗത്ത് ഇറങ്ങുന്ന ഒരു പുതിയൊരു പ്രതിഭാസമാണ്. സമൂഹ മാധ്യമത്തിന്റെ ഒരു രീതിയാകാം. എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളെ അവർ പരസ്പരം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു നമ്മളുടെ യുവാക്കളെ നമുക്കൊന്ന് ആദരിക്കണം, മത്സ്യത്തൊഴിലാളികളെ ആദരിച്ച പോലെ. ആദരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എന്നോട് ഈ കാര്യം ചോദിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു, യുവാക്കളെ ഈ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങിയതിനു വേണ്ടി ആദരിച്ച് 2 ബൊക്കെ കൊടുത്ത് അവർ വലിയ സംഭവമാണെന്ന് പറയുന്നതല്ല വാസ്തവത്തിൽ വേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യുവാക്കൾക്കൊരു സ്ഥാനം കൊടുക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ അധികാരത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് യുവാക്കളല്ല. നമ്മളുടെ അധികാരത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലാണ്. നമ്മളുടെ രാജ്യത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 40 വയസ്സിൽ താഴെയാണ്. വടക്കേന്ത്യയിലേക്ക് പോയാൽ 30 വയസ്സിൽ താഴെയാണ്. അപ്പോൾ എന്നാണ് 60 വയസ്സിന് മുകളിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അധികാരം 40 വയസ്സിന് താഴേക്ക് വരുന്നത്? ഇന്ത്യക്കായും എത്രയോ വലിയ എക്കോണമിയായ അമേരിക്കയിൽ 40 വയസ്സുള്ള ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്നു. ഫ്രാൻസിൽ, കേരളത്തെക്കായും ഇരട്ടി ജനസംഖ്യയുള്ള ഫ്രാൻസിൽ, കേരളത്തെക്കായും 100 വലിയ എക്കോണമിയുള്ള ഫ്രാൻസിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന 37 വയസ്സുള്ള ഒരാളാണ്. ഓസ്ട്രേലിയയിലെ പ്രസിഡന്റ് 32 വയസ്സേ ഉള്ളൂ. കാനഡയിലെ പ്രസിഡന്റ്. ഈ ഒരു കാലത്ത് 2018 നമുക്ക് എല്ലാ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാം അവരുടെ ക്യാബിനറ്റിന്റെ ആവറേജ് ഏജെങ്കിലും 45 വയസ്സിന്റെ താഴെ എത്തിക്കുന്നുണ്ട്. അതാ ആ അംഗീകാരമാണ് യുവാക്കൾക്ക് വേണ്ടത്. അല്ലാതെ യുവാക്കളെ വിളിച്ചു കഴിഞ്ഞിട്ട് PWD ഒരു അവാർഡ് കൊടുക്കുന്ന പോലെ അവാർഡ് കൊടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതാണ് എന്റെ ഒന്നാമത്തെ സജഷൻ. ഈ ദുരന്തത്തിന്റെ ചെങ്ങന്നൂർ തൊട്ട് വയനാട് വരെ സന്ദർശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ ശക്തിമത്തായ ഒരു ദുരന്തമായിരുന്നു. നിങ്ങളെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രളയം വളരെ ഉയർന്ന നിലയിൽ എത്തിയൊരു ദുരന്തമാണ്. പക്ഷേ 2011 മുതൽ കേരളത്തിൽ ഇതുപോലൊരു പ്രളയം ഉണ്ടാകുമെന്ന് നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പല ഫോറത്തിൽ, മീറ്റിങ്ങുകളിൽ, മനോരമയിൽ, മാതൃഭൂമിയിൽ, ബ്ലോഗിൽ, ഫേസ്ബുക്കിൽ തുടർച്ചയായി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും, അത് എവിടെ ഉണ്ടാകും എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നൊരു ആളാണ്. അതിന് കാരണം ഞാൻ ഇതുപോലുള്ള ദുരന്തങ്ങൾ വേറെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 2010 പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കം, 2011 തായ്ലൻഡിൽ ഉണ്ടായ വെള്ളപ്പൊക്കം, ഇത് രണ്ടും നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്കം പോലെ തന്നെ ഉള്ള വെള്ളപ്പൊക്കമായിരുന്നു. അണക്കെട്ടുകൾ, വലിയ മഴ, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അറിയുന്നത്. എത്ര വേഗത്തിലാണ് വെള്ളം പൊങ്ങുന്നതെന്നുള്ള ആളുകൾക്ക് അതിശയമാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. പലരും പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ വെള്ളപ്പൊക്കം പൂർണ്ണമായും 100% പ്രതീക്ഷിച്ചിരുന്നതാണ്. 2018 ഓഗസ്റ്റിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷെ ഇതുപോലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രമാത്രം വലുതും വ്യാപകവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. 1999 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന നമ്മുടെ വെള്ളപ്പൊക്കം കുറച്ച് സ്ഥലത്തെങ്കിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് പറവൂരൻ അടുത്ത് പുതിയകാവ് ക്ഷേത്രത്തിലാണ്, മലയാറ്റൂർ പള്ളിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ ഞാൻ രണ്ടാമത് പോയി. 2012 ഒരു പ്രാവശ്യം പോയി, ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാമത് പോയി. അന്ന് വെള്ളം എത്ര പൊങ്ങിയോ അത്ര വെള്ളം പൊങ്ങിയിട്ടില്ല. അതിന് ഒരടി താഴെയാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. ഒരു പരിധിവരെ നമ്മൾക്ക് ഇടുക്കിയിൽ അണക്കെട്ടുണ്ടായതുകൊണ്ടായിരിക്കണം ആ ഒരു അടി കുറയാൻ ആയിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ സമൂഹം ഒന്ന് മറന്നു. ഇത് മലയാളി സമൂഹത്തിന്റെ പ്രത്യേകതയൊന്നുമല്ല. ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും ദുരന്തങ്ങൾ മറക്കുന്നതിൽ വളരെ എളുപ്പമുള്ളതാണ്. അതൊരു പരിധിവരെ സമൂഹം ദുരന്തത്തെ പ്രോസസ് ചെയ്യുന്ന രീതിയായിരിക്കും, സൈക്കോസോഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയാകും. യുദ്ധങ്ങൾ മറക്കാൻ പക്ഷെ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. യുദ്ധങ്ങളെ പറ്റി നമ്മൾ പാനിപ്പട്ട് യുദ്ധം തൊട്ട്, പ്ലാസി യുദ്ധം തൊട്ട്, കുളച്ചൽ യുദ്ധം തൊട്ട്, ഇൻഡോ പാകിസ്ഥാൻ യുദ്ധങ്ങൾ വരെയുള്ള എല്ലാ യുദ്ധങ്ങളെയും നമ്മൾ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നു. പക്ഷേ ദുരന്തങ്ങളുടെ കാര്യം വരുമ്പോൾ 1970കളിലെ ബംഗാളിലൊക്കെ സ്ഥിരമായി ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കങ്ങളെ പറ്റി, ആന്ധ്രയിലെ ചുഴലിക്കാറ്റിനെ പറ്റി, എന്തിന് ഒറീസയിലെ സൂപ്പർ സൈക്ലോൺ വരെ 1 ലക്ഷം ആളുകളാണ് അതിൽ മരിച്ചത്. അതിനെപ്പറ്റി പോലും നമ്മൾ മരിച്ചു.
നമ്മൾ മറന്നു കഴിഞ്ഞു. നമ്മളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും മരിച്ചിട്ടുള്ളതിന്റെ 10 ഇരട്ടി ആളുകൾ മരിച്ച ഒറ്റ ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് മുഴുവൻ മറന്നുപോയി. നമ്മളതിനെപ്പറ്റി ആരും പഠിപ്പിക്കുന്നില്ല. ഈ ദുരന്തവും നമ്മൾ വലിയ താമസമില്ലാതെ മറന്നുപോകും. കുര്യൻ സാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. എവിടെയെല്ലാം ഈ വെള്ളപ്പൊക്കം ഉണ്ടായോ അവിടെയെല്ലാം അത് മാർക്ക് ചെയ്യും എന്ന്. അതുകൊണ്ട് സമൂഹം മറന്നുപോയാലും അത് എവിടെയെങ്കിലുമൊക്കെ വില്ലേജ് ഓഫീസിലാണെങ്കിലും പഞ്ചായത്ത് എല്ലാം കിടക്കും. അത് നോക്കിയിട്ടേ നമ്മൾ സ്ഥലം വാങ്ങുകയുള്ളൂ, അത് നോക്കിയിട്ടേ ബാങ്ക് ലോൺ കൊടുക്കുകയുള്ളൂ. ഇതെല്ലാം നല്ല കാര്യമാണോ? അതിനെപ്പറ്റി ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മെമ്മറിയിൽ അത് കിടക്കും. ഇങ്ങനെയാണ് മറ്റു സമൂഹങ്ങൾ ഈ മെമ്മറിയെ പ്രിസർവ് ചെയ്യുന്നത്. ജപ്പാനിൽ സുനാമി വരുന്ന ഒരു സ്ഥലത്ത് സുനാമി സ്റ്റോൺ എന്ന് പറയുന്നൊരു കല്ലിട്ടിട്ട് ആ കല്ലിനപ്പുറേ വീട് വെക്കരുത് എന്നാണ് സമൂഹം ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ദുരന്തം പ്രകൃതി നിർമ്മിതമാണോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള പല ആർഗ്യുമെന്റും വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ, വേൾഡ് ബാങ്ക് എല്ലാം ചിന്തിക്കുന്നത് എല്ലാ ദുരന്തങ്ങളും പ്രകൃതി നിർമ്മിതമാണ് എന്നുള്ളതാണ്. ഒരു ദുരന്തത്തിന്റെ മാത്രം കാര്യമല്ല, പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഉണ്ട്. വെള്ളപ്പൊക്കം പ്രകൃതി പ്രതിഭാസമാണ്, മഴ പ്രകൃതി പ്രതിഭാസമാണ്, ഭൂകമ്പം, സുനാമി എല്ലാം പ്രകൃതി പ്രതിഭാസമാണ്. അതിനെ ഒരു ദുരന്തമാക്കി മാറ്റുന്നത് ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ വഴിയിൽ നമ്മൾ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. അർത്ഥത്തിൽ എല്ലാ ദുരന്തങ്ങളും പ്രകൃതി മനുഷ്യനിർമ്മിതമാണ്. പക്ഷേ കേരളത്തിലെ ദുരന്തങ്ങളെ പറ്റി അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എന്റെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ആളുകളും പ്രകൃതി സ്നേഹികൾ തന്നെയാണ്. അത് മലയിലുള്ള ആളുകൾ പ്രകൃതി സ്നേഹം കുറവോ എന്നോ, ഇടനാട്ടിലുള്ള ആളുകൾ പ്രകൃതി സ്നേഹം കുറവെന്നോ, തീരപ്രദേശത്തുള്ള ആളുകൾ പ്രകൃതി സ്നേഹം കുറവോ എന്നോ ഉള്ളതല്ല. എല്ലാവരും പ്രകൃതി സ്നേഹികൾ തന്നെയാണ്. പക്ഷേ അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ, അവരുടെ പോക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യം വരുമ്പോൾ നമ്മുടെ പ്രകൃതി സ്നേഹത്തിന് ചെറിയൊരു മാറ്റം വരും. ഇപ്പൊ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പോലെ മലയിൽ ചില നിയന്ത്രണങ്ങൾ വരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളത് കാര്യത്തിൽ ഇടനാട്ടിലുള്ളവർക്കും തീരപ്രദേശത്തുള്ളവർക്കും യാതൊരു സംശയമില്ല. വളരെ ന്യായമായ കാര്യങ്ങളാണല്ലോ. മലയിൽ ഇത് ചെയ്യുന്നതുകൊണ്ടാണ്, ക്ലോറിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്, മണ്ണിടിക്കുന്നുണ്ടാണ്, ഇതൊക്കെ ഈ കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. നെൽപ്പാടങ്ങൾ നികത്തുന്ന കാര്യത്തിൽ മറ്റുള്ള മലയിലുള്ള ആളുകൾക്കും തീരപ്രദേശത്തുള്ള ആളുകൾക്കും വളരെ സ്വാഭാവികമാണല്ലോ. ആയിരക്കണക്കിനുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകമല്ലേ ഈ ഇടനാട്ടിലുള്ള ആളുകൾ പ്ലൈവുഡ് കമ്പനിക്ക് വേണ്ടി നികത്തുന്നത്. ഇത്ര മോശമായ കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. ഈ കണ്ടൽക്കാടുകൾ എന്നതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിഞ്ഞിട്ടില്ല. അത് വെട്ടി നശിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ മലയിലുള്ളവർക്കും ഇടനാട്ടിലുള്ളവർക്കും ഒരു സംശയമില്ല. തീരപ്രദേശത്തുള്ളവർക്ക് റിസോർട്ട് ഉണ്ടാക്കാൻ പോലും ഏതാണ് പട്ടണപ്രദേശത്തിൽ കർമ്മന പറയുന്നതല്ലേ, സ്വൈര്യമായി കള്ളക്കടത്ത് നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത് നമ്മളുടെ പോക്കറ്റിനെ ബാധിക്കുന്നവരെ നമ്മളെല്ലാം പ്രകൃതി സ്നേഹികളാണ്. കേരളം ഒരു വാർഡിൽ നിന്ന് ഒരു വാർഡിലേക്ക് മാറി ഇത് പരിസ്ഥിതി ലോലം, ഇത് പരിസ്ഥിതി ലോലമല്ല എന്നുള്ള തരത്തിലുള്ള ചിന്തയ്ക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. അറബിക്കടൽ മുതൽ സഖ്യപർവ്വതം വരെയുള്ള കേരളം എന്ന് പറയുന്നത് ഒരു വളരെ തിന്നായിട്ടുള്ള സ്ട്രിപ്പാണ്. കേരളത്തിന്റെ ഏറ്റവും വീതിയുള്ള സ്ഥലത്ത് എന്ത് വീതിയുണ്ട്? 150 കിലോമീറ്ററേ ഉള്ളൂ. അതിൽ തന്നെ വനത്തിന് എന്ത് വീതിയുണ്ട്? 30 കിലോമീറ്ററാണ്. കേരളത്തിന് മുകളിലൂടെ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് പോലും നിമിഷ വനങ്ങൾ നമുക്ക് കാണാനില്ല. ആമസോണിന്റെ മീതേക്ക് നാം സഞ്ചരിച്ച 6 മണിക്കൂർ സഞ്ചരിച്ചാലും നിമിട വനമാണ്. ആ വനങ്ങളാണ് നിലനിൽക്കാൻ പോകുന്നത്. 15 മിനിറ്റ് പോകുന്ന 100 കിലോമീറ്റർ വീതിയുള്ള നിമിട വനങ്ങളൊന്നും നിമിട വനങ്ങളായിട്ട് നിലനിൽക്കാൻ പോകുന്നില്ല. അതിന് പ്രകൃതിക്ക് ആ ഒരു ചെറിയ പാഴ്സൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ മനുഷ്യന്റെ ഗ്രീഡിന് വേണ്ടി ഈ സ്ഥലത്തെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തലമുറ കൊണ്ട് ഈ കേരളത്തെ നമുക്ക് മരുഭൂമിയാക്കാൻ പറ്റും. അപ്പോൾ കേരളത്തെ മൊത്തം ഒറ്റ യൂണിറ്റായി കണ്ട് നമ്മൾ പ്രകൃതിയെ അറിഞ്ഞാൽ മാത്രമേ കേരളത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിലാണെങ്കിലും കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് ആണെങ്കിലും വെറ്റ്ലാൻഡ് ആക്ട് ആണെങ്കിലും ഇതിനെ ഒരു യൂണിറ്റായി കണ്ട് സംരക്ഷിക്കുന്ന ഒരു രീതി ആയിരിക്കണം. ഇതിനെ ഒറ്റയ്ക്കായിട്ട് എടുക്കുമ്പോഴാണ് ആളുകളിൽ നിന്ന് എതിർപ്പ് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് ഞാൻ പറയുന്നത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം, കേരളം പോലെ ജനനിബിഡമായ സ്ഥലത്തിന് ഏറെ ക്ഷാമമുള്ള ഒരു സ്ഥലത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് തീരെ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ.
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിന്റെ ചാർജ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുമായി അടുത്ത് വന്നത്. ഇപ്പോൾ നമ്മൾ അഭിമാനിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു വെച്ച അദ്ദേഹത്തിന്റെ കാലത്താണ്. അത് അക്നോളജി ചെയ്തിട്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേരളം സ്ഥലത്തിന് ക്ഷാമമുള്ള ഒരു പ്രദേശമാണെന്നുള്ളൊരു ചിന്തയിൽ നിന്നല്ല എന്റെ ചിന്തകൾ വരുന്നത്. വാസ്തവത്തിൽ ഓരോ വർഷവും കേരളത്തിൽ സ്ഥലത്തിന്റെ ലഭ്യത കൂടി വരികയാണ്. 8 ലക്ഷം ഹെക്ടർ വരെ നമ്മൾ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 2 ലക്ഷം ഹെക്ടർ ആണ് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. 6 ലക്ഷം ഹെക്ടർ നമ്മളിപ്പോൾ നെൽകൃഷി ചെയ്യുന്നില്ല. 1965 തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉണ്ടായത്. എന്റെ വീട്ടിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കര നിലം ഇടിച്ചു പരത്തി വെള്ളമൊഴിച്ച് നെൽകൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. 3 നേരം 12 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഉറപ്പ് നമുക്കുണ്ട്. 8 ലക്ഷം ഹെക്ടർ നിലം നമ്മൾ കൃഷി ചെയ്ത കാലത്തേക്കായും ഭക്ഷ്യസുരക്ഷ ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതും നമ്മളുടെ ഭക്ഷ്യസുരക്ഷയും തമ്മിൽ വാസ്തവത്തിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇത് ലോകവ്യാപകമായ തത്വമാണ്. പക്ഷെ നമ്മളുടെ ചിന്ത ഇപ്പോഴും നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തി നേടിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉണ്ടാവില്ല എന്നുള്ളൊരു വളരെ തെറ്റായ ഒരു ധാരണയിൽ നിന്നാണ് നമ്മൾ നെൽകൃഷി സംരക്ഷണത്തെ പറ്റി ചിന്തിക്കുന്നത്. ആ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തിന് ക്ഷാമമില്ല. നെല്ലിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിലുള്ള ഒരു കൃഷി പോലും, കൃഷിസ്ഥലം അതിന്റെ വില, ഇപ്പോൾ കേരളത്തിൽ കൃഷി സ്ഥലത്തിന് എന്ത് വിലയുണ്ടോ ആ സ്ഥലത്തിന്റെ വിലയ്ക്ക് വാങ്ങി അത് ക്യാപിറ്റലായി കരുതി അതിൽ കൃഷിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, നമ്മളുടെ അധ്വാനം, കൃഷി വസ്തുക്കളുടേത്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃഷി പോലും കേരളത്തിൽ ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ഞാൻ റബ്ബർ കൃഷി ചെയ്യുന്ന ആളാണ്. 2 ഏക്കർ റബ്ബറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം റബ്ബർ കൃഷിയെ പറ്റി. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഓരോ വർഷത്തെ കൃഷി കഴിയുമ്പോഴും ഈ വെട്ടുന്ന സ്ഥലങ്ങളിൽ എനിക്ക് 50,000 രൂപയാണ് കിട്ടുന്നത്. പെരുമ്പാവൂരിൽ 1 ഏക്കർ കൃഷി സ്ഥലത്തിന് മിനിമം 1 കോടി രൂപയുണ്ട്, ചിലപ്പോൾ 2 കോടി രൂപ ഉണ്ടാവും. 2 കോടി രൂപ ക്യാപിറ്റൽ ഉള്ള ഒരു വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്ത് 50,000 രൂപ ലാഭം കിട്ടുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ യാതൊരു സെൻസ് ഇല്ലാത്ത ആളുകൾക്ക് പോലും അത് മനസ്സിലാവും. ഇത് വളരെ നോൺസെൻസ് ആണ്. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മണ്ടൻ അല്ലെങ്കിൽ മണ്ടി വന്ന് എന്റെ സ്ഥലം 2.5 കോടി രൂപയ്ക്ക് വാങ്ങുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഈ സ്ഥലത്തെ കെട്ടിപ്പിടിച്ച് കിടക്കാം. ഈ സ്ഥലത്തോടുള്ള, സ്ഥലത്തിന്റെ കൃഷിയോടുള്ള ആഗ്രഹമല്ല, സ്ഥലത്തെ ഒരു വസ്തുവായി കണ്ട് ആ വസ്തുവിനോടുള്ള ആർത്തി മാറാത്തോളം കാലം കേരളത്തിൽ പരിസ്ഥിതി സംരക്ഷണം സാധ്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കി പറ്റും. കേരളത്തിൽ സ്ഥലത്തിന്റെ വില ഈ തരത്തിൽ നിന്നാൽ കേരളത്തിന് വികസനം 2.0 ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പണമെല്ലാം ഉപയോഗിക്കാതെ മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമാണെന്ന് തോന്നുന്നു. രാജാക്കന്മാരുടെ കാലത്ത് സ്വർണ്ണമാക്കി നിലവറയിലാക്കുകയായിരുന്നു. ഗൾഫിൽ പോയ ആളുകളെല്ലാം അത് ഭൂമി ചെറിയ വീടും തുണ്ടുമാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചിന്ത, ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ ആ ചിന്തയെങ്കിലും ഒന്ന് ആലോചിച്ച് തുടങ്ങണം. അത് കേരളത്തിൽ ഭൂമിക്ക് യാതൊരു ഷോർട്ടേജുമില്ല. ഓരോ വർഷവും ഭൂമിയുടെ വിനിയോഗത്തിനുള്ള ആവശ്യം കുറഞ്ഞു വരികയാണ്. വിനിമയം ചിലപ്പോൾ കൂടുന്നുണ്ടാവും, പക്ഷെ വിനിയോഗത്തിനുള്ള ആവശ്യം കുറഞ്ഞു വരികയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റി പറ്റും. അങ്ങനെ മാറ്റിയാൽ മാത്രമേ നവകേരളം ഒക്കെ ഉണ്ടാകൂ. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോഴുള്ള പോലെ ആളുകൾ പുഴയുടെ തീരത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നു, മലയിൽ നിന്നും ആളുകൾ താഴേക്ക് വരുന്നു, കുട്ടനാട്ടിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നു, ചില സ്ഥലങ്ങളിൽ ഭൂമിയുടെ വില കൂടുന്നു, ഫ്ലാറ്റിന്റെ വില കൂടുന്നു. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 8 ലക്ഷത്തോളം ഫ്ലാറ്റുകൾ വെറുതെ കിടക്കുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും, ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട എല്ലാ ആളുകളും ഒരു ദിവസം ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമേ ഇപ്പോൾ വീടുകളുടെ കാര്യത്തിൽ കേരളത്തിലുള്ളൂ. ഈ കഴിഞ്ഞ സിറിയൻ റെഫ്യൂജി ക്രൈസിസിന്റെ കാലത്ത് ഒരു ദിവസം 1000 കുടുംബങ്ങളാണ് മാൽമോ എന്ന് പറയുന്ന സ്വീഡനിലെ ഒരു നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. സ്വീഡനിലെ ആ നഗരത്തിലെ പോപ്പുലേഷൻ 3,60,000 ഉണ്ടായിരുന്നു. ഒരു ദിവസം 1000 പേർ. ഒരു വർഷം കൊണ്ട് 3,60,000 റെഫ്യൂജീസ് വരും. ആദ്യം വന്ന ആളുകളെല്ലാം സർക്കാരിന് ലഭ്യമായ സ്ഥലങ്ങളിൽ പാർപ്പിച്ചു. അതിനുശേഷം മേയർ പറഞ്ഞു, ഫ്രീ ആയി കിടക്കുന്ന ഏതൊരു വീടും ഞാൻ പിടിച്ചെടുത്ത് റെഫ്യൂജീസിന് കൊടുക്കുന്നു. ആളുകളിൽ വലിയ എതിർപ്പുണ്ടായി. പക്ഷേ ജനാധിപത്യ രാജ്യമായിരുന്ന സ്വീഡനിൽ പോലും അതുപോലെയുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനും അവർക്ക് സാധിച്ചു. ജനീവയിൽ ഇപ്പോഴത്തെ പോലെ, കേരളത്തിലെ പോലെ വീടുകളുടെ വില അനിയന്ത്രിതമായി കൂടിയപ്പോൾ
വെറുതെ വീട് കയ്യിൽ വെച്ചിരിക്കുന്നത് വലിയ നഷ്ടമായ തരത്തിലുള്ള പബ്ലിക് പോളിസി ഉണ്ട്. അപ്പോൾ വീട് ഉള്ളത് ഒഴിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനമായി. 8 ലക്ഷം ഫ്ലാറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റുകളുടെ വില പകുതിയായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റുകളിലേക്ക് പുതിയ പണം പോകില്ല, ആ ക്യാപിറ്റൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും പോകും. ഫ്ലാറ്റുകൾ അതിനുവേണ്ടി കല്ല്, പാറ, മണൽ ഇതൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഇത് തന്നെയാണ് സ്ഥലത്തിന്റെ കാര്യം. കേരളത്തിന്റെ സ്ഥലത്തിന്റെ ആവശ്യം വാസ്തവത്തിലില്ല. വീട് വെക്കാനായിട്ട് സ്ഥലത്തിന്റെ ആവശ്യമുണ്ട്, കുറച്ച് സ്ഥലത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ യഥാർത്ഥമായി എന്തിനാണോ ഭൂമി ഉപയോഗിക്കേണ്ടത് അതിന് ഒരാവശ്യവും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ വില ഇപ്പോഴത്തെ വിലയുടെ 10-1 വിൽക്കാനായിട്ട് സ്ഥലമുണ്ട്. വാസ്തവത്തിൽ വിൽക്കാനായിട്ട് കൂടുതൽ സ്ഥലമുണ്ട്. ആ തരത്തിൽ ആണ് നമ്മൾ ചിന്തിച്ചത്. എങ്ങനെയാണ് കേരളത്തിലെ സ്ഥലത്തിന്റെ വില ഇപ്പോഴത്തെ വിലയുടെ 4-1 കുറയ്ക്കുന്നത്? പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളുടെ എല്ലാം ഇൻഷുറൻസ് പോളിസിയും ബാങ്ക് ഡെപ്പോസിറ്റും വയസ്സാകുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം എല്ലാം നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങളും കൂടി ഒരുക്കുന്നവരെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പ്രകൃതി സംരക്ഷണം സാധ്യമല്ല, ദുരന്ത നിവാരണവും സാധ്യമല്ല. ഞാൻ കുട്ടനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വരാം. കുട്ടനാട്ടിലെ ദുരന്തം വാസ്തവത്തിൽ കേരളവും ലോകവും അത്രമാത്രം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രളയം കഴിഞ്ഞു എന്നുള്ള ചിന്തയിലാണ് ലോകം ഇരിക്കുന്നത്. പക്ഷെ കുട്ടനാട്ടിൽ ദുരന്തം കഴിഞ്ഞിട്ടില്ല. പല വീടുകളിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അവർക്ക് തിരിച്ചു പോകാനായിട്ട് അറിയാമല്ല. ഞാൻ കുട്ടനാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പാലത്തിന്റെ മുകളിലാണ് അവരുടെ പശുക്കളെല്ലാം എപ്പോഴും നിൽക്കുന്നത്. അതിന്റെ പശുക്കൾ നിൽക്കുകയും ചാണകം ഇടുന്നതിന്റെ നടുക്ക് അടുപ്പ് കൂട്ടി ഒരു വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു. കാരണം അവരുടെ അടുപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇന്നലെ കുട്ടനാട്ടിലെ സ്ഥിതിയാണ് പറയുന്നത്. അപ്പോൾ കുട്ടനാട്ടിലെ പ്രളയത്തിന്റെ വ്യാപ്തി, പ്രളയത്തിന്റെ നേച്ചർ ആളുകൾ മനസ്സിലാക്കില്ല. ഒരു കാരണം എന്താണെന്ന് കുട്ടനാട്ടിൽ നമ്മൾ ഇന്ന് പോയാലും വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് 1 അടി വെള്ളം കൂടിയാൽ 1 അടി വെള്ളം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത ആളുകൾക്ക് മനസ്സിലാവില്ല. വെള്ളം വന്നപ്പോൾ കുട്ടനാടുകാർ വേണ്ട തരത്തിൽ പെരുമാറി. എല്ലാവർക്കും വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ മരണം അധികം ഉണ്ടായിട്ടില്ല. അത് കുട്ടനാട്ടിന്റെ ഡ്രാമ കുറയ്ക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകൾ പലതും ഇപ്പോഴും തുറന്നിട്ടില്ല. പല സ്കൂളുകളും വേറെ സ്ഥലത്ത് പോയി സ്കൂളുകൾ പഠിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ മൊത്തം ആളുകൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇവരുടെ പരീക്ഷ ഒരേ സമയത്ത് നടക്കുമെന്നുള്ള പേടി പേരൻസിനുണ്ട്. ആ പേടി ഉണ്ടെങ്കിൽ തന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങളെ അതൊരു പ്രശ്നം തന്നെയാണ്. കുട്ടനാടിന്റെ പുനർനിർമ്മാണത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കുട്ടനാടിന്റെ പഴമയെ പറ്റി പഠിച്ചേ പറ്റൂ. നമ്മൾ കുട്ടനാടിനെ ചിന്തിക്കുന്നത് വളരെ പഴയ ഒരു സ്ഥലമാണ് എന്നുള്ള മട്ടില്ല. കുട്ടനാട് വളരെ പഴയ സ്ഥലമല്ല. കുട്ടനാട് വളരെ പുതിയ ഒരു സ്ഥലമാണ്. മാത്രമല്ല നെൽകൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സ്ഥലമാണ്. പട്ടിണി കൊണ്ട് മാത്രം മരിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം. ഇങ്ങനെ 2 കാര്യം കൊണ്ടാണ് കുട്ടനാട് രൂപപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ കുട്ടനാടിനെ പോലൊരു സ്ഥലം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആ കാലത്ത് ആളുകളുടെ ജീവന് ഇത്രമാത്രം വാല്യൂ ഇല്ലായിരുന്നു. നെല്ലിന് വളരെ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പട്ടിണി വ്യാപകമായിരുന്നു. അന്ന് ഉണ്ടായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളിൽ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്തെ കൃഷിയോഗ്യമാക്കി എടുത്ത ഒരു തലമുറ. അത് വലിയൊരു വീരകൃത്യം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അതിന്റെ അർത്ഥം അത് കൃഷിഭൂമിക്ക് പറ്റിയുള്ള സ്ഥലമാണ് എന്നുള്ളതല്ല. ഇത് രണ്ടാണ്. മുത്തച്ഛൻ കുത്തിയ കിണറാണെന്ന് വിചാരിച്ചാൽ അതിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കരുത് എന്ന് ഒരു ചൊല്ലുണ്ട്. അതുപോലെ നമ്മളുടെ പൂർവ്വികർ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് മാത്രം അത് നിലനിർത്തേണ്ട കാര്യമില്ല. അത് ചെയ്തതിന് അതിൻ്റെതായ കാരണമുണ്ട്. നല്ല കാരണമാണ്. അവരന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് നെല്ലറകളൊക്കെ ഉണ്ടായത് എന്ന് വെച്ച് ഇപ്പോൾ നമ്മളുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് കുട്ടനാട്ടിൽ കൃഷി ചെയ്യേണ്ടത് അത്യാവശ്യമാണോ എന്നുള്ള ചിന്ത അതെനിക്കില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷേ കുട്ടനാട്ടിലെ ഒരു ശരാശരി കൃഷിഭൂമിയുടെ അളവ് 1 ഏക്കറിൽ താഴെയാണെന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അരി കൃഷി ചെയ്യുന്ന മറ്റു പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ കാര്യം വിടും, മറ്റു സ്ഥലങ്ങളിൽ 50 ഹെക്ടർ 100 ഹെക്ടർ, ഓസ്ട്രേലിയയിലാണെങ്കിൽ 400 ഹെക്ടർ വലുപ്പത്തിലാണ് നെൽഭൂമിയുടെ വലിപ്പം കിടക്കുന്നത്. എന്നോട് പെരുമ്പാവൂരുള്ള ഒരാൾ പറഞ്ഞു, അദ്ദേഹം പൊറോട്ടയ്ക്ക് വേണ്ടി വീറ്റ് ഇറക്കുമതി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു പഞ്ചാബിൽ നിന്ന് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്ന ലാഭമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വീറ്റ് ഇറക്കുമതി ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കതൊരു പേടിയാണ്. നമ്മൾ
ഓസ്ട്രേലിയയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ തരാതിരുന്നാലോ, നമ്മൾ തമിഴന്മാർ തന്നെ തരില്ല എന്നുള്ളൊരു പേടിയുണ്ട്. അത് പഴയ ചിന്തകളിൽ നിന്നുണ്ടാവുന്നതാണ്. തമിഴ്നാട്ടിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ആളുകൾ നമ്മൾക്ക് അരി തരുന്നത് മലയാളികൾ കഞ്ഞി കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത്. അതല്ല അവരുടെ രീതി. അവർ അരി ഉണ്ടാക്കുന്നു, നമ്മൾക്ക് അരി തന്നില്ലെങ്കിൽ പട്ടിണി എടുക്കാൻ പോകുന്ന അവരാണ്. നമ്മൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് അരി തന്നില്ലെങ്കിൽ ആദ്യം പട്ടിണി എടുക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള ആളുകളാണ്. നമ്മൾ 3-ാം ദിവസം വേറെ രാജ്യങ്ങളിൽ നിന്ന് അരി മേടിക്കും. അരിക്ക് ക്ഷാമമുള്ള അരിക്ക് ക്ഷാമമുള്ളൊരു ലോകത്തൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെ അനവധി രാജ്യങ്ങളിൽ അരി കഴിക്കുന്ന അനവധി രാജ്യങ്ങളിൽ അരിക്കൃഷി തന്നെയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഉപയോഗിക്കാതെ നിർബന്ധമായത് ചെയ്യണമെന്നില്ല. ഇതിന്റെ അർത്ഥം കുട്ടനാട്ടിൽ നെൽകൃഷി നിർത്തണമെന്നല്ല. കുട്ടനാട്ടിൽ കൃഷി ചെയ്യട്ടെ, പക്ഷെ അതിന്റെ കൃഷിയുടെ എക്കണോമിക്സ് കൂടി നമുക്ക് മനസ്സിലാക്കണം. ഒരു ഏക്കറിന്റെ താഴെയുള്ള സ്ഥലമാക്കി മുറിച്ച് പല മുറിയായി അതിൽ ഓരോ മുറിയും കൃഷി ചെയ്യാനായിട്ട് വാസ്തവത്തിൽ കുട്ടനാട്ടിലെ പുതിയ തലമുറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുതിയ തലമുറയിലെ ആളുകൾ കുട്ടനാട്ടിൽ തന്നെയല്ല നിൽക്കുന്നത്. അവർ കടന്നു പോകണം. മലയിലെ കാര്യം അതാണ്. മലയിലൊക്കെ ഭൂമിയും ചെറുതായി മുറിച്ച് ഒരു കൃഷിഭൂമിയും ആർക്കും ലാഭമില്ലാത്ത തരത്തിലായി കഴിഞ്ഞു. അപ്പോൾ പുതിയ തലമുറയെ കേരളം കുട്ടനാട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മിടുക്കന്മാരും മിടുക്കലുമായ ആളുകൾ കുട്ടനാട്ടിലേക്ക് വരുന്ന ഏത് തൊഴിലാണ് അവിടെ സാധ്യമാണ് ആയത്, അതിനെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കണം നമ്മൾ കുട്ടനാട്ടിനെ പറ്റി ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ടൂറിസമാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ കൃഷി ഒഴിവാക്കണമെന്നുള്ളതല്ല. ഞാൻ വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ കൃഷിയാണ്. സ്വിറ്റ്സർലാൻഡ് മുഴുവൻ കൃഷിയാണ്. പക്ഷേ ഈ കൃഷിയെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ടൂറിസവും മറ്റ് ബിസിനസ്സുകളുമാണ്. അപ്പോൾ കൃഷി തന്നെ ലാഭകരമായിക്കൊള്ളുന്നില്ല. കൃഷിഭൂമിയെ ചെറിയ തുണ്ടാക്കുന്നതിൽ അവിടെ നിയമപരമായ വിലക്കുകളുണ്ട്. ഒരു കുടുംബത്തിന് 10 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ 4 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്ക് 2.5 ഏക്കറായി വിഭജിക്കാൻ അവിടെ അവകാശമില്ല. അതിൽ ഒരു കുട്ടിക്ക് 10 ഏക്കർ ഏറ്റെടുത്ത് ബാക്കിയുള്ള പണം മറ്റു 3 പേർക്ക് വീതിച്ചു കൊടുക്കാനുള്ള അവകാശമുള്ളൂ. ഒരു കുട്ടിക്ക് അത് വേണ്ടെങ്കിൽ ഈ 10 ഏക്കർ സ്ഥലവും ഒപ്പമായി വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് തിരിച്ചെടുക്കാനുള്ള അത് വീതിച്ചെടുക്കാനുള്ള അവകാശമേ ഉള്ളൂ. കൃഷിഭൂമി തുണ്ടുണ്ടാക്കി പോകാനുള്ള അവകാശം അവിടെ ഇല്ല. അവിടെ കൃഷി അവിടുത്തെ കൃഷിഭൂമിക്ക് കേരളത്തിലെ കൃഷിഭൂമിക്കായും വില കുറവാണ്. ആക്ച്വലായിട്ട് 1 ഏക്കർ സ്ഥലം ജനീവയിൽ വാങ്ങാനായിട്ട് 1 ഏക്കർ സ്ഥലം ബംഗാളിൽ വാങ്ങുന്നതിലും വില കുറവാണ്. രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ 1 ഏക്കർ സ്ഥലം വിറ്റാൽ അവിടെ എനിക്ക് 2 ഏക്കർ തോട്ടം വാങ്ങാൻ പറ്റും. കാരണം കൃഷി ചെയ്താൽ എന്ത് ലാഭം ഉണ്ടാകുമോ ആ വിലയെ അവിടെ കൃഷിഭൂമിക്കുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ കൃഷി തുടരണം. ആ കൃഷിയെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയി കുട്ടനാട്ടിലെ കൃഷിക്ക് വലിയ ഭാവിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ചേഞ്ചോടെ മാത്രമേ നമുക്ക് കുട്ടനാടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടനാട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ നാടാണ്. അപ്പോൾ വെള്ളത്തിൽ ജീവിച്ച് അവിടെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ആയിരിക്കണം പുതിയ കുട്ടനാടിന്റെ അടിസ്ഥാനം. പുതിയ കുട്ടനാട് വെള്ളം കയറുന്നു ഇറങ്ങുന്നു, അതിൽ റോഡുകൾ, പാലങ്ങൾ, ബണ്ടുകൾ, ഇതെല്ലാം ആധുനികമായ ശാസ്ത്രീയമായ ഹൈഡ്രോളിക് മോഡലിംഗ് ഉപയോഗിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ശാസ്ത്രം ഉപയോഗിക്കുന്നതിൽ നമുക്ക് അത്രമാത്രം ഒരു പരിചയമോ പാരമ്പര്യമോ ഇല്ല. ശാസ്ത്രമൊക്കെ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് മാറണം. കുട്ടനാട്ടിൽ ഇപ്പോൾ ഈ മേൽനാട്ടിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് ടൺ മണ്ണാണ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അത് കുട്ടനാട്ടിൽ എന്താണ് ചെയ്യുന്നത്? കുട്ടനാട്ടിലേക്ക് വെള്ളം കയറി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? TPS നെതർലാൻഡ്സിലെ കാര്യം പറഞ്ഞു. ബണ്ടുകൾ വെച്ച് ഭൂമിക്ക് താഴെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാടിനെ ബണ്ടുകൾ തുറന്നു കൊടുത്ത് മേക്കിംഗ് സ്പേസ് ഫോർ വാട്ടർ എന്ന് പറയുന്ന വിപ്ലവകരമായ രീതിയിലാണ് അവർ ഇപ്പോൾ നെതർലാൻഡ്സിലെ പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന നെതർലാൻഡ്സിലായിരുന്നു. ബണ്ടുകൾ പൊട്ടും 1000-കണക്കിന് ആളുകൾ, 10000-കണക്കിന് ആളുകൾ, 50,000 ആളുകൾ മരിച്ച ദുരന്തങ്ങൾ നെതർലാൻഡ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1952 ശേഷം വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ബണ്ടുകൾ അടച്ചു കെട്ടിയല്ല, ബണ്ടുകൾ തുറന്നു കൊടുത്തിട്ടാണ്. അതായത് വെള്ളം അവിടെ ഉണ്ട്, വെള്ളത്തിന് വരാനുള്ള അവകാശമുണ്ട്. ഇത് കുട്ടനാട്ടിൽ ചെയ്യാതെ യാതൊരു മാർഗവുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു തലമുറ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും. കാലാവസ്ഥ വ്യതിയാനം വരികയാണ്. 1 മീറ്ററാണ് കടലിലെ വെള്ളം ഉയരാൻ പോകുന്നത്. ഈ 1 മീറ്റർ ഉയർന്ന വെള്ളത്തെ മഴയുടെ സാന്ദ്രത കൂടാൻ പോവുകയാണ്. മഴയുടെ മൊത്തം അളവ് കൂടുക കുറയോ എന്നുള്ള കാര്യത്തിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്.
പക്ഷെ മഴയുടെ സാന്ദ്രത കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കൂടുതൽ മഴ കുറച്ച് സമയം കൊണ്ട് പെയ്യും. അപ്പൊ വെള്ളം കൂടുതൽ വരുന്നു, കടൽ നിരപ്പ് ഉയരുന്നു, വെള്ളം പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുന്നു. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ മാത്രമല്ല എറണാകുളത്തും സ്ഥിര സംഭവമാണ്. എറണാകുളത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫിയിലെ ഡോക്ടർ ദിനേഷ് കുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. എറണാകുളത്ത് ഏതൊക്കെ സ്ഥലങ്ങൾ സ്ഥിരമായി കുളമാവും എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുണ്ട്. കേരളം മുഴുവൻ കാണേണ്ട മാപ്പാണത്. കുട്ടനാട്ടിലും ഇതുപോലെയുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ, വെള്ളത്തിന്റെ വരവും പോക്കും, സലൈനിറ്റിയുടെ വരവും പോക്കും, മണ്ണിന്റെ വരവും പോക്കും അറിഞ്ഞ് കുട്ടനാട്ടിനെ വികസിപ്പിച്ചാൽ മാത്രമേ കുട്ടനാട്ടിന് സുസ്ഥിരമായൊരു ഭാവിയുള്ളൂ. പക്ഷെ നമ്മൾ തൽക്കാലം ഒരു ബണ്ട് പൊളിഞ്ഞു, ആ ബണ്ട് പുനർനിർമ്മിക്കാം, 1.5 മീറ്റർ കൂടുതൽ ബണ്ട് നിർമ്മിക്കാം എന്നുള്ള തരത്തിൽ കുട്ടനാട് നിർമ്മിക്കാൻ പോയാൽ അത് പ്രകൃതിയായുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മനുഷ്യൻ തോക്കുമെന്നുള്ള കാര്യത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് അതിൽ സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. TPS അതിനെ പറ്റി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ദുഃഖമുണ്ടാവുന്ന സ്വാഭാവികമാണ്. ആ ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നതല്ല. പക്ഷേ ഈ ദുഃഖത്തിന്റെ സാഹചര്യം മാറ്റിയില്ലെങ്കിൽ ആ ദുഃഖം മറ്റുള്ളവരിലേക്ക് പടരുമെന്നല്ലാതെ ദുഃഖത്തിലുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്ന കാലമാണ് ഓണക്കാലം. ആ ഓണക്കാലം ഈ തവണ വെള്ളത്തിൽ പോയി. ഈ തവണ ഓണവും വലിയ പെരുന്നാളും ഒരുമിച്ച് വന്ന കാലമായിരുന്നു. ഇത് രണ്ടും ഈ വർഷം വെള്ളത്തിൽ പോയി. കുട്ടനാട്ടിലെ വള്ളംകളി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവേശം മാത്രമല്ല തൊഴിലും നൽകുന്നിടത്തതായിരുന്നു. അത് വെള്ളത്തിൽ പോയി. ഇതിനെ നമ്മൾ ഇനിയും അടുത്ത വർഷം ആകട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് കുട്ടനാട്ടുകാരോട് ചെയ്യുന്ന സഹാനുഭൂതിയല്ല, കുട്ടനാട്ടുകാർക്ക് ചെയ്യുന്ന നാശമായിരിക്കും. കുട്ടനാട്ടിൽ ആഘോഷങ്ങൾ ഇനിയും വേണം. അത് ഏറ്റവും വേഗത്തിൽ പറ്റുന്ന എന്തെങ്കിലും എത്രയും വേഗത്തിൽ വേണം. അത് ഔചിത്യബോധത്തോടെ നമുക്ക് ചെയ്യാം. പക്ഷേ അത് അവർക്ക് കൂടി നന്മയാണെന്ന തരത്തിൽ വേണം. തായ്ലൻഡിൽ 2011 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞാൻ തായ്ലൻഡിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ബാങ്കോക്കിൽ വെള്ളം കയറുമോ എന്ന് പേടിച്ച ആളുകൾ ഇരിക്കുകയാണ്. ബാങ്കോക്കിന് ചുറ്റും വെള്ളമാണ്, അതിന്റെ മുകളിൽ മലനിരകളാണ്. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുന്ന വളരെ തമാശയുള്ള പേരിൽ ഒരു ടൂറിസം പ്രൊമോഷൻ, അതായത് ബാങ്കോക്കിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളെയും സാധാരണഗതിയിൽ അവരെല്ലാം ക്യാൻസൽ ചെയ്യാണ്. അവരോട് പറഞ്ഞു ബാങ്കോക്കിൽ എത്തുന്ന എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് മലകളിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് തരാം, ഗ്രേറ്റ് എസ്കേപ്പ്, ഞങ്ങൾ ഓടുകയാണ് നിങ്ങൾ ഓടിക്കും. പക്ഷേ മലനിരകളിൽ ഡിസ്കൗണ്ട് ചെയ്ത് ആളുകളെ വിളിച്ചു വരുത്തി. അതുകൊണ്ട് ബാങ്കോക്കിനും നഷ്ടം പറ്റിയില്ല, തായ്ലൻഡിനും നഷ്ടം പറ്റിയില്ല. അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി ഫ്ലറിഷ് ചെയ്യണം ചെയ്ത് 800 ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിലുള്ളതെന്നാണ് ഞാൻ വായിച്ചത്. ആ ഹൗസ് ബോട്ടുകളിൽ ഇപ്പോൾ തീരെ ഡിമാൻഡില്ല എന്നുമാണ് ഞാൻ വായിച്ചത്. ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ടാകും. അപ്പോൾ ആലപ്പുഴയിൽ ഒരു ടൂറിസം മേള നടത്തേണ്ട ഏറ്റവും വലിയ സമയം, ജലമേളകൾ നടത്തേണ്ട ഏറ്റവും വലിയ സമയം ആണ് ഇപ്പോൾ. ആലപ്പുഴയിലേക്ക് മാത്രമല്ല കേരളത്തിലേക്ക് മുഴുവൻ സന്തോഷത്തിന്റെ ഒരു കുമിള കൊണ്ടുവന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം എല്ലാവരും, പ്രളയത്തിൽപ്പെട്ടവർ മാത്രമല്ല പ്രളയത്തിൽപ്പെടാത്തവരും ഒരു ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അത് മാറ്റിയെടുത്തേ പറ്റൂ. ഈ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് നമ്മൾ തീർത്തും മനസ്സിലായിട്ടില്ല. ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം കേരളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നാളെ തിരിച്ച് സിനിമയ്ക്ക് പോകുന്നത്. ഈ ലെക്ചറിന് എന്നെ വിളിച്ച് ഫൗണ്ടേഷൻ ഭാരവാഹികളോട് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് കേട്ടിരുന്ന ജനപ്രതിനിധികളോടും മറ്റുള്ളവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഏതെങ്കിലും സമയത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ളൂ. നന്ദി, നമസ്കാരം. ഫൗണ്ടേഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ശ്രീയക് ജോസഫ്, മോഡറേറ്റർ അംബാസിഡർ TP ശ്രീനിവാസൻ, ഈ വേദിയിലിരിക്കുന്ന എൻ്റെ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രഭാഷകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കോട്ടയം ഭാഷയിലെ നമ്മുടെ പച്ച ഭാഷയെ കുറിച്ച് സംസാരിക്കാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇതോ പ്രഭാഷണം. മുരളിയുടെ പറഞ്ഞ് ഞാൻ ഡിസാസ്റ്ററിൻ്റെ ഒരാളായി മാറി എന്നുള്ളത് അത് ശരി തന്നെയാണ്.
പക്ഷേ എൻ്റെ സർവീസ് തുടങ്ങിയത് ഇതിലുമൊക്കെ വലിയൊരു ഡിസാസ്റ്ററാണ്. കാരണം ഞാൻ വെസ്റ്റേൺ ഒറീസയിലെ ഒരു 3 വർഷത്തോളം ഡ്രൗട്ടായി. അവിടെ ആളുകൾ പട്ടിണി മരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഞാൻ അവിടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ സബ് കളക്ടറായിട്ടും ഒറീസയിലെ കലഹണ്ടി ജോലി ചെയ്തു. അവിടെ 5.5 വർഷം ഒരു ജില്ലയിൽ ജോലി ചെയ്തു. 5.5 വർഷം ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേക്ക് സ്വല്പം ആ ഡ്രൗട്ട് സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ സർവീസ് തുടങ്ങിയത് ഇതിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് മൂത്ത് വന്ന സമയത്ത് CM എന്നോട് ചോദിച്ചു, ഈ 50 ഒക്കെ എങ്ങനെയാണ് താൻ ഉറങ്ങാതിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഈ തീ കുരുത്താൽ വെയിൽ പാടില്ലെന്ന് കേട്ടില്ലേ. ഞാൻ കുരുത്തത് തന്നെ അവിടെ ഈ മരണമൊന്നുമല്ല, അവിടെ ജപ്പാൻ ജ്വരം. ഞാൻ കോട്ടയത്ത് നിന്ന് കളക്ടറായിരുന്ന ജപ്പാൻ ജ്വരമുണ്ട്. ആകെ 4 പേരാണ് മരിച്ചത്. അന്ന് ഹെൽത്ത് മിനിസ്റ്റർ നമ്മുടെ BM സുധീരൻ സാറാണ്. ഇവിടെ 5 മണിയാകുമ്പോൾ വിളിക്കും, PH ഇന്നാരെങ്കിലും മരിച്ചോ? അപ്പം ഞാൻ അതിന് 2-3 വർഷം മുമ്പ് ഒറീസയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം 50 വീതമാണ് മരിക്കുന്നത്. അതേ രീതിയിലാണ് നമ്മുടെ വ്യത്യാസം എന്ന് പറയണം. അതായത് തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത്. അവിടെ എത്രയോ പേര് പട്ടിണി കൊണ്ട് മരിച്ചു, എത്രയോ പേരോ ഈ ഇതുപോലത്തെ സാങ്കേതിക രോഗം കൊണ്ട് മരിക്കുന്നത് കണ്ടാണ് ഞാൻ എൻ്റെ കുറേ സർക്കാരി കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോട്ടയംകാരൻ നിങ്ങളുടെ അടുത്തായിട്ടുള്ളതാണ്. അത് എൻ്റെ പ്രൈവറ്റ് സംസാരമാണ്, അത് ഔദ്യോഗിക ഭാഷ അല്ല. അപ്പം ആദ്യം ഇങ്ങനത്തെ ഒരു സംഭവം 8-ാം തീയതി മുതൽ 9-ാം തീയതി വെളുപ്പിലെ 2:28 NDRF ഞാൻ ആദ്യത്തെ മെസ്സേജ് 2:28 അയക്കുന്നത്. അന്നേരം തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇന്ന് വരെ തീർന്നിട്ടില്ല. അതുവരെയുള്ള പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ടൈം പകലും ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. 8-ാം തീയതി വൈകിട്ട് തുടങ്ങി 9-ാം തീയതി വെളുപ്പിനെ ഫോഴ്സിനെ വിളിച്ചു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നു. മുരളി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു വർഷമോ 1.5 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ തന്നെ ഇദ്ദേഹം മറ്റേ നോസ്ട്രഡാമസ് ആണെന്ന് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. പുള്ളി വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് ശരിയായിട്ടില്ല. തിരുവഞ്ചൂർ സാർ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞ പിന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു വലിയൊരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടായി. അതിനകത്ത് പ്ലാനും ഫ്ലഡിൻ്റെ ഒരു മോഡൽ ഈ 1999 വെള്ളപ്പൊക്കത്തിൻ്റെതും 1913 വെള്ളപ്പൊക്കത്തിൻ്റെ മോഡൽ എൻ്റെ മുറിയിൽ എപ്പോഴും എനിക്ക് കാണാം. ഈ സ്ഥലങ്ങളിൽ 1924 ഇത്ര വെള്ളം വന്നു, 13 ഇത്ര വെള്ളം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ വലിയ ഒരു ബുക്കുണ്ട്, ഒരു വലിയ പ്ലാൻ ഉണ്ട്. എല്ലാ ജില്ലയിലും ഡിസാസ്റ്ററിൻ്റെ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അപ്രൂവ് ചെയ്ത് ഗവൺമെന്റ് ഉത്തരവായി ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലൊന്നും വായിച്ചതല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യർ എപ്പോഴും അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് 100 കൂട്ടം ജോലിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് എപ്പോഴും ഇങ്ങനെ ഓർമ്മയാണ്. നമ്മൾ കാര്യം അതിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഞാനുള്ള സത്യമായി പറയാം. ഇത് വന്ന കഴിഞ്ഞ സമയത്ത് അതിനകത്ത് നമ്മൾ NDRF അയക്കണം, ആർമിക്ക് അയക്കണം, നേവിക്ക് അറിയണം, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്തുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ജോയിന്റ് സെക്രട്ടറി എയർഫോഴ്സ്, ജോയിന്റ് സെക്രട്ടറി നേവി, ജോയിന്റ് സെക്രട്ടറി ആർമി, ഈ 3 MHAയിലുള്ള ആളുകൾക്കാണ്, ഡിഫൻസിലുള്ള 3 ജോയിന്റ് സെക്രട്ടറിമാർക്കാണ് റിക്വസിഷൻ അയക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മാത്രം അതിനകത്ത് എഴുതിയിരുന്നില്ല. ഇതുപോലത്തെ ഒരു പ്രളയം വന്നാൽ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെ വിളിക്കണമെന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടില്ല. അത് ആദ്യം തോന്നിയത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കളക്ടറാണ് എന്നോട് പറഞ്ഞത് നമുക്കൊരു 5 പേരെ വിടാം. അവർ ഇങ്ങോട്ട് കയറി വന്നാൽ എന്ത് പറഞ്ഞാലും കൊല്ലം കളക്ടർ ആദ്യം ഒരു 3 ബോട്ടിനെ പത്തനംതിട്ട വിട്ടു. രാത്രിക്ക് അവന്മാർ എത്തിയ ഉടനെ രാത്രി തന്നെ പണി തുടങ്ങി. അപ്പം നമ്മുടെ NDRF ആർമി ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് രാത്രിക്ക് പറ്റുന്നില്ല. രാത്രിക്ക് വന്നപ്പം ഞങ്ങൾ രാത്രി ഒരു 12 മണിയായപ്പം പെട്ടെന്ന് അവിടുന്ന് ഒരു 10 എണ്ണത്തിനെ കൂടെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അച്ഛന്മാരോ അവരാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇവരെല്ലാം കൂടെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് അവർ കൊടുത്ത മെസ്സേജിന് അവർ റെസ്പോണ്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുകയും അവർ വന്ന് ആ ധീരപ്രവർത്തി നടത്തുകയും ചെയ്തു. സോ മുരളി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ യുവാക്കൾ ഇത് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ കാണുകയല്ല. ഞാൻ ഈ വാർ റൂമിൽ ഇരുന്നു കൊണ്ട് ഓരോരുത്തർ നടത്തുന്ന സംഭവം കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥ ഏറ്റവും വലിയ റെസ്ക്യൂ നടത്തിയത് അതാത് പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാരാണെന്നുള്ളതാണ് സത്യം ഇൻ ടേംസ് ഓഫ് നമ്പർ. അപ്പോൾ 2 ദിവസം 3 ദിവസം ഇരുന്ന് എൻ്റെ ബന്ധുക്കളടക്കം എൻ്റെ പരിചയക്കാർ വിളിക്കുന്നു. അവിടെ എയർഫോഴ്സിനെ വിടുന്നു, ആർമിക്കാരനെ വിടുന്നു. അവർക്ക് ആർക്കും ഇറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വീടുകളിൽ ആളുകൾ താമസിക്കുകയും അവിടുത്തെ വെള്ളം അത് ഉയർന്ന പ്രദേശം എന്ന് വെച്ചാൽ റാന്നി, വഴഞ്ചേരി, ആറന്മുള ഇവിടുത്തെ വെള്ളം ഒരു 3 ദിവസം കൊണ്ട് ഇറങ്ങിയപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് നാട്ടുകാർ ചെന്ന് ഈ മുകളിലിരുന്നവരെ പതുക്കെ പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എൻ്റെ ഓൺ ബന്ധുവിനെ ഈ എയർഫോഴ്സ് വിട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത വീട്ടിൽ ഓടുവീടായിരുന്നു. ഓടുവീടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിന് താഴാൻ പറ്റില്ല. അപ്പോൾ അവരെ നോക്കി വെച്ചാൽ അവർ തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞു ഞാൻ അവിടെ പോയി നോക്കി
മോളിൽ ഇരിപ്പുണ്ട്, ഭരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഓർമ്മ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടിയാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോയത്. അങ്ങനെ കടന്നു പോരുന്ന സമയത്ത് ഒരൊറ്റ കാര്യം, അത് മുരളി പറഞ്ഞ പോയിന്റിലേക്ക് അവസാനം വരികയുള്ളൂ. അന്നേരം 2ാം ക്ലാസ്സിൽ ഒരു പാഠം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. ദുരം മൂത്താൽ കരയും എന്നാണ് ആ പാഠം. അതെന്തോ ഒരു ഈ പിന്നെ മത്സ്യമേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, പക്ഷെ എൻ്റെ വാക്ക് ഓർക്കുന്നു. ഇവിടെ ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നു. ദുരം മൂത്താൽ കരയുമെന്നായിരുന്നു ആ പാഠം. അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കണ്ടു. നമ്മളൊരു ദുരം മൂത്താൽ കരയും, ആർത്തി, ദുരമൂത്താൽ കരയുമെന്നായിരുന്നു ആ പാഠത്തിന്റെ പേര്. അതൊക്കെ ഒരു മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട തീരത്തിന്റെ സ്റ്റോറിയാണ്. അത് ശരിയാണ് എന്ന് 2ാം ക്ലാസ്സിൽ പഠിച്ച പാഠം പ്രാവർത്തികമായി. ഈ കർത്താവ് നമ്മളെ പ്രവചനം പൂർത്തിയായി എന്ന് പറയുന്ന മാതിരി 2ാം ക്ലാസ്സിൽ പഠിച്ച പാഠം പൂർത്തിയായി എന്ന് മനസ്സിലായി. അത് ഓൺ എക്സ്പീരിയൻസ് പോലെ നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കേരളത്തിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എൻവയറൺമെന്റിന്റെ കൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അതിന് മുമ്പ് വ്യവസായം, ഈ മണ്ണെടുക്കുക, കല്ലെടുക്കുക, ഇതിൻ്റെ എല്ലാം ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇതിനകത്തൂടെ എല്ലാം നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. ഒരു സൈഡിൽ കൂടെ എൻവയറൺമെന്റലിസ്റ്റുകൾ അവരുടെ കാര്യം പറയുന്നു, മറു സൈഡില് ജനങ്ങളുടെ ആവശ്യം. ഇതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരുകൾക്കും അത് ചെയ്യുന്ന മന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ചുമതലയാണ്. മന്ത്രിയായിരുന്ന ആളുകൾക്കറിയാം. ഈ 2 തരത്തിലുള്ള ഡിമാൻഡും വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതാണല്ലോ ഭരണം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെല്ലാം പങ്കെടുത്ത ഭാഗത്ത് നമ്മൾ ആ ഒരു തരത്തിൽ ആ വ്യൂ എല്ലാം ഇപ്പം കുറെ മാറി. പിന്നെ ഈരാറ്റുപേട്ടയൊക്കെ ഈ ഭാഗത്താണ്, നമ്മുടെ തിടനാട്, അവിടെയൊക്കെയാണ് പണ്ട് ഉരുൾപൊട്ടിക്കൊണ്ടിരുന്നത്. 95 ഞാൻ റവന്യൂവിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് PK അയ്യങ്കാർ എന്ന് പറഞ്ഞ മറ്റേ ആറ്റമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിരുന്ന അദ്ദേഹവും ഞാനും പിന്നെ അന്നത്തെ സെസിന്റെ ഡയറക്ടർ ഒരു PM നായർ, ഞങ്ങളൊരു റിപ്പോർട്ടുണ്ട് ഈ സെസിനെ. ഞങ്ങളത് ഇവിടെ പഠിക്കാൻ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉൾപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കോട്ടയത്തിന്റെ കിഴങ്ങ ഈ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടായി, ഈ 2 പേര് വരികയും ചെയ്തു. അതിന് മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ അന്ന് സ്ഥിരമായിരുന്നു. 90s ഉണ്ടാണ് ഞങ്ങൾ അന്ന് പഠിക്കാൻ പോയത്. അന്ന് വയനാട്ടിലൊന്നും പഠിക്കാൻ പോയില്ല. ഈ ഭാഗമാണ് ഞങ്ങൾ പഠനത്തിന് ചേർത്ത് സ്ഥിരമുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടും. പക്ഷെ ഇതുപോലെ ഉരുൾപൊട്ടിയ ഒരു സാധനം മുരളിയെ പോലെയുള്ളവർക്ക്, ഈ നോസ്ട്രഡാമസുകൾക്ക് അത് പ്രവചിക്കാൻ പറ്റുന്നുള്ളൂ. ഇതെല്ലാം ഞങ്ങൾ ഒരു വലിയ GSI സ്റ്റഡി ഉണ്ടാക്കി. ഈ പിന്നെ ഉരുൾപൊട്ടൽ മേഖലയുടെ ഒരു മാപ്പ് അത് ഇരിപ്പുണ്ട് എൻ്റെ റൂമിലുണ്ട്. ഈ മേഖലകളെല്ലാം ഉരുൾപൊട്ടാൻ സാധ്യതകളാണെന്നുള്ളത് താരം കണ്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു വലിയ മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മാപ്പിനകത്തേക്ക് പാറ പൊട്ടിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാറ ബ്ലാസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്രയോ ഹൈക്കോടതി കേസുകൾ വന്നിട്ട് നമ്മളെ അത് മാറ്റിയിട്ട് അവിടെ പാറ പൊട്ടിക്കാൻ വേണ്ടി ഹൈക്കോടതി കേസും അതിനെ എതിർക്കുന്ന എൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ ലോറി ഇടിച്ചു കൊല്ലുന്നവരെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് പറഞ്ഞ അവസ്ഥയുണ്ട്. ഇതിനകത്തെല്ലാം ദുരയുടെ കാര്യമാണ് ഞാൻ അവിടെ നിന്ന് ഓർക്കുന്നത്. 2007 6 7 അന്നത്തെ ഹൗസിംഗിന്റെ മന്ത്രി ശ്രീ ബിനോയ് വിശ്വം ഒരു ഹാബിറ്റാറ്റ് പോളിസി, അത് HDFCയുടെ CMD ആയിരുന്ന V സുരേഷ്, HDFC അല്ല നമ്മുടെ ഹെഡ്കോർട്ടർ, അദ്ദേഹത്തെ കൊണ്ടാണ് അത് എഴുതിച്ചത്. വലിയൊരു കമ്മിറ്റികളൊക്കെ ഉണ്ട്. ആ സമയത്ത് സുരേഷ് എൻ്റെ അടുത്ത് പഴയ പരിചയക്കാരനായിരുന്നു ചർച്ച ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു. അത് വേറൊന്നുകൊണ്ടല്ല, ഒന്ന് കേരളത്തിൻ്റെ ഭൂമിയുടെ വില ഇങ്ങനെ ഉയരുന്നത്, 1. 2 ഈ പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഡിമാൻഡ്, ഈ എൻവയറൺമെൻറ്റിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഈ കല്ലും മണ്ണും ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഹൈ റൈസ് കൺസ്ട്രക്ഷൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഹാബിറ്റാറ്റ് പോളിസിക്കകത്ത് ഇത് പറഞ്ഞ് സുരേഷിൻ്റെ അടുത്ത് സംസാരിച്ചു വിട്ടു. അവസാനം അത് സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ ബിനോയ് വിശ്വം സാറിൻ്റെ റൂമിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് സമ്മതിക്കത്തില്ല. അത് ഈ നിങ്ങളൊക്കെ ഈ ഹൗസിംഗ് നടത്തുന്ന കമ്പനിക്കാരുടെ പേരെന്താ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, അങ്ങനെയുള്ള കുത്തകളുടെ വക്താക്കളാണ് എന്ന് നമ്മൾ ഈ ഒരു സയന്റിഫിക് സെൻസ് പറയുമ്പോൾ ആ കുത്തകളെ സഹായിക്കാനും അവർക്കങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതൊന്നും ഞങ്ങളുടെ ഐഡിയോളജിക്ക് ബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അതോട് പറയും, സാറ് പോയി 2 വർഷം കമ്മ്യൂണിസ്റ്റ് പഠിച്ച രാജ്യമേ അവിടെ ഇല്ല. ഇത് എപ്പോഴും പറഞ്ഞത് നേരിട്ട്, ആ രാജ്യം പോലും അവിടെ ഇല്ല. ഇപ്പോഴത്തെ കാര്യം നോക്കും, ഈ പറയുന്ന വസ്തുതയാണോ എന്ന് മാത്രം നോക്കും. എന്തിനാണ് അത് തന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞത്, ഐഡിയോളജി വെച്ച് പോകേണ്ട കാലമല്ല. ഐഡിയോളജിക്കൊക്കെ ഓരോന്നിനും ഓരോ കാലത്തിന് ഒരു പ്രസക്തിയുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ കാലം വന്നു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ സയന്റിഫിക്കായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ റിയലായി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാറി വരുന്ന കാലാവസ്ഥ കാലത്ത് റിയാലിറ്റിയും സയൻസും വെച്ച് മുന്നോട്ട് പോകുക അത് വളരെ ആവശ്യമാണ്. അത് വളരെ ആവശ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാൻ ഈ ദുരന്തം നമ്മളെ സഹകരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കേരളത്തിൻ്റെ
ഒരു മനസ്ഥിതി ഈ ലാൻഡ് റിഫോം നിയമം, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം കേരളത്തിൽ വലിയൊരു മനസ്ഥിതി വന്നു. ഒരു കിടക്കാടമില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. പണ്ട് ആമക്കളില്ലെങ്കിൽ മോക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു കിടക്കാടമില്ലെങ്കിൽ അവന് ജീവിച്ചിട്ട് കാര്യമില്ല. അതിൽ നമ്മോട് തുടങ്ങി എല്ലാവർക്കും ഭൂമി. അങ്ങനെ വന്ന് തിരുവഞ്ചൂർ സാറിൻ്റെ ഗവൺമെൻറ് ഒരു പോളിസിയും കൂടെ കൊണ്ടുവന്നു. ഭൂരഹിതർ ഇല്ലാത്ത കേരളം. അന്ന് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് ഇത് വെറും ഫ്രോഡാണ്, നടക്കുന്ന കാര്യമേ. ഇങ്ങനെ പറഞ്ഞത് ഞാൻ എല്ലാം തുറന്നു പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു വേദിയായതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. ഉമ്മൻചാണ്ടി ചേട്ടൻ പറയാറ് ഇത് നടക്കുന്ന കാര്യമല്ല, നടന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അന്ന് ചെയ്തത് അതിൽക്കൂടെ ചെയ്തതെന്നാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ വർഷങ്ങളായിട്ട് നമ്മൾ ആളുകളെ ഭൂ ഉടമകളാക്കാൻ വേണ്ടി 5 സെന്റും 10 സെന്റും അവസാനം 2 സെന്റ് വരെ ആയിരക്കണക്കിന് പതിച്ചു കൊടുത്തു. എവിടെയാ ഭൂമി ഉണ്ടായിരുന്നത്? 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്നാ കുന്നുമുട്ടിയിലും ഒന്ന് പിന്നെ ഈ ആറിന്റെ തീരത്തുള്ള പുറമ്പോക്കും ഈ താന്നു കിടന്ന പ്രദേശങ്ങളും. ഇത് മുഴുവൻ നമ്മൾ ആളുകൾക്ക് പതിച്ചു കൊടുത്ത് അവരെ കിടക്കാടക്കാരാക്കി അവർക്ക് നല്ലൊരു വീടും വെച്ചു കൊടുത്താൽ അതാണ് വികസനം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആളുകൾ പ്രസംഗിക്കും, അയ്യോ ഞാൻ ആദ്യമായിട്ട് വന്നിവിടെ വീട് വികസനത്തിന്റെ കാതിരോളി ഇപ്പോഴാണ് ഇവിടെ വീശിയത് എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം. ഇതെല്ലാം ആരുടെ കുറ്റമല്ല, നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ഒരു വാല്യൂ സിസ്റ്റമാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ, ഞാനടക്കം ജീവിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു വീടുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് കോട്ടയം തന്നെ ഏത് ജില്ല ആകപ്പാടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഏറ്റവും വലിയൊരു വീടുണ്ടാക്കി മറ്റുള്ളവരെ കാണിക്കുക, അതിനകത്ത് ഏറ്റവും കൂടിയ ഫർണിച്ചർ ഇടുക. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലൊരു 1.5-2 ലക്ഷം രൂപയുടെ മറ്റുള്ള ഫർണിച്ചറുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 18 വർഷമായി. ഈ ഫർണിച്ചർ ഒരു പ്രാവശ്യം ഞാൻ ഇച്ചിരി ഒന്നും നന്നാക്കി എടുക്കും, പക്ഷെ ആദ്യം വാങ്ങിച്ചത് തന്നെ ഇരിക്കുന്നത്. അതിനകത്ത് ഇന്നേ വരെ ആ ഫർണിച്ചറുകൾ കൊണ്ട് അതിൽ ഇരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 300-400 പേര്. സത്യം എല്ലാവരും വീട്ടിലെ ഫർണിച്ചർ അത്രേ ഉള്ളൂ. വെറുതെ കാണിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ആരാ വന്നിരിക്കുന്നത്? അതേപോലെ നമ്മുടെ വീട്ടിൽ ദിവസവും വിരുന്നുകാർ വരികയാണ്, ഒന്നുമില്ല. നല്ല ബിസിനസ്സുകാരോ ഒക്കെ വല്ല പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേർക്ക്, അല്ലാത്തവരുടെ വീട്ടിൽ ഈ സാധനം മുഴുവൻ വന്ന് വെറുതെ കിടക്കുക. എന്തുമാത്രം ഫർണിച്ചറാണ് കേരളത്തിൽ ചിലവാകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു റീതിങ്കിങ് ആണ് ഈ പുതിയ കേരളത്തിൽ നമ്മൾ വേണ്ടത്. എന്ത് കാര്യത്തിനാണ് അത്രയും കോസ്റ്റ്ലി ഫർണിച്ചർ? ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ അതിനകത്ത് ചന്തി വെച്ചവരുടെ എണ്ണ എടുത്തു നോക്കി. അപ്പോൾ അടുത്ത് കാണുന്ന നമ്പറായി പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ അത്രയും വലിയൊരു മുറി ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ വെക്കുന്നത്. ഇതൊന്നും അർത്ഥമില്ലാത്തതാണ്, സ്വന്തമായിട്ട് തോന്നുന്ന ഒരു പീരീഡ് ആയിരുന്നു. ആ ഒരു മാസം ഞാൻ ഈ പറഞ്ഞ വാർറൂമിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ റീതിങ്കിങ് തുടങ്ങി. അപ്പൊ കുട്ടനാട്ടിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്ന ഒരു 78-ലാണ്. അത് ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ കൂടി ഓരോ ബോട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ബോട്ടേ കയറി അപ്പുറത്ത് കള്ളു കുടിക്കാൻ പോകുന്നത്. കുട്ടനാട്ടിലെ 6 ബ്ലോക്കിൽ പോയിട്ട് അവിടുത്തെ ഷാപ്പിൽ ഇപ്പോഴും എനിക്കറിയാം. ഞാൻ അന്നേരം അവിടെ ഷാപ്പിൽ പോയിട്ട് കാൽസ്യവും കള്ളും കൂടെ കുടിക്കാതെ മറ്റേ എന്തായാലും പറയുന്നത് കക്കായിറച്ചി കാൽസ്യം കള്ളും കുടിക്കും. അങ്ങനെയാണ് ആദ്യം ഞാൻ കുട്ടനാട് കാണുന്നത്. അത് ഇവിടെ പല പ്രാവശ്യം കള്ളു കുടിക്കാനോ അല്ലാതെയായിട്ട് ഇവിടെ കളക്ടറായിരുന്നപ്പോഴും ഞാൻ ഒത്തിരി പ്രാവശ്യം അവിടെ കള്ളുടിക്കാൻ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറെ ആള് അറിയാം. അപ്പൊ അങ്ങനെ പോകുന്ന ആ സ്ഥലം അത് എത്ര ഈ 40 വർഷം കൊണ്ട് എന്തുമാത്രം മാറി. ഭൂപരിഷ്കരണത്തിൽ നമ്മൾ ഭൂമിയെടുത്ത് 15-20 ഏക്കർ സ്ഥലം ഇത് ഓരോരുത്തർ കൊടുത്തു. അവിടെ നിന്ന് താമസിച്ചവരല്ല ഇപ്പൊ ഇന്ന് അവിടെ ഉള്ളത്. എത്രയോ വീടുകളാണ് കുട്ടനാട്ടിനുള്ളിൽ വന്നത്. പത്മകുമാർ കുട്ടനാട്ടുകാരനാണ്, അമ്പലപ്പുഴക്കാരന്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാതെ ഇതിൽ കൂടുതൽ പറയും. ഞാൻ എൻ്റെ പരിചയം വെച്ചും ഇന്നുണ്ടായ എക്സ്പീരിയൻസ് വെച്ചും ജൂലൈയിലെ വെള്ളപ്പൊക്കത്തിൽ ഞാൻ അവിടെ കണ്ടമാനം പോയിരുന്നു. ഈ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് ഈ 8-ാം തീയതി സംഭവം കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് ദൂരേക്ക് വന്നത് ഇവിടേക്കാണ്. ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഇനി യാത്ര ചെയ്ത് ആലപ്പുഴയും മറ്റേ ഇടുക്കിയൊക്കെ പോകണം. പക്ഷേ അവിടെ വന്ന ആ വ്യത്യാസം അതാണ്. ഞാൻ ആ പോകുന്ന സമയത്തൊക്കെ ഈ കുട്ടികൾക്ക് വരെ ആ കൊതുമ്പ് വെള്ളം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ഇവിടെ കളക്ടറായിരിക്കും ഈ കോലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊതുമ്പോളം കാണാനുണ്ടായിരുന്നു. അത് 20 വർഷം മുമ്പ്. ഇപ്പൊ കൊതുമ്പുവെള്ളങ്ങൾ കാണാനില്ല. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പം തഹസീൽദാർക്ക് വാടകയ്ക്ക് എടുക്കാൻ ബോട്ടുകളില്ല. ഈ വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് ആ പറയുന്ന മറ്റേ ഹൗസ് ബോട്ട് മാത്രമേ ഉള്ളൂ. മറ്റേ ചെറിയ ബോട്ടുകളില്ലേ, ഓരോരുത്തരുടെ വീട്ടിലുണ്ടായിരുന്ന ബോട്ട്, അത് കിട്ടാനില്ല. അതിൻ്റെ എണ്ണം കുറഞ്ഞവിടെ. അവിടെ എല്ലായിടത്തും വീട് വെച്ചു. എല്ലാ ചിറകളിലും ഇങ്ങനെ ലൈനായിട്ട് ഓരോ ചിറയ്ക്ക് ഒരു 100 വീട്, ഇങ്ങനെ എത്രയോ ചിറകൾ കണ്ടു. അപ്പൊ ഓരോ ചിറയിലും 100 വീട് വന്നു. ആ വീട്ടിലേക്ക് മുരളി പറഞ്ഞത് കൃത്യമായിട്ട് ഒന്നുകൂടെ പറയാം. എല്ലാ വീട്ടിലേക്കും വികസനത്തിന്റെ കാര്യം വീശി അതിലൂടെ 5 മീറ്റർ വീതിയുള്ള ഒരു നാച്ചുറൽ ആയിട്ടിരുന്ന തോടിനെ ഒരു 2 മീറ്ററായിട്ട് 2 സൈഡിലും മണ്ണും കല്ലും കൊണ്ടും കുറച്ചിട്ട് 2 മീറ്ററിന്റെ ഒരു പാലം ഉണ്ടാക്കി. കഴിഞ്ഞ ഫ്ലഡ് മൂത്ത് നിൽക്കുമ്പോൾ നമ്മൾ പോയി കാണുന്നതാണത്. വെള്ളത്തിന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ആ കനാലിൽ വെള്ളം പൊങ്ങിയിട്ടാണ് പലർക്കും മടപൊട്ടിയത്. അത് മുഴുവനും ആ വികസനത്തിന്റെ ഫലമാണെന്നുള്ളത് പച്ച സത്യമാണ്. പണ്ട് ബോട്ടിൽ കയറുന്നവരെല്ലാം ഇപ്പം ബൈക്കിലും കാറിലുമാണ് അവരുടെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ അവർക്ക് ആ വികസനം നമ്മൾ സാധ്യതമാണ്. അപ്പൊ അതാണ് ഞാൻ ജസ്റ്റിസ് ജോസഫിനോട് പറയാണ്, നമ്മളൊരു
ഇത്തരം നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പീരീഡ് കടന്നു പോകുന്ന ഞാൻ വിചാരിച്ചു ഒരു ഇന്റർ റീജിയണൽ ഇക്വിറ്റി വേണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇക്വാലിറ്റി ഫീലിംഗ് വേണ്ടേ. അവിടെയുള്ളവർക്ക് എന്തുകൊണ്ട് വഴിയായിക്കൂടാ? കുന്നുമുള്ളിലുള്ളവർക്ക് എന്തുകൊണ്ട് വഴിയാകും? എന്തുകൊണ്ട് നമുക്ക് മലയോര ഹൈവേ ആയിക്കൂടാ? ഇതിലൂടെ ഹൈവേ പോകാമെങ്കിൽ പിന്നെ തീരദേശത്തുള്ള ഹൈവേ പറയുന്നത് മലയാളത്തിൽ താമസിക്കുന്നവര് രണ്ടാം കെട്ടുകാരാണ്. അവർക്കും വേണ്ട ഈ സൗകര്യങ്ങളല്ല. ഇതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കറക്റ്റായിട്ടൊരു തിങ്കിങ്ങുമാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടനാട്ടിൽ താമസിക്കുന്നവർക്ക് മറ്റുള്ളവരുള്ള എല്ലാ അവകാശങ്ങളും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. നേച്ചർ അതിന് ഒരു തടയിടുന്നുണ്ട്. ഹില്ലി റീജിയനിൽ താമസിക്കുന്നവർക്ക് സമതലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടനാട് ഭാഗത്ത് താമസിക്കുന്നവരുടെ അതേ സൗകര്യങ്ങൾ അവർക്ക് കിട്ടില്ല. അത് നേച്ചർ അതിനൊരു ബ്ലോക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള അവകാശമേ അവർക്കുണ്ടാവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പുതിയ ബിൽഡിംഗ് റൂളുകൾ ഹില്ലി മേഖലയ്ക്ക് വേറെ ബിൽഡിംഗ് റൂൾ ഇപ്പോൾ തയ്യാറായി താമസിയാതെ ഇറക്കും. ഇനി ഇതുപോലെ ഈ താഴ്ന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ വേറെ ബിൽഡിംഗ് റൂൾ ഉണ്ടാക്കേണ്ടി വരുമെന്ന് സംശയമില്ല. അതിലേക്ക് നമ്മളിപ്പം ചെലുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ബിൽഡിംഗ് റൂളുകൾ ഉണ്ടാക്കും. അപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് ഈ പേരിൽ വരാൻ പോകുന്നത്. അതാണ് മുരളി പറഞ്ഞ അടുത്ത പോയിന്റ്. ആളുകളെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി ഇങ്ങനെയൊക്കെ പത്രത്തിൽ കാണാൻ പറ്റത്തില്ല. ഞാനത് കുറെ ഇന്റർനാഷണൽ ഇതൊക്കെ വായിച്ചു നോക്കിയേ. അതായത് അവര് പിന്നെ ഈ കുട്ടനാട്ടിലൊക്കെ താമസിക്കുന്നവരെ അവിടെ നിന്നും മാറ്റി നമുക്ക് ഓരോ സെറ്റിൽമെന്റുകളാക്കി ഒരു ഇക്കോ ഫ്രണ്ട്ലി ടൗൺഷിപ്പ് ആക്കി മാറ്റിയതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. നടക്കുന്ന കാര്യമല്ലാതെ കേരളത്തിന്റെ ഇത്തോസിന് വിരുദ്ധമാണത്. കാരണം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും പിന്നെ ചോര നീരാക്കി ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിന് കെട്ടിടം പണിയാൻ കൊള്ളുന്നതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അത് റിയാലിറ്റിയാണ്. എനിക്ക് അവിടെ താമസിച്ചാൽ മതി എന്ന് പറയും. ഒത്തിരി NGOs വന്ന് ഞങ്ങൾ ഇങ്ങനെ കൂട്ടുവീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ആളുകളെ മാനസികമായി അവരെ തരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സത്യത്തിൽ അവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് അച്ചയിൽ ഒന്നും ഫുള്ളായിട്ട് നടന്നിട്ടില്ല. വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ. ആ അച്ചയുടെ എക്സ്പീരിയൻസ് ഞാൻ വായിച്ചു നോക്കി. നോട്ട് ഈസി. അപ്പൊ അത് നമ്മുടെ ആ ഒരു വാല്യൂ സിസ്റ്റത്തിലാണ്. ഞാനുണ്ടാക്കിയ ഈ ഭൂമി ഇതെന്റെ ചോര നീരാക്കി 10 സെന്റ് സ്ഥലമാണ്. അപ്പൊ 90കളിലും 80കളുടെ അവസാനത്തിലുമാണ് ഈ സംഭവം നടന്നത്. ഗൾഫിൽ പണമുള്ളവൻ വന്ന് വലിയ വീട് പണിയാൻ തുടങ്ങിയപ്പോൾ ഗൾഫിന്റെ അത്രയും പണമില്ലാത്ത ഒരാൾ ഇത് കൃത്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്ത് പുറകോട്ട് നോക്കിയാൽ അറിയാം. അയാൾക്ക് കയ്യിലെല്ലാം കൂടെ അവന്റെ ജീവിതം മുഴുവനുള്ള ലോണും കൂടെ എടുത്ത് EMI കണക്കാക്കി കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപ ഒപ്പിക്കാവുന്ന ഇരിക്കട്ടെ. ആ 25 ലക്ഷത്തില് ഈ ഇടനാട് പോലെയുള്ള സ്ഥലത്ത് ഒരു 5-6 സെന്റ് ഭൂമി വാങ്ങിക്കാൻ 10 ലക്ഷം രൂപയാകും. പിന്നെ 15 ലക്ഷം രൂപയുടെ വീടെല്ലാം പറ്റുള്ളൂ. അപ്പൊ അവൻ ചെന്ന് എവിടെയെങ്കിലും പണം നികത്തിയതോ താഴ്ന്നതമായിട്ടുള്ള ഒരു ഭൂമി ഒരു 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള 21 ലക്ഷം രൂപയ്ക്ക് ജീവിതാഭിലാഷമായ ആ വലിയ വീടങ്ങ് കെട്ടിട്ടു. ഇങ്ങനെ ഓരോരുത്തരും ചെയ്ത സത്യമാണ്. അത് ഒരു നിലപാടും ഒരു മൂല്യവും അങ്ങനെയായിപ്പോയി. അതിൽ നിന്നുണ്ടായ ഒരു വലിയ പ്രശ്നമാണ് നമുക്കിപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ട് കണ്ടമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ആളുകൾ റിസോർട്ടുകൾ ഉണ്ടാക്കി, റിവർ വ്യൂ, റിവർ ഫ്രണ്ട്, മറ്റേ 3 വർഷം എന്നും പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റും ഇതെല്ലാം കൊണ്ട് ഇതിന്റെ വാതിക്കൽ ഇങ്ങനെ ഉണ്ടാക്കി. ചിലവന്നൂർ കായലിന്റെ അടുത്ത് DLF ഫ്ലാറ്റ് ഉണ്ടാക്കിയതും വെറും ഒരു 6 മീറ്ററും കൂടി ഇങ്ങോട്ട് ആ ചെറിയ ചിലവന്നൂർ പുഴയെ ഒന്ന് കാണാൻ സാധിച്ചാൽ അത്ര വലിയ വിലയാണ് ഒരു ഫ്ലാറ്റിന് കിട്ടാൻ പോകുന്നത്. 6 മീറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നാളെ DLF കേസ് വരെ വന്ന് ഹൈക്കോടതി വരെ പോയത്. ഇപ്പൊ പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ആ വാല്യൂ ഒന്ന് അറിയുന്നത്. എത്ര പറഞ്ഞാലും ഒന്ന് ആളുകളെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കോസ്റ്റൽ സോൺ റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. അപ്പൊ അവിടെ ആളുകൾ വീട് വെക്കാൻ പറ്റും. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. ആളുകൾ 500 മീറ്ററിനുള്ളിൽ അത് പിന്നെ CRZ ഏരിയ എന്ന് പറയും, കോസ്റ്റൽ സോണാണത്. അവിടെ വീടുകൾ പണിയുന്നതിന് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിനുള്ളിൽ 1+2 പണിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ 200 മീറ്ററിൽ അവിടെ അതൊക്കെ ഇപ്പം ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞ ഒരു നിയമമാണ്. എന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഇടുക്കിയിലും ഈ കോസ്റ്റൽ സോണിലും എല്ലാം നമ്മുടെ നിയമം ഉണ്ടാക്കണം. അപ്പൊ ഏതായാലും ഈ ഇദ്ദേഹത്തിന്റെ പ്രവചനം കേട്ടിട്ടാണോ എന്തോ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഗവൺമെന്റ് ഈ ഒരു 50 മീറ്റർ ബെൽറ്റിലുള്ള പിന്നെ ഈ കടലിന്റെ തീരത്തോടുള്ളവരെ ഇപ്പുറത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. അവരെ കുറച്ചുകൂടി ദൂരേക്ക് മാറ്റിയിട്ട് താമസിപ്പിക്കണം. 50 മീറ്ററുള്ള എന്നും ഈ കടലിന്റെ അറ്റാക്ക് വരികയാണ്. അവിടുത്തെ ഈ പിന്നെ സീ റൈസ് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റവും ചൂടും എല്ലാം കൂടെ വരുമ്പോൾ കടൽ പൊങ്ങുക എന്നും പറഞ്ഞിട്ട് മാറ്റാനുള്ള ഒരു പ്രോഗ്രാം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്കീമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ചുകൂടെ ശക്തമാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹിൽ ഏറിയാലും അതുപോലെ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇപ്പോൾ ഒന്നുകൂടെ പഠിപ്പിച്ച് GSA കൊണ്ട് ഒന്നുകൂടെ പഠിപ്പിച്ച് നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഏരിയ ഒന്നുകൂടെ ഒന്ന് മാപ്പ് ചെയ്ത് അതിനുള്ളിൽ വേറെ നിയമം ബിൽഡിംഗ് റൂൾസ് മാറ്റണം. മൂന്നാറിലൊക്കെ എല്ലാ പ്രശ്നവും നിങ്ങൾ വായിക്കുന്നത് കേട്ടില്ലേ? അവിടെ എല്ലാം മൾട്ടി സ്റ്റോറീഡ് ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒറ്റ ബിൽഡിംഗ് റൂളേ ഉള്ളൂ കേരളത്തിൽ.
കേരളത്തിലെ ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കെല്ലാം ബാധകമായ ഒറ്റ റൂളേ ഉള്ളൂ. അപ്പൊ പഞ്ചായത്തിലും മുനിസിപ്പലോ പെർമിഷൻ കൊടുക്കുന്ന ആളുകളെത്തുമ്പോൾ ഒറ്റ റൂളേ ഉള്ളൂ. ആ പഴയതിനകത്ത് ആ ഭൂമിയുടെ ഉടമയാളായിരിക്കണം. ഇപ്പുറത്തെ ദൂരം ഇത്രയും വേണം. എവിടെയായാലും ഒരു കുഴപ്പമില്ല. ബ്രിട്ടീഷുകാർ ഈ കുന്നുകളിലെല്ലാം വന്ന് പ്ലാന്റേഷൻ പണിതപ്പോൾ അവര് കല്ലും സിമെന്റും കൊണ്ട് ഒറ്റ വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. തടി കൊണ്ട് വീടുണ്ടാക്കി അതിന്റെ മുകളിൽ മെറ്റലിന്റെ ഷീറ്റ് മാത്രമേ ഇന്നും നമുക്ക് കാണാനുള്ളൂ. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കൺസ്ട്രക്ഷനാണ് ഈ ബ്രിട്ടീഷുകാരുടെ തോട്ടങ്ങളിലെല്ലാം കണ്ടത്. അവർക്ക് ബേസിക് ബുദ്ധി ഉണ്ടായിരുന്നു. അന്ന് സിമെന്റ് കൊണ്ട് കല്ലുകൊണ്ട് എല്ലാം ഉണ്ട്. അവരെന്താണ് ആ വെയിറ്റ് കൂടി വീടുണ്ടാക്കാൻ? നമ്മളിങ്ങോട്ട് വന്ന് ഇടുക്കിയുടെ എല്ലാ ഭാഗത്തും, എനിക്ക് പൂർണ്ണമായി അവിടുത്തെ കളക്ടറായിരുന്ന നല്ല തന്നെ ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, പോയി ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. അവര് ഞങ്ങൾക്ക് അവരെന്ത് പറഞ്ഞു, ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നാട് മേടം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാട്ടുകാരെന്നാണ് അവരിവിടെ നമ്മൾ വിളിച്ചത്. അവിടെ താമസിക്കുന്നവര് എൻ്റെ ബന്ധുക്കളെല്ലാം പോകുമ്പോൾ നിങ്ങൾ നാട്ടുകാര്, ഞങ്ങൾ മേട്ടുകാര്, വണ്ടം വെട്ട്, കമ്പം വെട്ട്, ഇങ്ങനത്തെ മേട്ടുകാരെന്നാണ് പറഞ്ഞിരുന്നത്. അവർക്കെല്ലാം വന്ന് ചെറിയ വീടാ. 67 ഞാൻ ആദ്യം ഇടുക്കിയുടെ ഭാഗത്ത് ചെല്ലുന്നതാണ്. അന്നേരം അവിടെ ഓടിട്ട വീട് പോലും മുഴുവൻ പുല്ലുമേഞ്ഞ വീടുകളെ ഉണ്ടായിരുന്നു. അന്നേരം അതിനുള്ള അവസ്ഥയുള്ളൂ. അത് മാറി അവരെല്ലാം കോൺക്രീറ്റ് സൗധങ്ങളാക്കി മാറി. അത് പണിയാനായിട്ടുള്ള ആ ഭൂമിയുടെ അവസ്ഥയോ കാര്യങ്ങളോ ജിയോളജിക്കൽ സ്റ്റേജോ ഒന്നും നോക്കിയില്ല. എല്ലാവരും 2-3 നിലയിൽ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതു. ഇതൊന്നും ഓരോ വ്യക്തിയെ വെച്ച് നോക്കുമ്പോഴോ സമൂഹത്തിൻ്റെതായിട്ടുള്ളൊരു കുഴപ്പമല്ല. നമ്മളൊരു ഒഴുക്കിൽ അങ്ങനെ പോവുകയാണ്. ആ ഒഴുക്കിനെതിരായിട്ട് വന്നൊരു ഒഴുക്കാണ്. അതിനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുക. പ്രകൃതിയോട് ചേർന്നുള്ള സുഖമായ ജീവിതം നയിക്കാൻ മുരളി പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഉണ്ട്. അതിനുള്ള ചുറ്റുപാട് നമുക്കിപ്പോൾ ആയി. ഇവിടെ ആളുകളെല്ലാം ലോകത്തിന് പുറത്താണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ആൾ പേര് പറഞ്ഞല്ലോ, ഒരു അച്ഛൻ എന്നോട് പറയുക, ഒരു 5-10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിലൊന്നും ആരും ഇവിടെ കാണത്തില്ല. എല്ലാവരും ന്യൂസിലാൻഡിലും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ആയിട്ട് പോകും. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ. അതുപോലെ പണവും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. കുട്ടനാടിൽ മുരളി പറഞ്ഞത് ഞാൻ ഈയിടെ ഒരു കാൽക്കുലേഷൻ തന്നെ നടത്തി. കുട്ടനാടിലെ നെൽകൃഷി നഷ്ടമാണ്, നെഗറ്റീവ് റിട്ടേൺ ആണ്. കുട്ടനാടിൽ നമ്മൾ പമ്പിങ് സബ്സിഡിയും പിന്നെ വളത്തിന്റെ സബ്സിഡിയും എല്ലാം കൂടെ കണക്കെടുത്തതിന് ശേഷം ഒരു 16 രൂപ മാർക്കറ്റ് വിലയുള്ളപ്പോൾ 24 രൂപയ്ക്ക് അവിടുത്തെ നെല്ല് ഗവൺമെന്റ് അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു. കുട്ടനാട്ടിലെ കൃഷി ഒരു ലാഭവുമില്ല, വെറും നഷ്ടമാണ്. ഇവിടെ ഈ ഇരിക്കുന്ന വ്യക്തിയും ഞാനും കൂടെ കുറേ ഒരു നെല്ല് ഒരു മീനൊന്നും പറഞ്ഞിവിടെ നടന്ന അത് ഇപ്പൊ അത് ചെന്ന് കാണുമ്പോൾ ഈ പ്രാവശ്യം കൃഷിമന്ത്രിയും കൃഷി ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടെ നെല്ലിന്റെ ഏറിയ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ മോക്ഷം പോലെയാണ്. അത് കാരണം എന്ത് ചെയ്തു, കുട്ടനാട്ടില് ഈ വിരിപ്പ് കൃഷി പോയി 22,000 ഹെക്ടർ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 3,000-4,000 ഹെക്ടർ കൂടുതൽ. ജൂലൈയിലെ വെള്ളപ്പൊക്കത്തിലൂടെ നോക്കുമ്പോൾ കാണുന്നത് നല്ല മണ്ണുണ്ടായിരുന്നതിനകത്ത് നെൽകൃഷി നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അവിടെ അരയടി പോലും വെള്ളമില്ല. ഇപ്പുറത്തേത് പകുതി എണ്ണം പൊട്ടി അതിന്റെ ഇപ്പുറത്തുകൂടിയുള്ള തോട്ടിൽ ഈ പൊക്കത്തിൽ വെള്ളം. അപ്പൊ 20,000 ഹെക്ടറിന് പകരം ഒരു 10,000 ഹെക്ടർ ആയിരുന്നെങ്കിൽ 10,000 ഹെക്ടർ ഇൻറ്റു ഒരു 4 മീറ്റർ 5 മീറ്ററാണ് ഈ ഡിഫറൻസ്. അത്രയും വെള്ളത്തിന് നിൽക്കാൻ പ്രകൃതി ഉണ്ടാക്കിയ സ്ഥലത്താണ് നമ്മളെ. അവിടെയാണ് ഞാൻ പറഞ്ഞ ദൂരമൂത്താക്കരയും എന്നുള്ളത്. അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. ആവശ്യമില്ലാതെ അവിടെ നെൽകൃഷി ചെയ്തായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു നെൽകൃഷി മതിയായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഒരു കുട്ടൻസിലൂടെ പിടികിട്ടിയത്. നെതർലാൻഡ് അവരുടെ പണ്ടെല്ലാം പൊട്ടിച്ച് ഇവിടെ വന്ന് നമുക്ക് പണ്ടുണ്ടാക്കി തന്നു. നമ്മുടെ ഈ സമയമൊക്കെ പണ്ട് നെതർലാൻഡ് ഉണ്ടാക്കിയതാണ്. അവരുടെ പണ്ടെല്ലാം പൊട്ടിച്ച് അവർ ഇവിടെ നമുക്ക് പണ്ടുണ്ടാക്കി നമ്മളെ ഈ പനിഷ്മെന്റിൽ കൊണ്ടുപോയിട്ടു. അവിടുത്തെ ഇക്കോളജിക്ക് വിരുദ്ധമാണ്. അപ്പൊ ഇക്കോളജിക്കൽ ലോസും കൂടെ കണക്കാക്കിയാൽ കുട്ടനാട്ടിലെ നെൽകൃഷി നെഗറ്റീവ്, ഹൈലി നെഗറ്റീവ് റിട്ടേൺ ആണ്. ഹൈലി നെഗറ്റീവ് റിട്ടേൺ എന്നുള്ള സത്യം. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ അത് പുനരാലോചിക്കേണ്ട കാര്യമാണ്. ഒരു നെല്ലും ഈ പറയുന്ന പീരീഡിൽ അവിടെ മീനിനെ വളരാൻ അനുവദിച്ചാൽ ആ മീനിനും ആ ഒരു നെല്ലിനും കിട്ടുന്ന പൈസ അത് ഇത്രയും നമുക്ക് പിന്നെ വളമിടേണ്ടി വരില്ല. അത് നാച്ചുറൽ ഫെർട്ടിലൈസിങ് ഉണ്ടായി അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതെല്ലാം വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു ആശാന എന്തുമാത്രം ചെയ്തു. എന്നിട്ട് അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ഞങ്ങളിത് ഇവിടെ 300 ഏക്കർ വള്ളത്തോടത്തിൽ മീനിൻ്റെ കുഞ്ഞുങ്ങളെ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഇടാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ, ഞാൻ പേര് പറയുന്നില്ല, ഒരാളെന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഈ കർഷക തൊഴിലാളികളുടെ പണിയെല്ലാം പോകുന്ന പരിപാടിയാണ്. തന്നോടാരും പറഞ്ഞു നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കി. അപ്പൊ എന്റെ കൂട്ടത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സരസമ്മാൾ കൂടിയാണ്. സരസമ്മാളിനെ പേടിപ്പിച്ച് സരസമ്മാൾ വന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ഇട്ടു. അന്ന് മാതൃഭൂമി പത്രക്കാരൻ ഫ്രണ്ട് പേജിൽ ഞാൻ കൊണ്ട് ഇടുന്നത് വാർത്ത വേറെ ആരും കൊടുത്തില്ല. അപ്പൊ മറ്റേ പുള്ളിക്കാരനെ വാർത്ത കണ്ടിട്ട് എന്നെ ഒരിക്കൽ കുറിച്ചിട്ട് വിളിച്ചു. അതിനൊന്നും നമുക്കൊരു പേടിയില്ല. എന്നാൽ ഒരു നെല്ല് ഒരു മീൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച്
കുട്ടനാടൻ പ്രദേശത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കാനും അവിടെ വെള്ളം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഒത്തിരി ചെയ്തു. ഇവിടെ ഞാൻ ഇവിടുത്തെ ഏതോ നമ്മുടെ ഐഡ ഹോട്ടലിൽ വെച്ചിട്ട് ഇതിനൊരു വർക്ക്ഷോപ്പ് നടത്തി. അപ്പോൾ അന്നത്തെ APC ആയിരുന്ന കൃഷ്ണമൂർത്തി സാറാണ്, കോട്ടയക്കാരൻ. കൃഷ്ണമൂർത്തി സാറിനെ ഇത് ക്ഷണിച്ചു. പുള്ളി പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ഒരു താല്പര്യമുള്ള കേസിൽ അവിടെ ഞങ്ങൾ എല്ലാവർക്കും നമ്മുടെ കൃഷ്ണമൂർത്തി സാർ പുള്ളി APC-യാണ്. പുള്ളി പറഞ്ഞത് അത് രാഷ്ട്രീയ എതിരുള്ള ആളുകളുണ്ടല്ലോ ഈ ഗവൺമെന്റിൽ, ഞാൻ വരില്ല. അപ്പം ഈ തരത്തിലൊക്കെ എൻ്റെ ഔദ്യോഗിക കാലത്ത് തന്നെ വ്യക്തിപരമായിട്ടുള്ള ശ്രമം ഇത് ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് കുട്ടനാടിന് വേണ്ടി അങ്ങനെ നോക്കിയത് അപ്പർ കുട്ടനാട്. ഇപ്പൊ ഈ വെള്ളപ്പൊക്കം ഇരുന്ന സമയത്ത് രാത്രിക്കോടെ വർക്ക് ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുക, അപ്പർ കുട്ടനാട് റീജിയനില് ആ ഓരോന്നിനെയും ഒരു വലിയ വാട്ടർ റിസർവോയർ ആക്കി മാറ്റിയാണ്. ഓരോ വലിയ പാടശേഖര കുട്ടനാട് അവിടെയല്ല, അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ അപ്പർ കുട്ടനാട് നമ്മുടെ ഇപ്പൊ ഈ കോട്ടയത്തെ മാമാനം അദ്ദേഹത്തിന്റെ ഒക്കെ നാടും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആ പാടശേഖരങ്ങളെ നമ്മൾ നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് അതിന് റെഗുലേറ്റർ തന്നെ വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം കടത്തി വിട്ട് ശുദ്ധജലം, ഈ പ്രളയത്തിൽ വരുന്ന ജലം അല്ലെങ്കിൽ മഴയത്ത് വരുന്ന ശുദ്ധജലത്തെ അതിനകത്ത് സ്വീകരിച്ചു വെച്ച് അതിനകത്ത് നമുക്ക് ശുദ്ധമായിട്ട് ജലം RO പ്ലാന്റ് മുഖേന ഉണ്ടാക്കി നിൽക്കാം. വേറെ പിന്നെ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ എടുത്ത് RO ചെയ്ത് ബോട്ടിൽ ചെയ്ത് വിൽക്കേണ്ട കാര്യമില്ല. സുഖമായിട്ട് നല്ല വാട്ടർ പ്ലാന്റ് ഉണ്ടാകും. അതിനുള്ളിൽ മീൻ കൃഷി ചെയ്യുക, അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുക. എന്താണ് കുഴപ്പം? നെല്ലിൻ്റെ 4 ഇരട്ടി ലാഭം കിട്ടും. ആ ഒരു നെല്ലിന് വേണ്ടി നമ്മളൊരു നിയമം ഉണ്ടാക്കി അതിൻ്റെ ഇതാണ് ഒരുമാതിരി ഐഡിയോളജിക്കൽ റിജിഡിറ്റി എന്നാണ് പറയുന്നത്. ഞാൻ 2006 പറഞ്ഞ ഭൂമിയുടെ വില കുറയ്ക്കാൻ ശ്രമിച്ചാൽ ആളുകൾക്ക് വീട് വെക്കാനുള്ള ഭൂമിയുടെ വില, ഭൂമിയുടെ ഡിമാൻഡ് കൂടി നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും 10 സെന്റ് വാങ്ങിക്കുന്നത് കൊണ്ടല്ലേ ഭൂമിക്ക് വില കൂടുന്നത്. കിടപ്പാടത്തിന്റെ ഹൗസ് പ്ലോട്ടിന്റെ വില കൂടുന്നത്. അതായത് വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ നടത്തിയ ഭൂമിയുടെ വില കുറയും. അതിന് വേണ്ടി നമ്മുടെ അസംബ്ലിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇവരെ പിടിച്ച് ജയിലിടുക. ആരെങ്കിലും അതൊരു ആവശ്യമാണ്. പാടം നികത്തുന്നവരെ ജയിലിട്ട് രണ്ടും വേണം. അപ്പൊ പോളിസി വൈസ് ആയിട്ട് വേണം ഇങ്ങനെ സമൂഹത്തിലെ ചില കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോഹിബിറ്ററി ലോ പ്ലസ് ഇത് വേണം, പോളിസിയും കൂടെ വേണമെങ്കിൽ മാത്രമേ കാര്യമായിട്ട് നടക്കുകയുള്ളൂ. കാരണം ഇപ്പുറത്തൂടെ ഒരു ഡിമാൻഡ് ഫുള്ള് നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തൂടെ ലോ മാത്രം കൊണ്ടുവന്ന് ഒരു കാര്യവും നമുക്ക് സാധ്യത. ലോ ഒരു നീഡ് ഒരു തടയാണ്. പക്ഷെ ഇപ്പോഴത്തെ പോളിസി ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വേണം അങ്ങനത്തെ ഇല്ലായ്മകളെ, അങ്ങനത്തെ പ്രശ്നത്തിനെ നമ്മൾ പരിഹരിക്കാറുണ്ട്. 35 വർഷത്തെ ഭരണം കൊണ്ട് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. നമുക്ക് പിടികിട്ടി വരുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ തലേ കയറ്റിയത് ഇപ്പോഴേ നല്ലതാണെന്നോട് പറയുന്നതല്ല. ആ സമയം കൊണ്ട് നമുക്ക് അങ്ങനത്തെ ബോധ്യം, നേരത്തെ ഉണ്ടായിരുന്ന ബോധ്യം ഒന്നും കൂടെ ഒന്ന് അടി കുറച്ച് നമുക്ക് മനസ്സിലായി. വെർട്ടിക്കൽ കൺസ്ട്രക്ഷന്റെ ആവശ്യം കുറെ പറഞ്ഞതാണ്, നടന്നിട്ടില്ല. പിന്നെ ഭൂപരിഷ്കരണം. ഈ കുട്ടനാടി പറയുന്ന സ്ഥലത്തെ ഒറ്റ പ്രശ്നമാണ്, ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ പറ്റില്ല. സെക്ഷൻ 72 ബാൻഡാണ്, ഭൂമി പാട്ടം ബാൻഡാണ്. അപ്പൊ ഇപ്പൊ അവിടെ പക്ഷേ കൃഷി ചെയ്യുന്ന ആരെന്ന് പറയാം, 90% പേരും ഭൂമിയുടെ ഉടമകളല്ല കൃഷി ചെയ്യുന്നത്, മുഴുവൻ പാട്ടക്കാരാണ്. അവർക്ക് അതുകൊണ്ട് 3 കൃഷി നടത്തി എങ്ങനെയെങ്കിലും മാക്സിമം പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ഭൂമിയുടെ ഉടമകളല്ല അവിടെ കൃഷി ചെയ്യുന്നത്. കുട്ടനാട്ടിൽ അറിയാവുന്നവർക്ക് ആർക്കും ഏത് കൂടവയാണോ അടുത്ത പകുതി കൂടവകൾ ഗൾഫിലോ അമേരിക്കയിലോ, അല്ലാത്തവന് വേറെ ജോലി, ഗവൺമെന്റ് ജോലിയോ അതിനോട് ജോലിയുള്ളവരാ. അവരാരും അല്ല കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്ന മറ്റുള്ളവരാ, കുറെ പേര് കൃഷി ചെയ്യുന്നുണ്ട്. അവർ നിൽക്കുന്നത് തന്നെ ഈ പറഞ്ഞ വൻ സബ്സിഡിയുടെ മുകളിലാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സംഭവമല്ല. കുട്ടനാട്ടിലെ കൃഷിയെ സംബന്ധിച്ച് ശരിക്കും റീതിങ്കിങ് ഉണ്ടാകണം. അത് നേച്ചറിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് നടത്തുന്നത്. ആ ഫണ്ടെല്ലാം മാറ്റിയാലും ഒരു ചുക്കും വരാൻ പോകുന്നില്ല. നെതർലാൻഡ്സുകാർക്ക് മനസ്സിലായല്ലോ. നെതർലാൻഡ്സുകാർക്ക് മനസ്സിലായ പിന്നെ അവർ ഉണ്ടാക്കിയ ആളുകൾ അതിൽ നിന്ന് മാറ്റിയെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന നെല്ല് ഞാനിപ്പോ അതല്ല കഴിക്കുന്നത്. എത്രയോ വർഷമായി നാട്ടിലുണ്ടാക്കിയതിൽ ഞാൻ ചത്തോ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടാക്കിയ ഒരു മണി ഇങ്ങനെയുള്ള രീതിയിലാണ് ആളുകൾ പ്രസംഗിക്കുന്നത്. ഇവിടുത്തെ മണി കഴിച്ചില്ലാത്ത കുഴപ്പം. ആന്ധ്രയിൽ നിന്ന് വരുന്ന ജയ പൊന്നി ഇതൊക്കെയാണ് നമ്മൾ തട്ടുന്നത്. അന്നേച്ചിട്ടാണ് ഇരുന്ന് ഇവിടുത്തെ ഒരു മണി അരിയെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നത്. അത്തരം റിജിഡായിട്ടുള്ള തിങ്കിങ് മാറാൻ ഉള്ള കാലമായി എന്നുള്ളതാണ് എൻ്റെ മെയിൻ പോയിന്റ്. അത് ഗവൺമെന്റ് പോയിന്റ് ആയിട്ടല്ല, അത് PH എന്ന് പറഞ്ഞ വ്യക്തിയുടെ പോയിന്റ്. ഗവൺമെന്റ് പോയിന്റിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ സർക്കാർ കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ സോക്കോളുടെ കോട്ടയം ഭാഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Dr. Kvtv. He is at present serving as the Director, International Research and Training Center for Below Sea Level Farming. He was former Professor and Associate Director of Research, Kerala Agriculture University.
He took his PhD in hydrobiology and ecology from Bombay University and is a postdoctoral fellow for Food and Agricultural Organization of the UN. He has served as expert team member MS Swaminathan Research Foundation or Kutanad. പ്രഗത്ഭനായ ഈ ശാസ്ത്രജ്ഞനെ അടുത്ത പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ആദരണീയനായ ജസ്റ്റിസ് സിറിയക് ജോസഫ് സാർ, മോഡറേറ്റ് ആയിട്ടുള്ള TFS, മുരളി തുമ്മാർപടി, PhD in IAS, ജോസഫ് തോമസ് ചാലികാരൻ, തിരുവഞ്ചൂർ സാർ, ആദരണീയനായ MP ആന്റണി, പ്രിയപ്പെട്ട വേദിയിലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, വളരെ പ്രമുഖമായ രണ്ട് സംഭാഷണങ്ങൾക്ക് ശേഷം കുട്ടനാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യമായി ഞാൻ മുൻകൂർ ജാമ്യമെടുക്കാം. തീർച്ചയായിട്ടും കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ പറഞ്ഞു. ഞാനത് ഏതാണ്ട് 80% എൻഡോർസ് ചെയ്യുന്ന ആളാണ്. കുട്ടനാട്ടിലെ കൃഷിയെയും നെൽകൃഷിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. കാരണം 1596 ആംസ്റ്റർഡാമിൽ നിന്നൊരു മാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഭൂപടം, ഇന്ത്യയുടെ ഭൂപടമാണ്. സ്വാഭാവികമായും ഇന്ത്യയുടെ ഭൂപടം കാണുമ്പോൾ നമ്മുടെ നാട് കുട്ടനാടൊന്ന് നോക്കും. കുട്ടനാട്ടുകാരനായതുകൊണ്ട് കുട്ടനാടെന്നൊരു സ്ഥലമില്ല, ആലപ്പുഴയും ഇല്ല. അത് ബുർക്ക എന്നൊരു സ്ഥലമുണ്ട്. അത് ചിലപ്പോൾ 200 വർഷം പഴം കപ്പലോട്ടക്കാരുടെ മാപ്പാണ്. ബുർക്ക പുറക്കാടാണ്. അത് കഴിഞ്ഞ് കടപ്പുറ തിരുവല്ലയാണ്. കോട്ടയം വയസ്കര കുന്ന് വയസ്കര, കടുത്തുരുത്തി. എറണാകുളമില്ല, കൊച്ചിയുണ്ട്. കൊച്ചി ഇപ്പോഴത്തെ ഹിൽ പാലസാണ്. പിന്നെ ക്രങ്കന്നൂർ, കൊടുങ്ങല്ലൂരാണ്. പൊന്നാനി വരെ കയറി കിടക്കുന്ന, കടൽ കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാലമാണ്. കാരണം എപ്പോഴാണ് ഇത് പിൻവലിക്കുക? ഒരു മഹാപ്രളയത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. മറ്റൊരു മഹാപ്രളയത്തിൽ ഇന്ന് നമ്മൾ കേഴുകയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പ്രദേശത്തിന് അപ്പുറം ആ ഒരു പ്രദേശം, ഒരു ഭൂപ്രദേശം, അതിലൂടെ കാണുമ്പോൾ വരുന്ന ഒരു ഓർമ്മ കാഴ്ചയുണ്ട്. അവരവരുടെ രീതിയിൽ ആ പ്രദേശത്തെ കാണാം. ആ ഓർമ്മ കാഴ്ച ഒന്ന് കണ്ടിട്ട് വേണം കുട്ടനാടിന്റെ ഇന്നത്തെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇവിടെ സമാനതകളില്ലാത്ത ഒരു സാഹചര്യമുള്ള പ്രദേശമാണ് കുട്ടനാട്. ഇത് ലോകമെമ്പാടും ഉറ്റുനോക്കുകയാണ്. 2013 ഗ്ലോബലി ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. എന്താണ്? ആഗോളതാപനം ഉണ്ടാകുമ്പോൾ കടൽനിരപ്പ് 60 സെന്റിമീറ്റർ ഉയരുമ്പോൾ എങ്ങനെ കുട്ടനാട് പോലുള്ള ആളുകൾ ജീവിക്കുന്നു? അതിസാഹസികരായ കർഷകർ മണ്ണുകൊണ്ട്, മണ്ണില്ലാത്ത നാടാണ് കുട്ടനാട്. ഉണങ്ങിയാൽ കട്ട എന്ന് പറഞ്ഞ് നനഞ്ഞാൽ ചെളി. മണ്ണില്ലാത്തൊരു പ്രദേശമാണ്. ഹ്യൂമസ് കൊണ്ട് 5 നദികൾ കൊണ്ടുവരുന്ന എക്കൽ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ഭൂപ്രദേശം. ആ എക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ വിഷയം. എക്കൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ആ എക്കലാണ് നമ്മുടെ തോടുകളിലും ആറുകളിലും പുഴകളിലും അടിഞ്ഞുകൂടുന്ന എക്കൽ തന്നെ ജലവാഹക ശേഷി കുറച്ച് നീരൊഴുക്കിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് പറയും, സാധാരണ പറയും, ഒരു വരദാനം വലിയ 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 ശാപഗ്രസ്തമാകുന്ന ഒരു നാടാണ്, വിരോധാഭാസങ്ങളുടെ നാടാണ് കുട്ടനാട്. കാരണം വെള്ളപ്പൊക്കം യഥാർത്ഥത്തിൽ പ്രകൃതി സാധാരണ എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം. പലപ്പോഴും പല വീടുകളും പെയിന്റ് ചെയ്യാറ് തന്നെ ഇല്ല. കാരണം അടുത്ത വർഷം വരുമല്ലോ, പെയിന്റ് ചെയ്തിട്ട് എന്താ കാര്യം, അടുത്ത വർഷവും വെള്ളപ്പൊക്കം വരുമല്ലോ. താമര പോലെയാണ്. ചെടിയിൽ വെള്ളത്തിൽ ജീവിച്ച് ചെടിയിൽ വളർന്ന, ചെടിയിൽ പൂക്കുന്ന താമര പോലെയുള്ള മനുഷ്യരുള്ള ഒരു പ്രദേശം. പലപ്പോഴും പറയും, ദുരിതമൊക്കെ വരുമ്പോൾ ഇത് കെട്ട നാടാണ്, കുട്ടനാടല്ല, കുട്ടന്റെ നാടുമല്ല, ചുട്ടനാടുമല്ല, കുത്തിയെടുത്ത നാടല്ല, ഇത് കെട്ട നാടാണ് എന്ന് പറയും. ഈ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് കുട്ടനാട്ടുകാരെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഇതുപോലെയുള്ള സെമിനാറുകളിൽ അവർക്ക് ആശ നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവണം. കുട്ടനാട്ടിൽ ജീവിക്കാൻ കഴിയുമോ സാർ? ഇനി കുട്ടനാട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ ആശങ്ക വളരെ ഗുരുതരമായിട്ട് എല്ലാവരിലും ഉണ്ട്. കൈനഗരിയിലുള്ളവർക്ക് ഇനി തിരിച്ചുപോയി ജീവിക്കാൻ കഴിയുമോ?
അവരുടെ ഹൗസിംഗ് എങ്ങനെയാവണം. ഇവിടെ പറഞ്ഞു ഭയാശങ്കകളോടെയാണ് തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ വന്ന് രക്ഷിക്കുന്ന ഒരു സാഹചര്യം സ്ഥിരം നിലനിൽക്കും. ഞാൻ ആലോചിക്കുന്നു, കുറേ വർഷം മുമ്പ് ഒരു കമ്മിറ്റിയിൽ സുമൻ ബില്ല അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു കമ്മിറ്റി, ഞങ്ങൾ 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. സീ പ്ലെയിനെ പറ്റിയാണ്. സീ പ്ലെയിൻ ഇറങ്ങുന്നതിന് വലിയ ഘോരമായ പ്രതിഷേധമായിരുന്നു. ഈ സീ പ്ലെയിൻ ഇറങ്ങിയാൽ മത്സ്യോത്പാദനം കുറയുന്നു. ഇവിടെ വെച്ച് പഠിക്കാൻ സംബന്ധിച്ചില്ല. ഞങ്ങൾ ആൻഡമാൻസിൽ പോയി ഈ ഹാവ്ലോക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്ക് ഐലൻഡിൽ പോയി അവിടെ ഇറങ്ങി അവിടുത്തെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെയും കൂടെ ചേർത്ത് അവിടെ ഉണ്ടാകുന്ന വെള്ളത്തിലുണ്ടാകുന്ന ടർബുലൻസ് ഒക്കെ പഠിച്ച് അവിടെ നോക്കിയപ്പോൾ ഏറ്റവും അധികം മത്സ്യം ഉള്ളത് ഈ ഇത് ഇറങ്ങുന്ന സ്ഥലത്താണ്. കാരണം അതൊരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറി പോലെയാണ്. അവിടെ ഫിഷിംഗ് ഇല്ല. സ്കൂബ ഡൈവിംഗിൽ ഏറ്റവും അധികം ജൈവവൈവിധ്യം കാണുന്നത് ഇറങ്ങുന്ന സ്ഥലത്താണ്. ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിച്ചു. കാരണം അത് പ്രത്യേകമായിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ എങ്കിലും പറഞ്ഞു, ഇത് നമുക്ക് ദുരന്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ആംബുലേറ്ററി സർവീസ് ആയിട്ട്, ഇത് സീ പ്ലെയിൻ അല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈഡ്രോപ്ലെയിൻസ് ആണ്. ഞാൻ ചെങ്ങന്നൂരെ അവസ്ഥ കണ്ടപ്പോൾ വിചാരിച്ചു, നമുക്ക് അത്തരത്തിലുള്ള ഹൈഡ്രോപ്ലെയിൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുമ്പി പറന്നു പോകുന്നത് പോലെ ചെങ്ങന്നൂർ ചെന്നിറങ്ങി അതിവേഗത്തിൽ സ്പീഡ് ബോട്ടിനേക്കാൾ ഒരു 4 ഇരട്ടി വേഗതയിൽ പോയി ആളുകളെ എടുത്ത് പറന്നുയർന്ന് നിശ്ചിത സ്ഥാനത്ത് ഡാമുകളിൽ ചെന്ന്, തടാകങ്ങളിൽ ചെന്ന്, നദികളിൽ ചെന്ന്, ഇത് ഓഖി ദുരന്തമായപ്പോഴും ആലോചിച്ചു. സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു ചാക്കുകെട്ടിൽ ഇരിക്കുന്നുണ്ടാവും ആ റിപ്പോർട്ട്. നമുക്ക് തീർച്ചയായിട്ടും ഹൈഡ്രോപ്ലെയിൻസ് വേണം. അന്ന് യഥാർത്ഥത്തിൽ അവയവം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തിരുന്നു. കാരണം അന്ന് അതിന് പകരം എയർ ആംബുലൻസ് എന്നൊരു സംവിധാനം ആലോചിക്കും. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള സവിശേഷതകളെ പറ്റിയൊക്കെ കുട്ടനാട്ടുകാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം ഉണ്ടാകണം. ഈ സംഭവം, ഈ നമ്മുടെ ദുരന്തം ഉണ്ടാകുന്നതിന് ഒരു 1.5 മാസം മുമ്പ് ഫ്ലഡ് ഇൻ കുട്ടനാട് എന്നൊരു പേപ്പർ ഞങ്ങളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിരുന്നു. എങ്ങനെയെങ്കിലും പ്രിമോഷൻ മുൻകൂട്ടി പ്രവചിക്കുന്ന പോലെ എങ്ങനെയെങ്കിലും റിപ്പോർട്ട് എന്നിട്ട് ഇപ്പൊ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കാരണം നമുക്ക് CWCയില് എല്ലാ നദികളിലും 5 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണല്ലോ കുട്ടനാട്, പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ. എല്ലാ നദികളിലും നമുക്ക് വാട്ടർ ഗേറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതായത് മൂവാറ്റുപുഴ രാമമംഗലത്തുണ്ട്, മീനച്ചിലാണെങ്കിൽ കിടങ്ങൂരാണുള്ളത്. ഇങ്ങനെ 3 സ്റ്റേഷൻ വീതമുണ്ട്. മണിമലയിലെ കല്ലൂപ്പാറയാണുള്ളത്. പമ്പയാറിലെ മാലക്കരയിലും അച്ചൻകോവിലും തുമ്പമണ്ണിലുമുണ്ട്. അവിടെ നിന്ന് ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 30 വർഷത്തെ പഠനം എടുത്തിട്ട് അവിടെ 2000 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിലെ ഒരു ഒഴുക്കുണ്ടെങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോൾ പമ്പയിൽ പ്രളയം ഉണ്ടായിരിക്കും, വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കും. ഇതൊരു ഫോർവാർണിംഗ് സിസ്റ്റമാണ്. ഇതൊരു കോറിലേഷനാണ്. വലിയ ഉപകരണം നമ്മൾ ഉപയോഗിച്ചല്ല. അവിടുത്തെ എല്ലാ ദിവസത്തെയും സ്പീഡ്, എല്ലാ ദിവസത്തെയും നീരൊഴുക്കിനെ പറ്റി കൃത്യമായ ഡേറ്റ നമുക്കുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസങ്ങളെ പറ്റി നമുക്ക് പ്രയാസമില്ല. ഏതെല്ലാം വർഷങ്ങളിൽ ഏതെല്ലാം ദിവസം നിശ്ചിതമായ ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് റെയിൻ ഗേജുമായി, ഒരു സെറ്റ് ഓഫ് റെയിൻ ഗേജുമായിട്ട് ബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഫോർവാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകുന്നത് പറയുമ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിക്കാർക്ക്, കുട്ടനാട്ടിൽ വസിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യും. ഞാൻ പൂർണ്ണമായി എഗ്രി ചെയ്യുന്നു PH കുര്യൻ സാറിനോട്. കാരണം ഒരു ദേശീയ അജണ്ടയ്ക്കനുസരിച്ചുള്ള ഒരു കാർഷിക കൃഷി രീതി കുട്ടനാട് പോലുള്ള ഒരു വെറ്റ്ലാൻഡ് സിസ്റ്റത്തിലോട്ട് എടുത്തു പറിച്ചു തരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹൈ യീൽഡിംഗ് ടെക്നോളജി, ഗ്രീൻ റെവല്യൂഷൻ ടെക്നോളജിയാണ്. 1 സെന്റിമീറ്റർ വെള്ളം വേണ്ട ഒരു റൈസ് വെറൈറ്റിക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുട്ടനാട്ടിൽ എങ്ങനെ പഞ്ചാബാക്കാമെന്ന് കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മുഴുവൻ ഞങ്ങൾക്ക് ശത്രുതാപരമായി കാണുകയാണ്. ഇതായിരുന്നില്ല നമ്മളുടെ രീതി. പ്രകൃതിയുടെ മേന്മയേറിയ വഴികൾക്ക് അനുസൃതമായി കൃഷി ചെയ്തവരാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, എത്ര ബുദ്ധിമാന്മാരായിരുന്നു നമ്മുടെ പൂർവികർ. കുട്ടനാട്ടിൽ കൃഷി ആരംഭിക്കുന്നത് ഒരു 200-300 വർഷം മുമ്പാണ്. അധികം കാലമില്ല. ഒരു 500 വർഷത്തിനപ്പുറം കുട്ടനാടിന് ചരിത്രമില്ല. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 5 തലമുറ 6 തലമുറയ്ക്ക് അപ്പുറത്ത് കുട്ടനാടില്ല. അപ്പോൾ ചെളി മെനഞ്ഞെടുത്ത്, കട്ട കൊണ്ട് പാടശേഖരങ്ങൾ മെനഞ്ഞെടുത്ത് കൃഷി ആരംഭിച്ചവരാണ്. അത് കൂടുതലായി കായലിലുള്ള സ്ഥലം വിസ്തൃതി എടുത്തിട്ട് ഇന്ന് 35% കൊണ്ട് കൃഷി സ്ഥലം കുറഞ്ഞു, കായലിന്റെ വിസ്തൃതി കുറഞ്ഞു എന്ന് നമുക്കറിയാം.
അതോടൊപ്പം തന്നെ ഈ കായലിന്റെ വിസ്തൃതി കുറഞ്ഞതോടൊപ്പം തന്നെ പാടശേഖരങ്ങൾ ആദ്യകാലത്ത് കൃഷിക്ക് വേണ്ടി കൂടുതലായിട്ട് കായലിന്റെ മേഖലകൾ, കാരണം 5 നദീതട മേഖലയാണ്, ഫ്ലഡ് പ്ലെയിൻസ് ആണ്. ഫ്ലഡ് പ്ലെയിൻ മേഖലയിൽ കടന്നുകൂടി പാടശേഖരങ്ങൾ യാതൊരു ഷേപ്പും യാതൊരു ഡിസൈനും ഇല്ലാതെയുള്ള പാടശേഖരങ്ങളാണ്. വളഞ്ഞു കുളഞ്ഞൊഴുകുന്ന സ്ഥലത്തൂടെയാണ് വെള്ളം. അതുകൊണ്ടാണ് പമ്പയാറ് കല്ലിശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ 35-40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വേമ്പനാട്ട് കായലിൽ എത്താൻ കഴിയുക. തീർച്ചയായിട്ടും ഭാവിയിൽ ധാരാളമായ ബൈപ്പാസ് കനാലുകൾ നമുക്കുണ്ടാകണം. 4 കിലോമീറ്റർ കൊണ്ട് ചിലപ്പോൾ മുട്ടാറിൽ നിന്ന് വെള്ളം മുഴുവൻ TS കനാലിൽ എത്തിക്കാം, അമ്പലപ്പുഴ വിളക്കുമരത്തിന്റെ അടുത്ത് എത്തിക്കാൻ കഴിയും. ബൈപ്പാസ് കനാലുകളെ പറ്റിയാണ് ഈ ഒരു നിർദ്ദേശമാണ് AC കനാൽ എന്ന നിർദ്ദേശത്തിലൂടെ സ്വാമിനാഥൻ പാക്കേജിൽ നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് കുട്ടനാട്ടിലെ പ്രധാന കൃഷി പുഞ്ചകൃഷിയാണ്. ഒക്ടോബർ കാലവർഷവും തുലാവർഷവും പിന്നിട്ട ശേഷമാണ് കൃഷി ആരംഭിക്കുക. എന്താണ്? എക്കൽ വന്ന് വീഴണം പാടശേഖരത്തിൽ. എക്കൽ കൃഷിയായിരുന്നു, എക്കൽ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ നടത്തിയിരുന്നത്. പാടശേഖരങ്ങളുടെ മട തുറന്നു വെച്ച് വളരെ വിസ്തൃതമായി തുടർന്ന് വെച്ച് വെള്ളം കയറ്റി ഫ്ലോ ത്രൂ സ്ട്രക്ചേഴ്സ് ആക്കി മാറ്റി എക്കൽ വീണ് സമ്പന്നമായ സ്ഥലത്ത് കൃഷി ആരംഭിക്കും. തുലാവർഷം കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച് ഏതാണ്ട് ജനുവരി മാസം ആകുമ്പോൾ അവസാനിപ്പിക്കും. കാരണം എന്താണ്? അപ്പോഴേക്ക് നദിയിലുള്ള ഒഴുക്ക് കുറയുമ്പോൾ അറബിക്കടലിൽ നിന്ന് കൂടുതലായി ഓരുവെള്ളം കടന്നു വരും. അപ്പോൾ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ട് ഒരു കലണ്ടർ അനുസരിച്ച് കാലാവസ്ഥയുടെ താളക്രമത്തിനനുസരിച്ചൊരു കൃഷി രൂപപ്പെടുത്തുകയാണ്. നിങ്ങൾ അതേസമയം നമുക്ക് നോക്കാം, വേമ്പനാട് കായലിന്റെ വടക്കൻ ഭാഗത്ത്, തെക്കൻ ഭാഗത്ത് ഇത്തരത്തിൽ കുട്ടനാട്ടിലൊരു കൃഷിയാണെങ്കിൽ വടക്കൻ ഭാഗത്തെ കൃഷി ആരംഭിക്കുന്നത് എപ്പോഴാണ്? പടുമഴയത്ത് ആരംഭിക്കും. മെയ് മാസത്തിൽ കണ്ണി കൂട്ടി കൊക്കാളി എന്ന് പറയുന്ന ഒരു വിത്തിനം ഓരിനെ പ്രതിരോധിക്കുന്ന 6 PPT സന്നിധ്യമുള്ള ഓരിനെ പ്രതിരോധിക്കുന്ന നെല്ലിനം വിതച്ച് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് പറിച്ചിട്ട് വെട്ടിനിരത്തലെന്നാണ് അവർ പറയുക. വേറെ ഭാഷ വെട്ടിനിരത്തിയാണ് പാടശേഖരത്ത് ഏതാണ്ട് തുലാവർഷം കഴിയുമ്പോഴത്തേക്ക് കൃഷി അവസാനിപ്പിച്ചിരിക്കും. കായലിന്റെ ഒരു വശത്ത് ഒരു ഭാഗത്ത് മഴക്കാലത്ത് കൃഷി ആരംഭിച്ച് മഴ തുടങ്ങുമ്പോൾ അല്ലെ ഓൺസെറ്റ് ഓഫ് റെയിൻ കൃഷി ആരംഭിച്ച് തുലാവർഷം അവസാനിക്കുമ്പോൾ കൃഷി അവസാനിപ്പിക്കുന്നു. അതേസമയം തെക്കടുത്ത് കുട്ടനാട്ടില് കാലവർഷവും തുലാവർഷവും പിന്നിട്ട ശേഷം കൃഷി ആരംഭിച്ച് അത് ഓരി കയറുന്നതിന് മുമ്പ് കൃഷി അവസാനിപ്പിക്കുന്നു. എത്ര ഒരു പ്രദേശത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ കൃഷി, കാലാവസ്ഥയുടെ താളക്രമത്തിന് അനുയോജ്യമായ കൃഷി രീതി യോജിപ്പിച്ചവരാണ് നമ്മുടെ പോലുകാർ. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ നാഷണൽ അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള ടെക്നോളജി അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് ഇത് ആരംഭിച്ചതാണ്. കോട്ടപ്പള്ളി സ്പിൽവേ വേണ്ടി വന്നു. കാരണം വെള്ളം നമുക്ക് ശത്രുതാമനോഭാവത്തിലാണ്. വെള്ളം നമ്മുടെ പ്രശ്നമാണ്. ഒരു പ്രദേശത്തിന്റെ കുട്ടനാട് പോലുള്ള 5 നദികൾ സംഗമിക്കുന്ന ഒരു ഫ്ലഡ് പ്ലെയിന്റെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ ജലശക്തിയാണ്. അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഏറ്റവും വലിയ ശക്തി വേലിയിറക്കങ്ങളാണ്. ഇത് നമുക്കറിയാം. 2 വേലിയേറ്റവും 2 ഇറക്കവും ഉണ്ട്. മുഴുവൻ കഴുകി അവിടുത്തെ സർവ്വ മാലിന്യങ്ങളും പുറത്തു കളയാൻ പറ്റുന്ന പര്യാപ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അറബിക്കടലുമായിട്ടുള്ള ഈ സാന്നിധ്യമാണ്. ഇത് രണ്ടും പ്രശ്നമാണെന്ന് കണ്ട് ഇത് രണ്ടിനെയും അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കുറെ വർഷങ്ങളായി നമ്മൾ നടത്തുന്നത്. എങ്ങനെ വെള്ളം ഏറ്റവും എളുപ്പം അറബിക്കടലിൽ കളയാം? പമ്പയും അച്ചൻകോവിലും സന്ധിക്കുന്ന വിജയപുരത്ത് 1,89,000 ക്യൂബിക് ഫീറ്റ് കനയടി വെള്ളമാണ് ഏറ്റവും മാക്സിമമായിട്ട് അവിടെ എത്തുക. അവിടെ നിന്ന് 10 കിലോമീറ്റർ കൊണ്ട് കോട്ടപ്പള്ളി സ്പിൽവേയിൽ എത്തിക്കുക. അവിടെ നിന്ന് 65,000 ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് അറബിക്കടലിൽ കളയുക. ഈ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ആദ്യത്തെ പദ്ധതി ആലോചിച്ച് അത് പിന്നീട് അത് നിർമ്മിച്ചതിന് കഴിഞ്ഞ ശേഷം മനസ്സിലായി 20,000 ക്യൂസെക്സ് പോലും വെള്ളം അവിടെ പോവില്ല. അത് നിർമ്മിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ വെള്ളം വിടാൻ പുറത്തോട്ട് കളയണ്ട. കടലിൽ ഒരു പൈലിംഗ്, വളരെ സുന്ദരമായ ഭാഷയാണ് നമ്മൾ പൈലിംഗ് അപ്പ് ഓഫ് വാട്ടർ. അവിടെ വെള്ളം ഉരുണ്ടുകൂടും. അത്രേ സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം. മഴക്കാലത്ത് അവിടെ തിരയിളക്കം ഉണ്ടാകും ഇല്ലേ? അവിടെ വളരെ 2 മീറ്ററെങ്കിലും ഉയരത്തിൽ ഒടിച്ചുകുത്ത് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ നമുക്ക് സാധാരണ ഉണ്ടാകുന്നത്. ആ ഒടിച്ചുകുത്തിനെ അതിജീവിച്ച് വേണം വെള്ളം അറബിക്കടലിൽ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ റഫ്നെസ് കോഎഫിഷ്യന്റ് എന്ന് എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറയുന്ന, അതുകൊണ്ട് വെള്ളം പൂർണ്ണമായിട്ട് ഒഴുകുന്നില്ല. ഞാൻ ഇത്തവണത്തെ സ്ഥിതിയെ പറ്റി പരിശോധിക്കണം. എങ്ങനെ ഇതൊരു ആസ് ആൻ അക്കാഡമീഷ്യൻ നമ്മളൊക്കെ കൃത്യമായിട്ട് നോക്കി എത്ര തോട്ടപ്പള്ളി സ്പിൽവേ എത്ര ക്വാണ്ടിറ്റി വെള്ളം അറബിക്കടലിൽ ഈ മഹാപ്രളയത്തിൽ പുറത്തുവിട്ടു.
ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അക്കാഡമിക്കായിട്ട് നോക്കുന്നത് ഇത് ഈ പറഞ്ഞ പ്രവചിച്ചതുപോലെ അല്ലെ 65,000 ക്യൂസെക്സ് വെള്ളം പുറത്ത് കളയുന്നുണ്ടോ, അതോ സാധാരണഗതിയിൽ 20,000 ഉണ്ടോ, അതിന് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായി, സാൻബാർ ഉണ്ടായിട്ടുണ്ടോ? സാൻബാർ ഉണ്ടാവും, കാരണം ഇറോഷനും അക്രീഷനും വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് നമ്മുടെ തീരത്ത്. നീരൊഴുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അക്രീഷനെ കൊണ്ട് മണലടിയുണ്ടാകും. അത് മാറ്റി കളയണം. അവിടെ മരം വെക്കാനോ തടസ്സം ഉണ്ടാക്കാനോ അല്ല, അത് എഫക്റ്റീവായിട്ട് വെള്ളം മറവികളിൽ കളയാനുള്ള സംവിധാനമാണ്. മറ്റൊരു കാര്യം, നദീജലം കുട്ടനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലിലൂടെ അത് അറബിക്കടലിലോട്ട് പോകേണ്ടത് കൊച്ചിക്കായലിലൂടെയാണ് പ്രധാനമായിട്ടും. അതിനെടുക്കുന്ന ക്രമാതീതമായ അസാധാരണമായ സമയം, ഈ സമയം കുറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കനാലുകൾ നമ്മൾ ഓരോ വണ്ട് കെട്ടുമ്പോഴും 2 മീറ്റർ അകത്തോട്ട് കെട്ടി മിയാൻഡറിങ് കനാൽസിലൂടെ വളഞ്ഞ് അത് ചിലപ്പം ശാസ്ത്രീയമായി ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ കായലിലെ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുള്ള കായൽ മാത്രമേ ഉള്ളൂ. നിശ്ചിതമായി ചരട് പിടിച്ച പോലെ നിശ്ചിതമായി കായൽ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളഞ്ഞ് ധാരാളം സമയമെടുത്തിട്ടാണ്. അതുകൊണ്ട് ഈ റഫ്നെസ് മാറ്റാനുള്ള പ്രവർത്തനം അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ടത് ഉണ്ട്. അപ്പോൾ ഭാവിയിൽ കുട്ടനാടിന്റെ വികസനത്തെ പറ്റിയുള്ള അതുകൊണ്ട് തന്നെയാണ് കുട്ടനാട് പാക്കേജിൽ 15 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, കർമ്മ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പരിസ്ഥിതി പുനഃസ്ഥാപനം. ഒരുപാട് മാറ്റങ്ങൾ മുൻകാലത്ത് നടത്തിയിട്ടുണ്ട്. തണ്ണീർമുക്കം മണ്ണുണ്ടാക്കിയിട്ടുണ്ട്, സ്പിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രദേശത്തിൽ ജൈവവൈവിധ്യത്തിലുണ്ടായിരുന്ന ശോഷണം എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അൺഡു ചെയ്യുന്നതിനുള്ള ധാരാളമായ പ്രവർത്തനങ്ങളാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. ആ പാക്കേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുക എന്ന പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ കഴിഞ്ഞില്ല. പക്ഷെ ബണ്ടിങ് എന്ന 8ാമത്തെ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ കറങ്ങി നടത്തുമെന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം അതുകൊണ്ട് ഉണ്ടായിരുന്ന നഷ്ടങ്ങളെ പറ്റി. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കുട്ടനാടിന്റെ വികസനത്തെ പറ്റിയുള്ള പുനർചിന്തയിൽ റീബിൽഡിങ്ങിന് കുട്ടനാടിന്റെ സവിശേഷമായിട്ട് ജൈവവൈവിധ്യത്തെ കൂട്ടിയിണക്കുന്ന ഒരു സംയോജിത കൃഷി സംവിധാനം വേണം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഏക്കൽ സമൃദ്ധമായിട്ട് വരുന്ന കുട്ടനാട്. അത് ഏറ്റവും അനുയോജ്യ സമയത്തോട് സംയോജിപ്പിച്ചിട്ട് അതിനോട് കൂട്ടിയോജിപ്പിക്കാവുന്ന മത്സ്യവും കന്നുകാലിവളർത്തലും താറാവ് കൃഷിയും പുറം മണ്ണുകളിൽ തെങ്ങും വിവിധങ്ങളായ വിളകളും കൂട്ടിയോജിപ്പിച്ച് ഒരു ഏറ്റവും കൂടുതൽ സമ്പത്ത് 2 കൈ ഉയർത്തി പറയാൻ കഴിയണം. ഇതാ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ പാടശേഖരങ്ങളെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ വൈവിധ്യമാർന്ന ഉൽപാദന പ്രക്രിയ നടക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കൃഷിയിടങ്ങൾ മാറണം. ഒപ്പം തന്നെ ഞാൻ പൂർണ്ണമായിട്ട് എങ്ങനെ ചെയ്യുന്നു, നമ്മൾ പറയുന്നു നമ്മുടെ പാടശേഖരങ്ങൾ ജലസംഭരണികളാകണം. അപ്പർ കുട്ടനാടൻ മേഖലയിൽ ജലം ശേഖരിച്ചു വെച്ച് നമ്മൾ കോൾമേഖലയിലും മറ്റും ചെയ്യുന്നത് പോലെ തന്നെ പടവടിസ്ഥാനത്തിൽ വെള്ളം ഇറക്കി വെച്ച് വേനൽക്കാലത്ത് ഏറ്റവും അവസാനം വിതയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയും ബണ്ട് കെട്ടേണ്ടത് ആദ്യം പ്രാമുഖ്യം കൊടുക്കേണ്ടത് അപ്പർ കുട്ടനാടിനാണ്. മാന്നാറിലും ചെങ്ങന്നൂരിലും അല്ലേ അതുപോലുള്ള പ്രദേശങ്ങളിൽ അപ്പർ മേഖലയിൽ അല്ലെങ്കിൽ കോട്ടയം മീനച്ചിലിന്റെ അപ്പർ മേഖലയിൽ അവിടെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് അവിടെ അതിന് വേനൽക്കാലത്ത് അവിടുന്ന് വെള്ളം ഒഴുക്കി വിടാൻ ഒരു ബേസ് ഫ്ലോ നിലനിർത്തിക്കൊണ്ട് മാലിന്യം പുറത്തുവിടാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. കുടിവെള്ളമാണ് കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാന പ്രശ്നം. ഞാൻ ആലോചിക്കുന്നു, റാണി ചിത്തിരക്കായൽ കൃഷിക്ക് വേണ്ടി എടുക്കുന്നതിന് 26 വർഷത്തിന് ശേഷം കൃഷിക്കെടുക്കാനായിട്ട് തീരുമാനമുണ്ടായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. പത്മകുമാർ സാറാണ്, അദ്ദേഹമാണ് ആലപ്പുഴ കളക്ടർ. അദ്ദേഹം ഒരു കമ്മിറ്റി വെച്ചു, 3 അംഗ കമ്മിറ്റി. റാണി ചിത്തിരക്കായൽ നെൽകൃഷിയിലോട്ട് കൊണ്ടുവന്നേ മതിയാവും. കാരണം അതിന്റെ പുറംബണ്ടുകളൊക്കെ കൃത്യമായിട്ട് കെട്ടി. പുറംബണ്ടിനെ പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ട്, കൃഷിയില്ലാത്ത സ്ഥലത്താണ്. ഇതിനു വേണ്ടിയുള്ള ആലോചന കമ്മിറ്റിയിൽ അതിനുവേണ്ടി കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു, തീർച്ചയായും സാർ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ 2 പാടശേഖരങ്ങളുടെ 1200 ഏക്കറാണ്. 4 മീറ്റർ വെള്ളം കിട്ടും. 1 മീറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 180 ദിവസം കുടിക്കാനുള്ള വെള്ളം കിട്ടും. അപ്പോൾ ഈ ഗ്രാമത്തിൽ മുഴുവൻ ഇത് പൂർണ്ണമായിട്ട് ശുദ്ധജലം സംഭരിച്ചുകൊണ്ട് ശേഖരിച്ചു വെച്ചിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് ആ ഒരു 5-8 ഗ്രാമത്തിലേക്ക് വെള്ളം സമൃദ്ധമായിട്ട് കൊടുക്കാൻ കഴിയും. പക്ഷെ സർക്കാരിന്റെ പ്രയോറിറ്റി വ്യത്യസ്തമായിരുന്നു. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു മാതൃക കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഞാൻ തന്നെ നടത്തിയിരുന്നു. അവിടെ ഞങ്ങൾ 60 വർഷമായിട്ട് പുറത്തുനിന്ന് 3 ലക്ഷം രൂപയ്ക്ക് വെള്ളം വാങ്ങുന്ന ഗവേഷണ കേന്ദ്രമാണ്. വെള്ളം പുറത്തുനിന്ന് കോട്ടയത്തു നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഒരു വണ്ടി തന്നെ മേടിച്ചു, ഒരു ടാങ്കർ ലോറി തന്നെ മേടിച്ചു, കട്ടപ്പുറത്തണ്ടി പോകും. അപ്പോൾ
ഈ സ്ഥലത്ത് 20 ഏക്കർ സ്ഥലം മാലിന്യം നിറഞ്ഞു കിടക്കുന്ന സ്ഥലം, മരങ്ങൾ വളർന്നു നിൽക്കുന്ന, പക്ഷികൾ വന്നിറക്കുന്ന സ്ഥലം വൃത്തിയായപ്പോൾ മണ്ടം പണിയാണ്. ഇദ്ദേഹത്തിന് എന്ത് പറ്റി? ഓരോ സമയവും പറഞ്ഞ അവസാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഡെവലപ്മെന്റ് ഗ്രാന്റിൽ 20 ലക്ഷം രൂപ കിട്ടി. അത് വൃത്തിയാക്കി, വെള്ളം ശേഖരിച്ച് അത് ഓരോ ദിവസവും വെള്ളം പരിശോധിച്ചപ്പോഴും മണ്ണുമായി ബന്ധപ്പെടുമ്പോൾ അതിനകത്ത് ചില ഇമ്പ്യൂരിറ്റീസ്, പ്രത്യേകിച്ച് ഇരുമ്പിന്റെ അംശം എത്തുന്നു. അത് പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫിൽട്ടർ സംവിധാനം ഘടിപ്പിച്ച് ഇന്ന് 500 കുടുംബങ്ങൾ അവിടുന്ന് വെള്ളം കുടിച്ചു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ആവശ്യവും നിറവേറുന്നത് 20 ഏക്കർ സ്ഥലത്ത് നിന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, തിരുവല്ലയിലോ പമ്പയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുട്ടനാട്ടിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പമ്പയിൽ ഹൈറേഞ്ചിൽ പെയ്യുന്ന അത്രയും വെള്ളം ഇവിടെയും 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ട് ശേഖരിച്ചു വെച്ചുകൊണ്ട്. കാരണം അതിനൊരു കാര്യം ചെയ്തു, അതിന് ചുറ്റും ഞങ്ങൾ വെറ്റിവർ രാമച്ചം വെച്ച് പിടിപ്പിച്ചു. ചേർത്തലയിൽ നിന്ന് കളക്ടറുടെ അനുമതി കൊണ്ട് തന്നെ വൈറ്റ് സാൻഡ് കൊണ്ടുവന്ന് അതിനൊരു സമ്പ് ഉണ്ടാക്കി വെള്ളം ശേഖരിക്കുന്നതിന്. അത് പ്യൂരിഫൈ ചെയ്ത് ഒന്നാന്തരം വെള്ളം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പ്രാദേശികമായി എല്ലാ ഗ്രാമങ്ങളിലും കൃഷി ചെയ്യാതെ കിടക്കുന്ന ഇത്തരം പാടശേഖരങ്ങൾ, ജലസംഭരണികൾ മാറ്റുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി ഉണ്ടാവണം. കുട്ടനാട്ടിൽ നമുക്കറിയാം 56,000 ഹെക്ടർ സ്ഥലം കൃഷിയുടെ ഉണ്ടായിരുന്നത് ഇന്ന് 46,600 ഹെക്ടറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 13,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇല്ലാതെ കിടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ മുഴുവൻ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിട്ട് കിടക്കുകയാണ്. കാരണം നികത്താൻ പറ്റില്ല, കൃഷിക്കും വരില്ല. ഈ പ്രദേശങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് ഒന്നാം തരം ജലസംഭരണികളാക്കി മാറ്റിയാൽ എനിക്ക് തോന്നുന്നു എച്ചയിങ് ഓഫ് റിസർവോയർസ് അല്ലെ, ഒരു അണക്കെട്ടുകളുടെ ലേക്കുകളുടെ ലാൻഡ് ഓഫ് ലേക്സ് എന്ന് തോന്നുന്ന രീതിയിൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാം. ടൂറിസ്റ്റുകൾക്ക് വരാം, അല്ലെ അതിന് ചുറ്റും പ്രാണിചിന്തന കായലിലൊക്കെയാണ് ഒരു 12 കിലോമീറ്റർ ചുറ്റും നടക്കാം, അല്ലെ ബോട്ടിൽ വന്ന് അവിടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് സുഖമായിട്ട് പുറത്തു പോകാം. സംരക്ഷിതമായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സായിട്ട് ഇതുപോലെ അനേകം സാഹചര്യങ്ങളുടെ വെള്ളം നമ്മുടെ സമ്പത്താണെന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ വാർണിംഗ് സിസ്റ്റം, എത്തരത്തിലുള്ള റോഡുകളാവണം. നമുക്ക് സ്റ്റിൽറ്റേലാകാം. എന്താ നമ്മുടെ ബാന്ദ്രയിൽ നിന്ന് ഹാരിയയിൽ വരെ കടലിലൂടെയാണ് സ്കൈവേ ഉണ്ടാക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അത്തരത്തിൽ നമുക്ക് ആലോചിച്ചു കൂടിയാണ്. അതേപോലെ തന്നെ ധാരാളമായിട്ടുള്ള കനാൽസ്, ബൈപ്പാസ് കനാൽസ്, വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ വെളിയനാട് നിന്ന് ആലപ്പുഴയ്ക്ക് എത്താൻ കഴിയും. അതിവേഗത്തിൽ സഞ്ചരിക്കാവുന്ന അതിവേഗ വാട്ടർ ജലപാതകൾ കുട്ടനാട്ടിൽ ഉണ്ടാക്കുക വഴി കുട്ടനാട് ഏറ്റവും സമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ചിന്തകൾ, ആത്മവിശ്വാസം പകരുന്ന ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. കൃഷിയിടങ്ങൾ ഏറ്റവും പ്രധാന പ്രശ്നം ഇന്ന് മാലിന്യമാണ്. കുളവാളിയാണ് പ്രശ്നം എന്ന് പറയും. കാരണം ഇത്തരം ഫോസ്ഫേറ്റിന്റെ അളവ് 15 പാർട്സ് പെർ 1000 ppm ആണ്. സാധാരണഗതിയിൽ 0.5, 0.6 ഒക്കെയാണ്. ഫോസ്ഫേറ്റ് വളരെ കൂടുതലാണ്. ഫോസ്ഫേറ്റിനേക്കാൾ വളരെ കുറവാണ് നൈട്രജൻ. അസാധാരണമായ ഒരു മാറ്റമാണ് നമ്മുടെ ജലാശയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സലിനിറ്റി, കുട്ടനാട് നേരിടാൻ പോകുന്ന അടുത്ത ദുരന്തം എന്താണെന്ന് വെച്ചാൽ ടൈഡൽ ഫ്ലഡ് ആയിരിക്കും. കാരണം ഇത്തവണ ഭാഗ്യവശാൽ ടൈഡൽ ഫ്ലഡ് ഉണ്ടായില്ല, നമുക്ക് റിവർ മാത്രമേ ഉണ്ടായുള്ളൂ. റിവർ ഫ്ലഡ്, ടൈഡൽ ഫ്ലഡ് വരുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കുട്ടനാട്ടിലെ സലിനിറ്റി അല്ല, ഞാൻ 80കളിൽ മുതൽ പഠിക്കുന്ന ആളാണ്. പരമാവധി വന്നിരുന്നത് 5 അല്ലെങ്കിൽ 5 മുതൽ 11 പാർട്സ് പെർ 1000 വരെയാണ് സലിനിറ്റി. കഴിഞ്ഞ ഈ വർഷം ഈ മാർച്ച് മാസം അത് കേരളത്തിലിരിക്കുന്ന ഉപ്പിന്റെ അംശം 22 പാർട്സ് പെർ 1000 ആണ് വൈക്കത്ത്. അസാധാരണമായ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ തീരദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര പണ്ടുണ്ടായാലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിൽ ഓരുകയറ്റം വലിയ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. അതിനോടൊപ്പം മണ്ണിന്റെ ഘടന, മണ്ണിന്റെ pH അല്ലെ, മണ്ണിന്റെ പുളിരസം വർദ്ധിക്കുന്നു, ലവണത്വം വർദ്ധിക്കുന്നു. ഇത് എനിക്ക് സമാനമായ ഒരു സാഹചര്യം എനിക്ക് കാണാൻ കഴിയുന്നത് പഞ്ചാബിലാണ്. ഇത് നമ്മുടെ കൃഷിശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ചും, കാരണം പുളി വരുമ്പോൾ പറയുമോ കുമ്മായി വിട്ടാൽ മതി നമുക്ക് കൃഷി രക്ഷിക്കാമെന്ന് പറയുന്നു. അതിനപ്പുറത്തോട്ട് പഞ്ചാബിലെ ബത്തിൻഡ, മുക്സർ, റോപ്പർ, ഫസിൽക്ക ഈ ജില്ലകളിലൊക്കെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലോട്ട് നെൽകൃഷി മേഖല പ്രത്യേകിച്ചും അസിഡിറ്റി വർദ്ധിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ് അറിയാം 700 മില്ലിമീറ്റർ അവരുടെ മഴ. ആ മഴവെള്ളം അവിടെ സത്യത്തിലുള്ള ധാരാളം കനാൽ സിസ്റ്റത്തിലൂടെ വെള്ളം കൊണ്ട് കൊടുത്ത് ധാരാളമായി വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി നിരന്തരം നെല്ല് മാത്രം ചെയ്ത് അടിയിൽ കുമിഞ്ഞു കിടക്കുന്ന വെള്ളം, കാരണം ഭൂഗർഭ ജലം 80 മീറ്റർ താഴെയാണെങ്കിലും നെൽകൃഷി ചെയ്യുന്ന ഇടത്ത് ഒരു അരയടി താഴെ ഒന്ന് പട്ടി മാന്തിയാൽ കാണുന്ന പോലെ വെള്ളക്കെട്ടാണ്. ഈ വെള്ളം ഹൈലി അസിഡിക്കാണ്.
അസിഡിക് ആയതുകൊണ്ടെന്നാണ് കുമ്മായി വിട്ടൂടെ, അവിടെ ആൽക്കലൈൻ സോയിലാണ്. പക്ഷെ ആ അസിഡിറ്റി മണ്ണിലടങ്ങിയിട്ടുള്ള ഖരലോഹങ്ങളെ ലയിപ്പിക്കുന്നു. എന്താണ് ഖരലോഹം? ആർസനിക് ഉണ്ട്, മെർക്കുറി ഉണ്ട്, ക്രോമിയം ഉണ്ട്, കാഡ്മിയം ഉണ്ട്. പഞ്ചാബിലെ ഈ സ്ഥലത്ത് ഉള്ളത് യുറേനിയമാണ്. 70% വെള്ളവും യുറേനിയം കണ്ടാമിനേറ്റഡ് ആണ്. 45% വെള്ളം ബിയോണ്ട് ലിമിറ്റ്സ് ആണ്. ഒരാളെ വീട്ടിൽ ചെന്ന് വെള്ളം തരുമ്പോൾ നമുക്ക് കുടിക്കാൻ ഭയമാണ്. ഇല്ല, എൻ്റെ കാറിലിരിക്കുന്ന കുപ്പി വെള്ളമേ കുടിക്കൂ എന്ന് പറയുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും അനുഭവിക്കുക പഞ്ചാബിലാണ്. ഇതേ സാഹചര്യം കുട്ടനാട്ടിൽ വന്നുകൂടായില്ല. കാരണം പ്ലാനിംഗ് ബോർഡ് ഒരു പഠനം നടത്തി കേരളത്തിലെ 14 ജില്ലകളിലും അസിഡിറ്റി വർദ്ധിക്കുകയാണ് മണ്ണിന്. അസിഡിറ്റി വർദ്ധിച്ചാൽ എന്താണ്? അവിടെ നമുക്ക് കുമ്മായി വിട്ട് കൃഷി ചെയ്യാം. അസിഡിറ്റി വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രതിസന്ധിയോട്ട് നമ്മൾ നടന്നെടുക്കുകയാണ് എന്നുകൂട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു സമീപനം കുട്ടനാടിന്റെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മലിനീകരണം, അർബൻ സെന്റേഴ്സ് ധാരാളം മാലിന്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ വെറ്റ്ലാൻഡ്സ് ഉണ്ടാക്കിക്കൂടാ? 1-2 പാടേഴ്സ്, കഞ്ഞിട്ടപ്പാടാകട്ടെ, അല്ലെങ്കിൽ കോട്ടയത്തിനടുത്തുള്ള കൃഷി ചെയ്യാതൊക്കെ ഒരു പാടശേഖരമാകട്ടെ, മലിനീകരമെല്ലാം ഇങ്ങോട്ട് പോരട്ടെ. മലിനീകരണത്തിന് എന്താണ്? നൈട്രജനും ഫോസ്ഫറസുമാണ്. അതുകൊണ്ട് ആൽഗ ഉണ്ടാവും. മത്സ്യം വളർത്താം, അല്ലെങ്കിൽ കുളവാട് വളർത്താം. കുളവാട് ഏറ്റവും നല്ല ബയോ റെമഡിയേറ്ററാണ്. ഏറ്റവും 60% ഫോസ്ഫേറ്റ് വലിച്ചെടുക്കും. ഏതാണ്ട് 55-60% നൈട്രജൻ വലിച്ചെടുക്കും. അത് വളരെ എളുപ്പം നമുക്ക് അനായാസമായിട്ട് മാറാം. അവിടെ തന്നെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യാം, ആ എക്കലെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യാം. ഇത് തന്നെയല്ലേ കൽക്കട്ടയിലെ സാലിലേക്കിലെ പച്ചക്കറി മുഴുവൻ, കൽക്കട്ടയിലെ പച്ചക്കറി മുഴുവൻ വരുന്നത് മലിനജലത്തിലാണ്. ഹ്യൂജ് ഫുഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് അറൗണ്ട് അവർ മേജർ സിറ്റീസ്. നമ്മുടെ അർബൻ സെന്റേഴ്സിനടുത്ത് ഇത് ഞങ്ങളുടെ മലിനജലം. കാരണം പ്രസിദ്ധനായിട്ടുള്ള എക്കോളജിസ്റ്റ് പീറ്റർ എഡ്വേർഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോകം നമ്മുടെ നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി മലിനജലത്തിൻ്റെതാണ്. റീസൈക്ലിംഗ് ഇല്ലാതെ പോകുന്ന മലിനജലത്തിൻ്റെതായ പ്രശ്നമാണ്. ഈ മലിനജലത്തിലുള്ള നൈട്രജനും ഫോസ്ഫറസും തിരിച്ചെടുക്കാനുള്ള വഴികളെ പറ്റി ആലോചിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ വെറ്റ്ലാൻഡ്സ്, നമുക്കൊരു വെറ്റ്ലാൻഡ് സംവിധാനമുണ്ട് കുട്ടനാട്. വെറ്റ്ലാൻഡ്സിൽ നമുക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന വെറ്റ്ലാൻഡ്സ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പാലും മുട്ടയും പച്ചക്കറിയും നെല്ലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് മാലിന്യം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വന്നാലും ഉൽപാദന കേന്ദ്രമാക്കുന്നതിനുള്ള അർബൻ വേസ്റ്റ് റീസൈക്ലിംഗ് സെന്റർ. ഇവിടെയാണ് ജൈവ വൈവിധ്യത്തിന്റെ പ്രസക്തി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കുട്ടനാട്ടിൽ വരുത്തി ഇല്ലേ? കുട്ടനാട്ടിലെ ജൈവ സമ്പത്തിനെ പറ്റിയുള്ള ശക്തിയെ പറ്റി യാതൊരു അറിവ് നമുക്കില്ലെന്നുള്ളതാണ്. അറിവുണ്ടാവാം, അതിനെ സംരക്ഷിക്കാനുള്ള യാതൊരു പ്രവർത്തനവും ഉണ്ടാകുന്നില്ല. മത്സ്യോത്പാദനം 16,000 ടൺ ഉണ്ടായിരുന്നു, ഇന്ന് 4,300 ടണ്ണായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കുട്ടനാടൻ കൊഞ്ച്, ഭീമൻ കൊഞ്ച് ഇല്ലേ? നമ്മുടെ അഭിമാനിക്കും, നമ്മുടെ മാത്രം അഭിമാനിക്കും ഇല്ലേ? ചിലപ്പോൾ മെട്രോം ഡെൽറ്റയിലുള്ള ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തില്ലാത്ത അതിന്റെ തറവാടെന്ന് പറയാവുന്ന കൊഞ്ചിന്റെ സ്ഥലത്ത് ഇന്ന് വംശനാശ ഏതാണ്ട് 14 ടണ്ണാണ് കഴിഞ്ഞ വർഷത്തെ ഉത്പാദനം. കുട്ടനാടൻ കൊഞ്ചിന് സഞ്ചരിക്കണം, അതിൽ ഉപ്പുരസം വേണം. വൈക്കങ്കാളിയിലേക്ക് പോകും നവംബർ മാസത്തിൽ. തൊഴുകയുമായി പോകുന്നതിനെ പറയും വൈക്കത്ത് അഷ്ടമി തൊഴിലാൻ പോണെന്ന് പറയും. മുട്ടയിടും, ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. 1 മാസം കഴിഞ്ഞ് ശുദ്ധീകരണത്തോട്ട് എപ്പോഴും പണ്ടടച്ചിരിക്കും. ലക്ഷക്കണക്കിന് 1 ലക്ഷം കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിക്കും. എല്ലാ ജീവികൾക്കും പ്രത്യുൽപാദനത്തിന് അവസരം ഉണ്ടാവട്ടെ, അതിന്റെ അവകാശമില്ലേ? തീർച്ചയായിട്ടും എല്ലാ ജീവികൾക്കും, നായ്ക്കൾക്ക് പോലും അവകാശമുള്ള നാടാണ് കൊഞ്ചിന്റെ. കുട്ടനാട് കൊഞ്ചിന് അവകാശമില്ലാത്ത നാടാണ്. അവരുടെ ഇല്ലേ അതൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. പ്രോബ്ലി ഈ പ്രളയത്തിനൊക്കെ ഈ ജീവികളുടേതായിട്ടുള്ള ഉണ്ടാകും. എന്ന് പറഞ്ഞോളൂ, ഏതായാലും ഉണ്ടാകും. കാരണം എല്ലാ ജീവികൾക്കും അതേപോലെ നശിച്ചുപോയ വലിയ സമ്പത്താണ് കുട്ടനാട്ടിലെ കക്ക. നമുക്കറിയാമല്ലോ, ഒരു വർഷം 78,000 ടൺ കക്ക ഉൽപ്പാദിപ്പിക്കും. ഇന്ന് 25,000 ടണ്ണായിട്ട് കുറഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് കക്ക നിർവഹിക്കുന്നത്. വെള്ളത്തിലെ മാലിന്യം മുഴുവൻ വലിച്ചെടുക്കുന്ന. ഇപ്പോൾ പ്രളയം കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ കക്കച്ചട്ടയുടെ മുഴുവൻ പൊട്ടി നശിക്കുകയാണ്. കാരണം എക്കൽ വീണ്. കാരണം അത് ഫിൽട്ടർ ഫീഡിങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഇത് അരിച്ചെടുത്ത് എല്ലാ മാലിന്യങ്ങളും അരിച്ചെടുത്ത് ഒരു ബക്കറ്റ് മലിനജലം ഇട്ട് അതിനകത്തോട്ട് 10 കക്ക ഇട്ടാൽ ദിവസവും അതിനകത്ത് എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ ക്ലോറോഫിൽ ഉണ്ടാവില്ല, ഒരു സൂക്ഷ്മസസ്യങ്ങളും ഉണ്ടാവില്ല. അത് മുഴുവൻ ആചരിച്ച് ശുദ്ധീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിങ്ങളെക്കായാലും എന്നേക്കായാലും വലിയ
വലിയ പ്രധാനപ്പെട്ട ജോലിയാണ് കുട്ടനാട്ടൻ വേമ്പനാട്ടുകായലിലെ ആ ചെറിയ കക്ക നിർവഹിക്കുന്നത്. അതിനെയും നിഷ്കരണം ഇല്ലാതാക്കിയവരാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ജൈവവൈവിധ്യം, അത് വെച്ചൂർ പശു ആയാലും ചാരചമ്പലി താറാവ് ആയാലും കുട്ടനാടൻ ബഫല്ലോ ആയാലും ഈ ജീവജാലങ്ങളെ ഒക്കെ പുലുക്കിക്കൊണ്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത കൃഷിക്രമം തീർച്ചയായിട്ടും കുട്ടനാടൻ പാടശേഖരങ്ങൾക്ക് നമ്മുടെ ജലശക്തിയെ പൂർണ്ണമായി വിനിയോഗിക്കുന്ന രീതിയിൽ ജൈവ വൈവിധ്യത്തെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംവിധാനം അനിവാര്യമായിട്ട് ഉണ്ടാകാനുണ്ട്. ഭാവിയിലെ കുട്ടനാടിനെ പറ്റി റീബിൽഡിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എക്കൽ നമ്മുടെ സമ്പത്താണ്. നിയമവും മാറണം. ആരെങ്കിലും ഒരാൾ കുട്ടനാട്ടിലെ ജനപദങ്ങൾ മുഴുവൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുമോ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, ചിലപ്പോൾ ഇത്തോഴത്തെ പറയുന്നത് ശരിയായിരിക്കും. സാധാരണയും പറയും, കാരണം ഭൂമി താഴ്ന്നുകൊണ്ടിരിക്കും. സബ്സിഡൻസ് ഭൂമി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടനാട്ടിൽ. 4 ക്ഷേത്രങ്ങളുടെ ശ്രീകോവിൽ പുതുക്കി പണിക്കുകയാണ്. സാധാരണഗതിയിൽ പുറത്തുള്ള പ്രദേശമൊക്കെ എപ്പോഴും പുതുക്കും, ശ്രീകോവിലെ തൊടാറില്ല, കാരണം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വർഷവും കോരിയെടുക്കുന്ന എക്കൽ കൊണ്ട് നമ്മുടെ പറമ്പുകളും മറ്റും മെച്ചപ്പെടുത്തുന്ന സാഹചര്യം. പക്ഷെ അവർ 10 വർഷമായിട്ട് സംഭവിക്കുന്നേ ഇല്ല. ആരെങ്കിലും ഒരാൾ ചെളിയെടുത്താൽ പറയുമ്പോൾ മണലാന്ന് പറയും. മണലും ചെളിയും, മണലും എക്കലും 2ആണ്, മണലും കട്ടയും 2ആണ് എന്ന് നിയമത്തിൽ നമ്മുടെ വില്ലേജ് സർക്കാരോട് പറഞ്ഞു കൊടുക്കണം. മണലും കട്ടയും 2ആണ്. കാരണം അതും മണലൂട്ടലായിട്ടാണ് പറയുക. കുട്ടനാട് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ കട്ടയുടെ പുറത്താണ്, ഈ എക്കലാണ്. എക്കലാണ് കൃഷിയുടെ അടിസ്ഥാനം അല്ലേ? കുട്ടനാട്ടിൽ ആ എക്കൽ തന്നെയാണ് ഇംപെർവിയസ് ആയിരിക്കുന്നതുകൊണ്ട് വെള്ളം സുരക്ഷിതമായിട്ട് പാടശേഖരത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് കുടിവെള്ളം സംരക്ഷിക്കാമെന്ന് പറയുന്നത്. കാരണം പുറത്തോട്ട് വെള്ളം പോകാത്ത രീതിയിൽ ഇംപെർവിയസ് ആയിട്ട് വെള്ളം ശേഖരിക്കാനും വെള്ളം സുരക്ഷിതമായി സംരക്ഷിക്കാനും ഈ കട്ടയ്ക്ക് കഴിയും. ഇത് സിമെന്റ് ലേക്കാണ്, ലൈക്ക് സിമെന്റ് ആണ്. അത് പരമാവധി വിനിയോഗിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനമായി സൂചിപ്പിക്കാറുള്ള കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഇന്ന് ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം ചേർത്തലയില് കടിച്ചുകൊടുങ്ങരയില് മാതൃഭൂമി ഒരു സംവാദം സംഘടിപ്പിച്ചു. ദയനീയമായ പശ്ചാത്തലത്തിൽ വേറെ സംവാദമൊന്നും കുട്ടനാട് ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന് പറയാനുള്ള അവസരമേ ഇല്ല. കാരണം ധീരരോധനത്തോടെ ഇരിക്കുന്ന ആളുകളാണ്. കുട്ടനാട്ടിലോട്ട് തിരിച്ചു പോകാൻ കഴിയുമോ? വീട് വെക്കാൻ കഴിയുമോ? സ്വന്തം വീട്ടിൽ ജീവിക്കാൻ കഴിയുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിക്കാം. 1994 ചൈനയിലെ ജാങ്സു എന്ന പ്രോവിൻസിലെ വുസി എന്ന സ്ഥലത്ത് പഠിക്കുന്ന ഒരു സ്ഥലത്തിന് ശേഷം ഒരു 20 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം അവിടെ പോയി. അവിടുത്തെ ഒരു ഡെമോൺസ്ട്രേറ്റർ ആയിരുന്ന ആളെ നമ്മുടെ ഡയറക്ടറാണ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊന്നും കാണുന്നില്ലല്ലോ സാർ, നല്ല വീടുകളായിരുന്നല്ലോ, ചെറിയ ചെറിയ വീടുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു, അടുത്ത് കൈ ചൂണ്ടി കാണിച്ചു. 24 നിലയുള്ള 2 വലിയ കെട്ടിടങ്ങൾ. അവിടെയുള്ള ആളുകളെ മുഴുവൻ മാറ്റി ആ കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ ഏക്കർ കണക്കുള്ള സ്ഥലം കൃഷിക്ക് നഗരവികസനത്തിന്, മാളുകളായിട്ട്, പൊതു സംവിധാനങ്ങൾക്ക്, ഈ കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള പൊതു സംവിധാനമായിട്ട് വികസിപ്പിച്ചു. ചൈനയിൽ നടക്കുമായിരിക്കും, ഇവിടെ നടക്കുമോ? ഒരു വാക്കിയുള്ള ആളുകളെ മുഴുവൻ 2-3 കെട്ടിടങ്ങളിലോട്ട് ഫ്ലാറ്റ് സമുച്ചയം കൊടുത്ത് ഈ സ്ഥലങ്ങളെല്ലാം പൊതു സംവിധാനങ്ങളായി വികസിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. കൈനഗരി പോലുള്ള സ്ഥലങ്ങളിൽ നല്ല 1ാം തരം കെട്ടിടങ്ങൾ നിർമ്മിച്ച്, അപ്പൊ ഇപ്പോഴേ സമുദ്രത്തിന്റെ താഴെയാണ് പണ്ട് ഉയർത്തി. സാധാരണ നമ്മൾ പറയും പണ്ട് ഉയർത്തിയാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാം. ഇപ്പോൾ മനസ്സിലാക്കി ബണ്ട് ഉയർത്തിക്കൊണ്ട് വെള്ളപ്പൊക്കത്തിൽ രക്ഷിക്കാൻ കഴിയില്ല, വെള്ളപ്പൊക്കം വർദ്ധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ റീബിൽഡിംഗ് എന്നല്ല, കുട്ടനാട് റീബിൽഡിംഗ് എന്നുള്ള ചിന്ത വരുമ്പോൾ ഇത്തരത്തിലുള്ള സമീപനം വളരെ ചിലപ്പോൾ അത് റാഡിക്കലായിട്ടുള്ള സമീപനമാവും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ കുട്ടനാടിന്റെ ശക്തി ഇവിടുത്തെ ജലശക്തിയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഡെൻസി ഓഫ് ബീങ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ട്രൂത്ത് ഫ്രം ഫാക്ട്സ്, അതർവൈസ് ഫാക്ട്സ് വിൽ പണിഷ് യു. യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങൾ നിത്യസത്യത്തെ കണ്ടെത്തണം, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇത് മനസ്സിലാക്കാൻ വൈകരുത്. ഇതിനു വേണ്ടിയുള്ള ശക്തമായ പ്രചാരവേല നിർവഹിക്കാനുള്ള പ്രവർത്തനവും നമ്മളൊക്കെ ഏറ്റെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തത് പ്രതികരണങ്ങളാണ് ബഹുമാനപ്പെട്ട MLA-മാരുടെയും MP-യുടെയും. പക്ഷേ ബഹുമാനായ നമ്മുടെ മോഡറേറ്റർ അദ്ദേഹം ഈ ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായി
മാത്രമായി തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. ഞങ്ങളോട് 6 മണിക്ക് പോകാൻ അനുവദിക്കണമെന്ന് അന്ന് വരാമെന്ന് സമ്മതിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിനെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇത്രയും സമയം ഇവിടെ തുടർച്ചയായിരുന്നു, ഏതാണ്ട് 3 മണിക്കൂറോളം നേരം ഇവിടെ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു. ഞങ്ങളുടെ ട്രസ്റ്റ് ബോർഡിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ചതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയും വളരെ മനോഹരമായ ഒരു പ്രഭാഷണം നടത്തി ഈ സെമിനാറിനെ ധന്യമാക്കിയതിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനരായ MLA-മാരും MP-യും അടുത്ത പ്രതികരണം നടത്തുന്നതാണ്. അതിനു മുമ്പായി ബഹുമാനായ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ മുരളി തുമ്മാരുകൂടി അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയം ചോദിക്കുവാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റിന് ശേഷം അദ്ദേഹത്തിന് പോകണം. അതുകൊണ്ട് മതിയോ? അദ്ദേഹം പറയുന്നു MLA-മാരുടെയും MP-മാരുടെയും പ്രതികരണത്തിന് ശേഷം മതി എന്ന് പറയുന്നു. അതിനുശേഷം മതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം MLA-മാർക്കും MP-ക്കും 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ അത് ഞാൻ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഞാനിതെല്ലാം കേട്ടു. പ്രതികരണം വിശദമായി പിന്നീട് പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ നമ്മളൊരു മാക്കിംഗ് പ്രോഗ്രാമിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് ആദ്യത്തെ 2 പ്രസംഗം കേൾക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുരളി തുമ്മുരളിയുടെ മുഴുവൻ പ്രസംഗം കേൾക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് നമ്മൾ തമ്മിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രാക്ടിക്കൽ ലൈൻ എടുക്കാം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഫൗണ്ടേഷൻ്റെ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ മീറ്റിംഗാണ്. അത് പിതാവിൻ്റെ പേരിലുള്ള ഏറ്റവും നല്ല സംരംഭമായി ഇതെടുത്തതിന് ഒരു അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഒരു പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ശ്രീ ആന്റോ ആന്റണി. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, കുന്നശ്ശേരി പിതാവ് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തോടുള്ള ഒരു വലിയ ഹൃദയബന്ധമാണ് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഓടി ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലായി. കാരണം വളരെ ആഴത്തിലുള്ള ചർച്ചകൾ, നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടായി. ഭാവി കേരളം വീണ്ടും പുനഃസൃഷ്ടിക്കുമ്പോൾ അതിനുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ പലതും ഇവിടെ നിന്ന് രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ അഭിനന്ദനീയമായി ഞാനതിനെ കാണുകയാണ്. കുട്ടനാട് പ്രളയം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പ്രളയം ഉണ്ടാകാത്ത ഒരു സ്ഥലത്തെ പ്രളയം ഉണ്ടായി 60 അടി ഉയരത്തിൽ വരെ വെള്ളം വന്നപ്പോൾ അതിനെ അതിജീവിച്ച വലിയൊരു ലക്ഷക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. ഇന്നിപ്പോൾ ഒന്നിൽ നിന്ന് അവരുടെ ജീവിതം ആരംഭിക്കേണ്ടി വരികയാണ്. അപ്പൊ ഈ ദുരന്തത്തെക്കുറിച്ച് ഇപ്പോൾ 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മറ്റൊന്നിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്തില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം അത് ആ തകർച്ചയെ അതിജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നൊരു ചർച്ച കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കഴിയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. 35 ലക്ഷം ആളുകളുടെ ജീവനാണ് അങ്ങനെ ഒരു തകർച്ച ഉണ്ടായാൽ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇതിലെ വലിയ രാഷ്ട്രീയമാണ്. കാരണം പാർലമെന്റിൽ പലവട്ടം ഞാനത് ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഒരു 10-38 ആളുകൾ വെല്ലിലേക്ക് ചാടി ഇറങ്ങി ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ പാർലമെന്റിൽ സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം സംസാരിക്കാൻ അനുവദിക്കണമെന്ന് സ്പീക്കറോട് പറയുമ്പോൾ നിസ്സഹായമായിട്ട് കൈമലർത്തി കാണിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? അപ്പൊ ഇത് കേരളം ഗൗരവമായിട്ട് എടുക്കണം. നമുക്കുണ്ടായ ദുരന്തങ്ങൾ, വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി കണ്ട്
എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ചുകൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നല്ലൊരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ മുരളിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് മുരളിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ടി.പി. ശ്രീനിവാസന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പത്മകുമാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ഇത്രയേറെ ചിന്തകളൊക്കെ മനസ്സിലുള്ള ആളുകൾക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എനിക്കും നമ്മുടെ മോൻസ് ജോസഫിന് 5:30 ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരുമിച്ചൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട മോൻസ് ജോസഫ് ഞങ്ങളുടെ ട്രസ്റ്റ് മെമ്പറാണ്. ശ്രീ മോൻസിനെ പ്രതികരണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സുപ്രധാനമായ ഒരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ഒരു കാലഘട്ടം. ഇനി നമുക്ക് അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് മോചനം നേടാൻ എന്ത് ചെയ്യാൻ പറ്റും? ബാധിതരായ ജനങ്ങളെയും ദുരിതബാധിതമായ പ്രദേശങ്ങളെയും, പ്രത്യേകിച്ച് കുട്ടനാടിന്റെയും അപ്പർ കുട്ടനാടിന്റെയും സമഗ്രമായ ഒരു തിരിച്ചുവരവ്, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം ഇന്ന് കേരളം ആഗ്രഹിക്കുമ്പോൾ അതിൽ ആദ്യത്തെ തുടക്കം, ശ്രദ്ധേയമായ ആദ്യത്തെ തുടക്കം കോട്ടയത്ത് നിന്ന് നമ്മുടെ അക്ഷര നഗരിയിൽ നിന്നുണ്ടായി എന്നുള്ളത് അഭിമാനകരമായ കാര്യമായി നമുക്കൊക്കെ കാണാൻ കഴിയും. ഈ ട്രസ്റ്റ് അഭിമന്യ മുനശ്ശേരി പിതാവിന്റെ പേരിൽ പ്രിയപ്പെട്ട ശ്രീ ജോസഫ് സാറ് ജസ്റ്റിസിന്റെ ചെയർമാൻഷിപ്പിലുള്ള ഈ ട്രസ്റ്റ് വിവിധ വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണെന്ന് പൊതുവികാരം ഉണ്ടായി. അതനുസരിച്ച് എന്ന് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായി. പ്രിയപ്പെട്ട ശ്രീ മുരളി UN-ല് ഒക്കെ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ബഹുമാനനായ അദ്ദേഹം, മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായ അദ്ദേഹം, കാലങ്ങളായി എഴുതിയത് ആരും കേൾക്കാതിരുന്ന കേരളം ഇന്ന് ദുഃഖത്തോടു കൂടി ഒരു പുനർചിന്തനത്തിന് തയ്യാറാകുമ്പോൾ അത് കോട്ടയത്ത് നിന്ന് തന്നെ ആ ഒരു ശബ്ദമുയരുന്നു എന്നുള്ളത് കേരളത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ടി.പി. ശ്രീനിവാസനും പത്മകുമാറും ഒക്കെ ഇവിടെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ഗവൺമെന്റ് ഇക്കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു നല്ല തുടക്കമായി മാത്രം കണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സാഹചര്യം ഒരുക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആവശ്യമാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ഇവിടെ പ്രതികരണങ്ങൾക്ക് സമയമില്ല. 5:30 മീറ്റിംഗ് ഞങ്ങൾ 6:30 ആക്കി കാഞ്ഞിരപ്പള്ളി നിൽക്കുകയാണ്. പക്ഷെ അതിനേക്കാളും ഇവിടെ നിങ്ങളിൽ പലരും കുട്ടനാടുകാർ തന്നെ ഇഷ്ടം പോലെ പ്രമുഖ നേതാക്കൾ, കുട്ടനാട്ടിൽ മത്സരിച്ച നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ശ്രീ Kvtv ഉൾപ്പെടെ ജനപ്രതിനിധികളും ജനനേതാക്കളും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. ഇവരുടെ വാക്കുകൾ കേൾക്കാൻ കഴിയും. ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ പി ജോസഫ് സാർ നിയമസഭയിൽ പറഞ്ഞു, ഈ മണ്ണ് നീക്കം, അവിടെ ഷട്ടർ തുറന്നു, പക്ഷേ മണ്ണ് നിറഞ്ഞ് സമയത്ത് നീക്കം ചെയ്യാതെ വന്ന ഒരു പ്രശ്നം അങ്ങനെ പത്മകുമാറിന്റെ പുസ്തകത്തിൽ ഇപ്പൊ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ ഇപ്പൊ കാലവർഷം വരാൻ പോവുകയാണ്. അപ്പൊ വീണ്ടും ഇപ്പോൾ തന്നെ ഇത് ആവർത്തിക്കുമോ? തുലാവർഷം വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഇത് ആവർത്തിക്കുമോ എന്ന സംശയം കുട്ടനാട്ടുകാരിലുണ്ട്, മൊത്തം ജനങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രായോഗികമായി ഇല്ല. ഇപ്പൊ വെട്ടാൻ അറിയുന്നത് നമ്മുടെ തണ്ണീർമുക്കത്ത് ചെയ്ത പോലെയാ. തണ്ണീർമുക്കത്ത് നമ്മള് അവസരം വന്നപ്പം തണ്ണീർമുക്കം പുതിയ ലൈൻ ഓപ്പൺ ചെയ്തു. പക്ഷെ താഴത്തെ കാര്യം ആദ്യം ഓർത്തില്ല. അവിടെ മുഴുവൻ മൺചിറ നിന്നു. ഇപ്പോൾ JCBക്ക് മൺചിറ നമ്മൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സംഭവമെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഡിസാസ്റ്ററിന്റെ മെയിൻ ആളുകളൊക്കെ ഏതായാലും നമുക്കിതൊരു നല്ല തുടക്കമായി മാറട്ടെ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. PH കുര്യനും തുറന്ന് സംസാരിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒരു പൊതു ചർച്ചയായിട്ട് നല്ല നിലയിൽ കാര്യങ്ങൾ മാറിയതിലുള്ള ഇനിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഭാവിയിലേക്ക് ഉപകരിക്കട്ടെ എന്ന ആശംസയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വളരെ വേഗം ബഹുമാനായ ശ്രീ മുരളികുമാരി കൂടിയോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം വളരെ അനുഭവപൂർവ്വം ഇവിടെ മറുപടി പറയാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നമുക്ക് ചില വിദഗ്ധരുടെ താഴെയെല്ലാം ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവരെ കേൾക്കാനുണ്ട്. ശ്രീ V ജോർജ് ഉൾപ്പെടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ശ്രീ V ജോർജ് ഉൾപ്പെടെ. പക്ഷേ ശ്രീ മുരളിക്ക്
6 മണിന്ന് ആദ്യം എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ അത് അരമണിക്കൂറൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ മുരളിയോട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാതെയോ ഏതെങ്കിലും ചോദ്യമാർഗ്ഗങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം അതിന് മറുപടി നൽകാൻ ശ്രമിക്കും. അതെ സർ, എൻ്റെ പേര് ടിൻഡോ എന്നാണ്. കുട്ടനാട്ടിലെ ഒരു കർഷക പ്രതിനിധിയാണ്. എനിക്കൊന്ന് എന്നേക്കാൾ ചെറുപ്പക്കാരനായ ഒരു കർഷകൻ ഇന്ന് കുട്ടനാട്ടിൽ നിലനിൽക്കുന്നില്ല എന്ന സത്യം തുറന്നു പറയാം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതിനോടകം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കേരള വിഭജനാവിന്റെ പണം ഏറ്റവും കൂടുതൽ തരത്തിൽ കൈപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ കേരളത്തിന് മുഴുവൻ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശം ഇത് ഒരു എനിക്ക് തോന്നുന്നു ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു വിഷയമാണ്. ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ കേൾക്കുന്ന ഒരു പുതിയ സ്വരമാണ്. 55% വരുന്ന കർഷകർ ഈ മേഖലയുടെ ഒരു വലിയ ബാധ്യതയാണ്. ഈ മേഖലയിൽ നിന്ന് നിർമ്മാണ മേഖലയിലേക്കോ ഉത്പാദന മേഖലയിലേക്കോ ഇവർ തിരിയണം എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ചർച്ച ഈ സമയത്ത് നടക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് തന്നെ ഈ കലക്കവെള്ളത്തിലുള്ള ഒരു മീൻപിടുത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുട്ടനാട്ടിലെ കർഷകരും ഈ മേഖലയിൽ നിന്ന് കൊഴുകി പോകണം അല്ലെങ്കിൽ ഒഴുകി പോകണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചർച്ച വരും. ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇന്ന് നമ്മുടെ ദേശീയ തൊഴിലില്ലായ്മയുടെ ഒരു ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായ തൊഴിലില്ലായ്മയുടെ കണക്ക് കൂടി നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് വേണം ചിന്തിക്കുക. കർഷകനായി മാറുവാൻ തീരുമാനിച്ച എന്റെ തീരുമാനം തീർച്ചയായിട്ടും ആ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞാൻ MA പഠിച്ച ഒരാളാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന മറ്റു തൊഴിലുകളുണ്ട് അവിടെ. പക്ഷേ ആ മത്സരങ്ങൾക്കുള്ളിൽ നിന്ന് മാറി മറ്റൊരു വിധത്തിൽ ഒരു തൊഴിൽ മേഖല കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ ആവശ്യമായി ഇത്തരത്തിൽ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരത്തിലാണ് ലോകം മുഴുവൻ പറയുക. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പറയുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സെക്ടറുകൾ ഇല്ലാതിരിക്കെ തന്നെ നിലവിലുള്ള സെക്ടറുകളിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ മലയോര പ്രദേശങ്ങളും അതുപോലെ തന്നെ ഈ വെറ്റ്ലാൻഡും ഒഴികെയുള്ള പ്രദേശങ്ങളും വളരെ തുച്ഛമായ ഒരു ഏരിയയാണ്. ഈ പറയുന്ന 3.5 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ ഈ പ്രദേശത്തിന് കഴിയുമോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. ഇവർക്ക് ഏറ്റവും കൂടുതൽ ചെലവോടുകൂടി ഉത്പാദിപ്പിക്കപ്പെടുന്ന അരി ഒരു പക്ഷേ കുട്ടനാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. 150 രൂപ മുതൽ 350 രൂപ വരെ വേതനം കൊടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ അരിയോട് മത്സരിക്കേണ്ടത് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ നിർബന്ധിക്കുന്ന 1000 രൂപയ്ക്ക് അടുത്ത് കൂലി കൊടുക്കുന്ന ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വില വിൽക്കാൻ ചെല്ലുമ്പോൾ ആ വില കിട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ വസ്തുത കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ തുണ്ടവൽക്കരിക്കപ്പെട്ടത് കുട്ടനാട്ടിലെ കൃഷിഭൂമികൾ തുണ്ടവൽക്കരിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഇത് തുണ്ടവൽക്കരിക്കപ്പെട്ട നിയമ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത കൂടി തിരിച്ചറിയണം. ഇവിടെ 5 ഏക്കർ വീതം 10 പേരുടെ പേരിൽ എഴുതുന്ന ഗതിയുണ്ട്. തുറന്നാൽ അദ്ദേഹം മറന്നു പോകും ആദ്യത്തെ കാര്യം. ഓക്കെ വളരെ നിസ്സാരമായൊരു കാര്യമാണ്. അതായത് കൃഷി നിർത്തണമെന്നൊരു അഭിപ്രായം ഒരാളല്ല, കൃഷിയിലേക്ക് ആളുകൾ വരരുത് എന്നുള്ള അഭിപ്രായമുള്ള ഒരാളല്ല. ഞാനൊരു കർഷക കുടുംബത്തിലുള്ള ഒരാളാണ്. കൃഷി വളരെ ബുദ്ധിമുട്ടുള്ള നടുപിടിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അറിയാവുന്ന ആളും കൂടിയാണ്. ഞാൻ പറയുന്നത് ഈ കൃഷി ലാഭകരമാക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. ഇപ്പോൾ കൃത്രിമമായി നമ്മൾ ലാഭകരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാറ്റി എടുത്ത് കൃഷിഭൂമിയുടെ വില കുറയണം. ഇതിനു മുമ്പ് എഴുതി തന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതേ ചോദ്യമായിരുന്നു, കൂടുതൽ കൃഷി ചെയ്യുകയല്ലേ വേണ്ടെന്ന്. തീർച്ചയായിട്ടും കൃഷി കൂടുതൽ ലാഭകരമായാൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഇട്ടിരിക്കുന്ന പല ഭൂമികളും ആളുകൾ കൃഷി ചെയ്തു എന്ന് വരും. അതിന് പല സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങളും വരുത്തേണ്ടി വരും. അതാണ് ചെയ്യേണ്ടത്. ചെയ്യുന്ന കൃഷിയും പരിസ്ഥിതി സൗഹൃദമാകണം. കൃഷി എന്ന് മാത്രം പരിസ്ഥിതി സൗഹൃദമാവില്ല. പരിസ്ഥിതി സൗഹൃദമായ കൃഷിയും പരിസ്ഥിതി സൗഹൃദമല്ലാത്ത കൃഷിയുമുണ്ട്. ഇപ്പൊ മലയിൽ കൃഷി ചെയ്യണോ അങ്ങനെയുള്ളൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഒരു കാര്യമല്ല ഇത്. ഈ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ആളുകളെ ജോലിക്ക് വെച്ച് 24 രൂപയ്ക്ക് അരി ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ലോകത്ത് എവിടെയെങ്കിലും 5 രൂപയ്ക്ക് അരി ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അരി വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും കൃഷിയായിരിക്കും. നമ്മൾക്ക് കേരളത്തിൽ ഉദാഹരണത്തിന് വേറെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ആ തരത്തിൽ ചിന്തിച്ച് നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാർ കൃഷി ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കൃഷി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ കൃഷി ചെയ്യേണ്ട എന്നുള്ളതല്ല. ഒരാൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭൂമിയുടെ വില ഉൾപ്പെടെ കുറച്ച് ലാഭകരമാക്കുന്ന കൃഷി അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം.
ഞാൻ മുരളി പറഞ്ഞ പോലെ ഞാനൊരു കർഷകന്റെ പറയാം, ഞാനൊടുത്തും കൃഷി വേണ്ടാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇപ്പം നടക്കുന്ന കൃഷി നെറ്റ് റിട്ടേൺ ഇല്ലാത്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഈ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ നല്ലവണ്ണം ചെയ്തയാളാണ് ഡോക്ടർ പത്മകുമാർ. അദ്ദേഹം അതിൻ്റെ കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞല്ലോ. പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള കൃഷി ചെയ്യാം, മീൻ നടത്താം, വെള്ളം പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാം. ആ തരത്തിൽ കുട്ടനാട്ടിൽ ലാഭകരമായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിൽ മൊത്തമായിട്ട് എനിക്ക് പറയാൻ വേറൊരു ആശയമുണ്ട്. കേരളത്തിലെ ഈ 70കളിൽ വരെ 60, 40 മുതൽ ഒരു 70 വരെ നമ്മുടെ ഭൂമി, ഇടനാട്ടിലെ ഭൂമി മുഴുവനും ഈ കപ്പയും ഇതുമെല്ലാം ചെയ്ത് കംപ്ലീറ്റ് വെളിപ്രദേശം പോലെ ആയിട്ട് കിടന്ന സ്ഥലമാണ്. ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്ന ആളാണ്. പാമ്പാടിയിലൊന്നും അന്ന് റബ്ബർ അധികം വന്നിട്ടില്ല. മുഴുവൻ കുന്നുകൾ നമുക്ക് കാണാം. അവിടെ മുഴുവൻ കപ്പ കൃഷിയായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ റബ്ബർ കൃഷിയാക്കി. അങ്ങനെ ഒരു സിംഗിൾ കൃഷി വന്നു. അതിൻ്റെ കാലം ഇപ്പോൾ പോയി. തിരിച്ച് കേരളത്തിൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ ഭൂമികൾ മുഴുവനും ഇപ്പം നമ്മുടെ ഈ പച്ച ഗ്രീൻ കവറേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടുന്ന ഒരൊറ്റ സാധനം കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഫോറസ്റ്റിലേക്ക് മാത്രം ഒതുക്കി. ഞാൻ മുഖ്യമന്ത്രിയെ വല്ലതും ആയിരുന്നെങ്കിൽ അന്നേരം നിയമമുണ്ടാക്കി ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ ഹോൾ ഓഫ് കേരള എന്നുള്ളത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓൺലി ടു ദ ഫോറസ്റ്റ് ഓഫ് കേരള എന്നൊരു നിയമം ഉണ്ടാക്കി. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഹോൾ ഓഫ് കേരളയാണ്. നിങ്ങളുടെ അവിടെ എന്തിനാണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ? അവർ ചുമ്മാ തടിമില്ലുകൾക്ക് ലൈസൻസും കൊടുത്ത് അവൻ്റെ ചിക്കിലിയും വാങ്ങിച്ചിരിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ആദ്യം കേരളത്തിൽ നവകേരളത്തിൽ ഉണ്ടായിരുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഫോറസ്റ്റിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുക. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആളുകൾ ആവശ്യത്തിനുള്ള മരം ഉണ്ടാക്കും. അപ്പം നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ വീട് വെക്കാൻ പറ്റും. ഇത്രയും ഈ തടിയും അങ്ങനെയാണല്ലോ നമ്മുടെ പിതാക്കന്മാർ ഭൂമി ഉണ്ടാക്കിയിരുന്നത്. നല്ല കൈക്കോലും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഇതുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട്. എന്തുകൊണ്ടാണ്? തടിയില്ലാതെ പോയി. കേരളത്തിൽ ആക്ച്വലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറസ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ആളുകൾ ധാരാളം തടിയുണ്ടാക്കും. ഏറ്റവും പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. നമ്മുടെ കൃഷിയോടനുബന്ധിച്ച് പണ്ടെല്ലാം ഇഷ്ടംപോലെ മരങ്ങൾ, മരുത് എന്നൊന്ന് പറഞ്ഞ മരം നമുക്ക് കാണാനില്ല. എന്തുമാത്രം മരുത്! ആ മരുതിൻ്റെ പച്ച വെട്ടിയാണ് നമ്മൾ ഇല വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മരത്തെ കയറി വെട്ടിക്കൊണ്ട് താഴെ ഇട്ടയാളാണ് ഞാൻ. ഇപ്പൊ മരുന്നെവിടെ? വെട്ടി. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും പറഞ്ഞു. ഇപ്പം നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ വെറും രാസവളത്തെ മാത്രം ഉദ്ദേശിച്ചിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന കൃഷി അതിനെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. അന്ന് മുരളി പറഞ്ഞ പോലെ വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട് ഏത് തരത്തിലുള്ള കൃഷി ചെയ്യാൻ മനുഷ്യൻ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. പട്ടിണി കിടക്കുന്നവരാരുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ ആളുകൾ ഈ പ്രളയത്തിൽ ഡൗൺ ആൻഡ് ഔട്ട് അല്ല. ഞാൻ ഒറീസയിൽ ഈ പറഞ്ഞ ഇത് വന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ഡൗൺ ആൻഡ് ഔട്ടാണ്. അവർ നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ പിള്ളേരെ നമുക്ക് തരികയാണ് ഉണ്ടോളാൻ പറയാം. അതുപോലെ തകർന്ന ഒരു സമ്പദ് വ്യവസ്ഥയും ഒരു സമൂഹത്തെയും കണ്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഈ പ്രളയം വന്നുകൊണ്ട് ആളുകൾ ഈ പറയുന്ന ഡൗൺ ആൻഡ് ഔട്ട് അല്ല. നമ്മൾ എപ്പോഴും ചങ്കത്തടിച്ചുകൊണ്ട് അയ്യോ എൻ്റെ പോയെന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളല്ല. നമ്മൾ കുറച്ചും കൂടി വിദ്യാഭ്യാസമുള്ളവരും ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആസ് ഓൾ മലയാളീസ് വിൽ സിംപ്ലി ബൗൺസ് ബാക്ക് എന്നാണ് എൻ്റെ വിചാരം. വാട്ട് ഈസ് റിക്വയർഡ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് കണ്ടെടുത്തിരിക്കുന്ന ജോലി ഒരു കൈത്താങ് കൊടുത്ത് അവരെ ഈ സമയത്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കി ദേ വിൽ ഡു. ഈ റിയലൈസേഷൻ നമുക്ക് തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് കൈത്താങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വരും. പിന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ആശയം ഇത് വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ മോശമാക്കിയ ചില സിറ്റുവേഷനാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരിക. നമുക്കിവിടെ ഒരു ചാൻസ്, അത് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സും ചില എൻവയറമെന്റലിസ്റ്റും ഉണ്ടാക്കിയ വാക്കാണ് എല്ലാം മാഫിയ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, പാറമട മാഫിയ. ഈ പാറമട എന്ന് കൊടുക്കുന്ന ഒരു തരി പാറയോ മണലോ കേരളത്തിന് പുറത്തേക്ക് പോകുന്നില്ല. കേരളത്തിലെ ആളുകളുടെ ഡിമാൻഡ് മാത്രം മീറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് പാറ പൊട്ടിക്കുന്നത്. അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ അതിനെ കുറച്ചുകൊണ്ട് ഡിമാൻഡ് മാറുമോ? കേരളത്തിലെ എന്തുകൊണ്ട് ഇത് ഞാൻ ഈ ഹാബിറ്റാറ്റ് പോളിസി എന്ന് ഉണ്ടാക്കി അന്ന് പോലെ പറഞ്ഞതാണ്. വളരെ പ്രോഗ്രസീവായിട്ട് ടാക്സ് ചെയ്യണം. വലിയ വീടുകളെ ഭയങ്കരമായിട്ട് ടാക്സ് ചെയ്യണം. നമ്മളിപ്പോൾ തിങ്ക് ചെയ്യാൻ പറ്റാത്ത ടാക്സ് ചെയ്യണം. ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആ പടം 4 മനുഷ്യർക്ക് താമസിക്കാൻ അതിൽ കൂടുതൽ ഇവിടെ പ്രകൃതി അനുവദിക്കുന്നില്ല. 2000 സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്, ഞാൻ ആ ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. 2000 സ്ക്വയർ ഫീറ്റിനപ്പുറം വീട് പണിയുന്ന ആളുകളെ ഭയങ്കരമായിട്ട് ടാക്സ് ചെയ്യണം. ഇതൊക്കെയാണ് നവകേരളത്തിന് കൊണ്ടും അത് പണിയിക്കാൻ ഇടവരുത്തരുത്. കേരളത്തിൽ ടാക്സേഷൻ ഇല്ലാതെ ഇത്തരം സെക്ടറുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചതാണ്. കേരളത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എവിടെ ടാക്സ് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞ ഇവിടെ പഞ്ചായത്ത് ആളുകളൊക്കെ ഇരിപ്പുണ്ട്, ഒരു ടാക്സും വാങ്ങിക്കുന്നില്ല. മറ്റേ പൊതുവായിട്ട് കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണത്തിന്റെ ഒരു ഭാഗം കൊണ്ടിട്ട് പഞ്ചായത്ത് നടത്തിപ്പോൾ അവർ നടത്തുന്നത്. പഞ്ചായത്തിന് സുഖമായിട്ട് ടാക്സ് ചെയ്യാത്ത എന്താണ്?
ഈ കോട്ടയം ഭാഗത്ത് 5 ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഈ പല ഭാഗത്തേക്ക് പോകുന്നിടത്ത് കാണാം 3 ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഒരു രമ്യ ഹർമ്മ്യം നിർമ്മിച്ച് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ വരെ, ഈ വെള്ളമില്ലാത്ത നാട്ടില് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ടാക്കി വെക്കുന്നോ കൊടുക്കുന്ന 2000 രൂപയാണ് ഒരു വർഷം. അവന് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും നോക്കെ അവന് 100 വീടുകൾ ഉണ്ടാക്കുന്നതിന്റെ കല്ലും മറ്റും ഈ പാറമടക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് ഉള്ള ഭൂമി മുഴുവൻ ലാൻഡ്സ്കേപ്പ് ചെയ്ത് അതിനകത്ത് മെക്സിക്കൻ ഗ്രാസും പിടിപ്പിച്ച് അതിനകത്ത് നല്ല മരങ്ങൾ ഉണ്ടാക്കുന്നതിന് പോലെ അതിനകത്ത് മുഴുവൻ മെക്സിക്കൻ ഗ്രാസ് പിടിച്ച് വട്ടി കയറാൻ അതിനകത്തൊരു ചെറിയ ഉച്ചയ്ക്ക് 2 വീശ വൈകിട്ട് അത്രയും പരിപാടിയൊക്കെ നമ്മൾ മാറ്റം വീട്ടിനകത്ത് വിശാലും മതി. അപ്പൊ അങ്ങനത്തെ പരിപാടികൾ ആണ് പുതിയ കേരളത്തിൽ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടത്. അതെല്ലാം ആണ് നമ്മളെ ഈ പരുവത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. നമ്മൾ പാറ പൊട്ടിക്കുന്നത് പ്രകൃതിക്ക് അനുകൂലമല്ല. പാറ പൊട്ടിക്കുന്ന ഒരാളോട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് നോക്കാം. പാറ പൊട്ടിക്കുന്നവരെ അല്ല കുറ്റം പറയേണ്ടത്, ഈ പാറ വാങ്ങുന്നവരാണ്. ആ പാറയുടെ ഡിമാൻഡാണ് പ്രശ്നം. എന്നിട്ട് മാഫിയ എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലാറ്റ് പണിയുന്നവരെ ഫ്ലാറ്റ് മാഫിയ എന്ന് വിളിക്കുക. അത് വാങ്ങിക്കുന്നവരാ ഞാൻ നിൽക്കുക. എന്താ വെച്ചാൽ അവരെ മാഫിയ എന്ന് വിളിക്കുന്നത് എന്തൊരു ശുദ്ധ പോക്രിത്തരമാണ് ഭാഷ. അതിന് പകരം നമുക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ, ഈ ഫ്ലാറ്റ് നാടിന്റെ ആവശ്യമാണ്. ഇവിടെ ആവശ്യത്തിനുള്ള മണൽ ആവശ്യമാണ്. വെർട്ടിക്കൽ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 50% മെറ്റീരിയൽ മതി. അപ്പൊ പാറമട മാഫിയ നേരെ പകുതിയാവും. ആവില്ലയോ? എന്താണ് അത് ചെയ്യാത്തത്? അപ്പൊ ഇവിടെ നമ്മൾ നടക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ഒരാളെങ്കിൽ നമ്മൾ ബോധ്യമുള്ള കാര്യങ്ങളെ മറച്ചിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വൈകിട്ടത്തെ അന്തിച്ചർച്ചയിലെ പണ്ട് ഷാപ്പിൽ ഇരുന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു TV-ക്കകത്ത് കയറി അതുപോലെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഇത് അതിന് ദൈവം തന്ന ഒരു അവസരമാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ടമാനം മാറ്റം ഉണ്ടാക്കി. കാരണം ഞാനിത് കണ്ടിരുന്ന ആളാണ്. നേരത്തെ ചെറിയ തിങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെൻ്റെ ഉള്ളിൽ രൂഢമൂലമായത് ഈ 1 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ഇങ്ങനെ വരുന്നു. ആ രാത്രികളിൽ ഈ ഡാം തുറക്കുന്നതോ 10-ാം തീയതി മുതൽ എൻ്റെ തലയിലായി. ഡാമിൻ്റെ തുറക്കുന്നതോ അളവും ഞാനാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ എഞ്ചിനീയർമാരെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തിരിച്ചിരുന്നത്. ഉറക്കമില്ലാത്ത രാത്രികൾ വെള്ളത്തിന്റെ അളവ് കൂടി ഡാം പറയുന്നു. അപ്പൊ ഡാം പൊട്ടുമെന്നാണോ താഴെ വെള്ളം പൊങ്ങുമെന്നാണോ? ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഡാം അപ്പുറത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ഡാം പൊട്ടാതിരിക്കണമെങ്കിൽ അത് തുറന്നു വിടണം. ഇടുക്കി ഡാം മാത്രമേ നമുക്ക് ഒരു കൺട്രോളുള്ള സാധനമുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡാമും നിറഞ്ഞു 14-ാം തീയതി വൈകിട്ട് 15-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്ക്. ഒറ്റ ഡാമിനകത്തും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കൺട്രോൾ നേരത്തെ ചെയ്യാറുണ്ട്. നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ വന്ന വെള്ളം വേണേൽ തുറന്നു വിടായിരുന്നു, വേണേ. പക്ഷെ അങ്ങനെ ഒരു പോളിസി നമുക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് ഇന്നലെ ഞാൻ രാത്രിക്ക് 3-4 മണിക്കൂർ ഇലക്ട്രിസിറ്റി ബോർഡും ഇറിഗേഷൻകാരുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഹിസ്റ്റോറിക് ഡെയിൻ ഡാറ്റ വെച്ചും കൊണ്ടിട്ട് ഓരോ മാസവും മാക്സിമം എത്ര വെക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാക്കിയത് ക്യാബിനറ്റ് കൊണ്ട് അപ്രൂവ് ചെയ്യും. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു എക്സസ് നിറയ്ക്കുന്ന പരിപാടി കറണ്ട് വെക്കാനോ ഇറിഗേഷൻ ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ പറയും. പക്ഷെ ഇറിഗേഷൻ ഡാമില് ഇന്ന് ഇറിഗേഷൻ ഡാമുകൾ ചെയ്യുന്ന ഒരു ഇറിഗേഷനും ചെയ്യുന്നില്ല. പാലക്കാട് ഒഴിച്ച് ബാക്കി ഉള്ളിടത്തും ഇറിഗേഷൻ ഇല്ല. പുള്ളിയുടെ നാട്ടിൽ കൂടെ ഒരു പമ്പ വാലി ഇറിഗേഷൻ പ്രോജക്ട് അല്ല, പെരിയാർ വാലി. പമ്പ വാലി എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ഭാഗത്തോട്ട് പോകുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഒഴുകുന്നില്ല. വേനലാകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഇടുക, കന്നുകാലി അതിനെ കുടിക്കകത്ത് പിടി ചാകുക എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ സാധനത്തിന് വേണ്ടി അവിടെ ഈ ഡാമുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് വേനൽക്കാലത്ത് ആ കനാലിൽ കൂടി ഈ പെരിയാർ വാലി ഭൂതത്താങ്കെട്ടിന്റെ അപ്പുറത്ത് നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വിടും. ആ വെള്ളം വന്ന് നമ്മുടെ കിണറുകളിൽ അത് സീപ്പേജിൽ കൂടെ വരും. അപ്പൊ കിണർ വറ്റാതിരിക്കും. അങ്ങനെയാണ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇപ്പൊ സത്യം നടക്കുന്നത്. ഓരോ പ്രദേശത്തെ ഇറിഗേഷൻ പ്രോജക്ട് നോക്കിയോ, ഇറിഗേഷൻ വെള്ളം വന്ന് കൃഷി ചെയ്യുന്ന ആ പാലക്കാട് മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിന്റെ പീച്ചി ഡാമിന്റെ അവിടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശങ്ങളിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കിട്ടുന്നത് ആ ഡാമിൽ നിന്ന് കിട്ടാം. നേരത്തെ അത് തുറന്നു വിട്ടിച്ചിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അന്ന് നമ്മളെല്ലാം അതിനെ കുറ്റം. ഭൂതത്താങ്കെട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം, അതിന്റെ കാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇടുക്കിയുടെ കാച്ച്മെന്റിന് തുല്യമാണ്. 6500 സ്ക്വയർ കിലോമീറ്റർ. ഇടുക്കിയിലെ വെള്ളം കൂടെ അതും ഈ 6500 ഒന്ന് ഭൂതത്താങ്കെട്ട് 9 അടി ഷട്ടർ പൊക്കി നിൽക്കുന്നത് 14-ാം തീയതി വൈകിട്ട് 9 അടി പൊങ്ങി നിൽക്കുന്നതിന്റെ മോഡിലേക്ക് വെള്ളം വരും. എന്നിട്ട് അന്ന് രാത്രിക്ക് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ഷട്ടറിൽ തട്ടിയിട്ട് ഒരു 3 അടി വെള്ളം വന്ന് അത് സൈഡിലേക്ക് മാറിയിട്ട് നദി മാറി അത് കനാൽ വഴി നദി മാറി ഒഴുകും. വേറെ ഗ്രാമങ്ങളിൽ കൂടെ അതുപോലത്തെ സ്ഥിതിയിൽ മുകളിൽ ഒരു കൺട്രോളും ഇല്ലാതെ ഉറക്കമുളച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പം പറയുന്നവർക്കെല്ലാം പുറകോട്ട് പറയാം. ആ സമയത്ത് അതുപോലെ ഇരുന്ന് നമ്മൾ നോക്കി കഴിയുന്നത്ര ചെയ്തു. ഈ വെള്ളം പിടിച്ചു നിർത്താൻ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് വേണ്ടേ? ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ? നേരത്തെ ഇവിടെ വരണം. അത് ഞാൻ സമ്മതിക്കുന്നു. കുര്യനെ സംസാരിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ഈ വാട്ടർ ലെവൽ ഈ മാക്സിമം ലെവൽ വരെ വരുന്നത് വരെ
ഇത് തുറന്നു വിടാൻ എന്താണ് പലരും ചോദിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് ഇപ്പൊ 15-ാം തീയതി അല്ല 12-ാം തീയതിയോ 13-ാം തീയതിയോ 14-ാം തീയതിയോ കുറേശ്ശെ വിട്ടിരുന്നെങ്കിൽ ഈ പെട്ടെന്ന് മുതലേ എല്ലാ ഡാമും തുറന്നു വിട്ടു. മുമ്പ് ആദ്യത്തെ മഴ വന്നപ്പോൾ തന്നെ തുറന്നു വിട്ടു. പിന്നെ ഈ 14-ഉം 15-ഉം ഏറ്റവും വലിയ മഴ വരുമ്പോഴത്തേക്ക് ഒരു കൺട്രോളും ഇല്ലാതായി. അത് ശരിയാണ്. 9-ാം തീയതിക്ക് മുമ്പ് തുറന്നു വിടായിരുന്നു, ജൂലൈ മാസത്തിൽ തുറന്നു വിടായിരുന്നു. അതിനൊരു പോളിസി നമുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റാണ്. ജൂലൈ മാസത്തിൽ കുറച്ച് തുറന്നു വിട്ട് ഇപ്പൊ ഇടുക്കിയാണെങ്കിൽ നമ്മൾ തുറന്നപ്പോഴത്തേക്ക് 2398 കഴിഞ്ഞപ്പോഴാണ് തുറന്നത്. അത് ഇന്ന് 2300. ഇപ്പൊ എനിക്ക് ഓരോ മണിക്കൂറും എനിക്ക് വരുന്നത് 2390.8 ഇപ്പം ഈ കഴിഞ്ഞ മണിക്കൂറിൽ. 2300.8 ഇപ്പം വെക്കാമെങ്കിൽ കഴിഞ്ഞ മാസം 2300.8 വെക്കാമായിരുന്നു. അടുത്ത മഴയിൽ ഇത് കൂടി വന്നുകൊണ്ടേനെ. അങ്ങനെ ഒരു പോളിസി സത്യത്തിൽ കേരളത്തിൽ നമ്മുടെ ഒരു കളക്റ്റീവായിട്ടുള്ള വലിയ തന്നെ വരെ. അപ്പൊ ആ ഒരു പോളിസി ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ജൂൺ 30 ആയാലും എത്ര വെള്ളം മാക്സിമം നമുക്ക് അവിടെ വെക്കണം, ആ ലെവലാക്കി നിർത്തണം. ജൂലൈ 30 ആകുമ്പോൾ ഇന്ന ലെവലിനപ്പുറം പോകണ്ട. അത് ഹിസ്റ്റോറിക്കൽ റെയിൻ ഡേറ്റ എടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അത് ചെയ്തിരുന്നില്ല എന്നുള്ള സത്യമാണ്. സാറ് വെള്ളപ്പൊക്കം പ്രൊജക്ട് ചെയ്ത ഒരാളാണ്. ഈ കബഡി നിർത്തി ശാസ്ത്രീയമായ അടുത്തടുത്ത ചെയ്ത് ഒരു ചോദ്യം, ഇനി ഇങ്ങനൊരു വെള്ളപ്പൊക്കം സമാന രീതിയിലുള്ള വെള്ളപ്പൊക്കാനുള്ള സാധ്യതകൾ എന്തുമാത്രം? ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്റെ വീടിന് അരയ്ക്ക് മുകളിൽ വെള്ളം കയറിയ ഒരാളാണ്, ഇത് അനുഭവിച്ച ഒരാളാണ്. ഞങ്ങളുടെ ഇപ്പം കുട്ടനാട്ടിലേക്ക് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാൽ കുട്ടനാട്ടിന് വലിയ കൂട്ടപ്പാലായനം ഉണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ ഒരു അടിയന്തരത്തിൽ ബന്ധപ്പെട്ട അവിടെ സംസാരിച്ച വിഷയം, മക്കളൊക്കെ പുറത്തുനിന്ന് വിളിച്ചു വന്ന് വെച്ചാൽ 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും കിടക്ക് വാങ്ങി നോക്കി കഴിച്ചു. പോകണ്ട. പക്ഷെ നമുക്കൊന്ന് നോക്കിയിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ കൂട്ടപ്പാലായനമുണ്ട്. രണ്ടാമതൊരു വിഷയം, ഞാൻ മിഞ്ഞാന്ന് ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ, അവനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലി ചെയ്യുക. അപ്പൊ ഞങ്ങൾ വർത്തമാനം എനിക്ക് 2 കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 2-ൽ ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഒന്ന് കൈനഗിരി എന്നുള്ള കല്യാണമായിരുന്നു, 2 കല്യാണം മാറി. കൈനഗിരിക്കാരൻ പോലും വെളിനാട് കൈനഗിരിക്കാരൻ ഒത്തിരി ഭേദമാണ്, അങ്ങോട്ട് വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വലിയൊരു ഞാൻ പറഞ്ഞ ഞങ്ങൾക്കിപ്പോ കുട്ടനാട്ടുകാരുടെ ആവശ്യം ബാക്കിയെല്ലാം സംഭവിക്കുന്നു. ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കുര്യൻ സാറിനെ പോലെ പണത്തിലിരിക്കുന്ന ആൾക്കുണ്ട്. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതകൾ എന്തുകൊണ്ട് അങ്ങനെ ഇനി ഉണ്ടാകാൻ പറ്റുന്നില്ല? കുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ ഈ കൃഷി ഒന്നും ചെയ്യാനും ആരും വരത്തില്ല. ടിറ്റോ യുവാവായിട്ട് ടിറ്റോ പറഞ്ഞ ടിറ്റോയ്ക്ക് കൂടും, ടിറ്റോയ്ക്ക് പെണ്ണ് കെട്ടത്തില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണെന്നൊരു വ്യക്തത പറഞ്ഞാൽ കൊള്ളാം. ഈ ദുരന്തത്തിന്റെ കാര്യത്തിൽ 2 തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത് ഈ ദുരന്തം അനുഭവിച്ച് കഴിഞ്ഞ ഒരു സമയമാണ് നമ്മൾക്ക്. അപ്പൊ കേരളത്തിലെ സമൂഹം എല്ലാവരും സൈക്കോളജിക്കലായിട്ട് അല്പം ഷോക്കാണ്. കുട്ടനാട്ടിലുള്ള ആളുകൾ കൂടുതൽ ഷോക്കാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഉടൻ വേറെ സ്ഥലം വാങ്ങണ്ടേ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നതുകൊണ്ട് സ്വാഭാവികമാണ് കല്യാണങ്ങൾ മാറിപ്പോകുന്നല്ല സ്വാഭാവികമാണ്. ഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വലിയൊരു ലാസ്റ്റിംഗ് ഇല്ല. എന്റെ മരുമക്കൾ ചെന്നൈയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2015 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. അവർ DLFന്റെ ഫ്ലാറ്റിലായിരുന്നു. ആ ഫ്ലാറ്റിൽ വെള്ളം നിറഞ്ഞ് അവരുടെ കാറുകൾ പോയി, ജനറേറ്റർ പോയി, വെള്ളമില്ലാതെ ജീവിക്കേണ്ടത് കഴിഞ്ഞപ്പോൾ ഇനി ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഇല്ല, രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞതിന് ശേഷം 1 മാസത്തിന് ശേഷം അത് മാറി. അപ്പൊ ആ അർത്ഥത്തിൽ ഈ ഷോർട്ട് ടൈം ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ അത്രമാത്രം ഇത് ചെയ്യേണ്ട, ആളുകൾ ഒന്ന് റീഷുവർ ചെയ്താൽ മതി. ഇത് അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല, ഇങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ രണ്ടാമത്തെ ചോദ്യം, വെള്ളപ്പൊക്കം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ അതിലൊരു അഷുറൻസിന്റെ ഒരു ആവശ്യമില്ല. ഇത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് മാത്രം ആളുകളുടെ മരണമോ നാശമോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യമില്ല. വെള്ളപ്പൊക്കത്തെ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം, അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള തരത്തിൽ നമുക്ക് പലതും ശാസ്ത്രീയമായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഇത് പലപ്പോഴും ചെയ്യാനുള്ള അനുഭവ സമ്പത്തും അറിവും നമ്മളുടെ ശാസ്ത്രീയ വിദഗ്ധന്മാർക്കില്ല എന്നുള്ള ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ അറിവുണ്ടെങ്കിൽ അത് മുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം പലപ്പോഴും അവർ കാണിക്കുന്നില്ല. ഈ കുറച്ചു നാൾ കഴിയുമ്പോൾ
ആളുകൾ ഇറിഗേഷന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കും അല്ലെങ്കിൽ വൈദ്യുതിക്ക് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കും എന്നുള്ള പേടി കാരണം എഞ്ചിനീയർമാർ അങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ പറയില്ല. ഈ ഇടുക്കിയിലെ കാര്യം പറയാം. ജൂൺ 14 ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ ഇതാണ് പറഞ്ഞത്: ഏപ്രിൽ 15 മഴ വന്നിട്ടുണ്ട്, മെയ് മാസത്തിൽ മഴ തുടങ്ങും, ജൂണിൽ മഴ തുടരുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ജൂലൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ എന്താണ് നമ്മുടെ റിസർവോയർ മാനേജ്മെന്റ് പോളിസി? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ നമ്മൾ ഈ 2020 അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണെങ്കിൽ അറിയാം, ആദ്യത്തെ 2 ഓവർ കഴിയുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്ടഡ് സ്കോർ എന്ന് പറഞ്ഞ സ്കോർ ട്രെൻഡ് പ്രൊജക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതേ രീതി തന്നെ നമുക്ക് ബ്ലഡിന് ഉപയോഗിക്കാം. വാസ്തവത്തിൽ ക്രിക്കറ്റിലും കൂടുതൽ വിശ്വസനീയമാണ്. ക്രിക്കറ്റിൽ സച്ചിൻ ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോറിംഗിന്റെ റേറ്റ് മൊത്തമായിട്ട് മാറും. മഴയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല സാധാരണ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ അർത്ഥത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് യാതൊരു സിദ്ധാന്തം എനിക്കില്ല. ധൈര്യമായിട്ട് കുട്ടനാട്ടിൽ പോയി വീട് വേണ്ടി വയ്ക്കാൻ എനിക്ക് ഇപ്പോഴും ധൈര്യമുണ്ട്. കാരണം ഇത് ഞാൻ സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ ഒരു ഒഴിച്ചുപോകേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ തീർച്ചയായിട്ടും വരുന്നത് ഞാൻ ഇപ്പോ നാളെ എനിക്ക് തിരിച്ചു പോകേണ്ട ഒരാവശ്യമുണ്ട്. പക്ഷേ അടുത്തൊരു ആഴ്ച മുതൽ സാറിനോട് പറയാനിരിക്കുകയായിരുന്നു, കേരളത്തിലെ ഈ പുനർനിർമ്മാണത്തെ പറ്റി ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു ധാരാളം ലേഖനങ്ങൾ ഞാൻ എഴുതും. എങ്ങനെയാണ് ആളുകൾ ഇതിനെ പുനർനിർമ്മിക്കേണ്ടത്? മുകളിൽ നിന്ന് സർക്കാർ ഇങ്ങനെ ഒരു വരച്ച് ഇതിന്റെ അകത്ത് താമസിക്കണം, ഇതിന്റെ പുറത്ത് താമസിക്കണം എന്നുള്ള തരത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. താഴെയുള്ള ആളുകളുടെ ചിന്തയിൽ നിന്ന് എങ്ങനെ പുനർനിർമ്മിക്കാം എന്നുള്ള ലേഖനങ്ങൾ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടനാട്ടിലെ ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോണമെന്നൊരു ചിന്തയോ അല്ലെങ്കിൽ പുറത്തു പോകണമെന്നോ ഫ്ലാറ്റ് നിർമ്മിക്കണമെന്നോ ആ തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. വെള്ളം അവിടെ ഉള്ളതാണ്. വെള്ളത്തിനോടൊപ്പം നമുക്ക് എങ്ങനെ ജീവിക്കാം. അത് ചിലപ്പോൾ പണ്ട് തുറക്കേണ്ടി വരും, ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യമാണ്. ബഹുമാനായ ശ്രീ മുരളി തുമ്മാരൂടി ഏറ്റവും അവസാനം ഈ പെരുമഴയ്ക്ക് ശേഷം എഴുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിന്റെ പേര് പെരുമഴ പകർന്ന പാഠങ്ങൾ എന്നാണ്. അത് പുറത്ത് അവൈലബിൾ ആണ്. ഈ മഴയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ അഭിപ്രായം അതിലുണ്ട്. ശ്രീ മുരളി തുമ്മാരൂടി ഉടനെ ഇവിടുന്ന് പോകുമെന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുന്നിട്ടിറങ്ങി. എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ വിഷയം ആദ്യം ഉയർന്നു വരുന്ന അവസരത്തില് ശ്രീ മുരളി തുമ്മാരൂടിയുടെ ചില ലേഖനങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിലും ഒക്കെ വന്ന ലേഖനങ്ങൾ വായിക്കുന്നത്. കാരണം ഞാൻ അതിനൊരു ഒരുപാട് പ്രത്യേകതകൾ കണ്ടു. സാധാരണ നിന്നും വേറിട്ടുള്ള പ്രതികരണം, വേറിട്ടുള്ള രീതിയിൽ കാര്യമാത്ര പ്രസക്തമായുള്ള ലേഖനങ്ങൾ, അതിനകത്ത് ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇപ്പൊ മുരളി തുമ്മാരൂടി ഇന്നിവിടെ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്തായാലും എനിക്കിവിടെ എത്തണം. കാരണം UNDP-ലാണ്. എനിക്ക് വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉടനെ കാണാൻ സാധിച്ചില്ലെന്ന് വരും. ഞാനും പുറത്താണ് ഇപ്പോൾ. എനിക്കും 12-ാം തീയതി പോകണം. അപ്പം അത് ഒരു കാരണം. ഇവിടെ വന്നപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പ്രത്യേകിച്ച് കുട്ടനാട്ടിനെ കുറിച്ച് ശ്രീ പത്മകുമാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തെടുക്കുകയുണ്ടായി. അതുപോലെ എൻ്റെ ഒരു സങ്കല്പത്തിൽ കുറച്ച് മാറ്റം വന്നു. ശ്രീ PH കുര്യന്റെ ഒരു ഉദ്യോഗസ്ഥന് ഇത്ര താല്പര്യത്തോടെ, ഉദ്യോഗസ്ഥന്മാർ അവരുടെ കൂടുകളിൽ മാത്രം കഴിയുന്നവരാണ് എന്നുള്ള എൻ്റെ സങ്കല്പം പൊളിഞ്ഞു വീണതുമില്ല. അദ്ദേഹം വളരെ താല്പര്യത്തോടെ സമഗ്രമായി കേരളത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും വളരെ താല്പര്യത്തോടെ പ്രതികരിക്കുന്നത് കേട്ടു. അതവിടെ നിൽക്കട്ടെ. എനിക്കറിയാം സമയം വളരെ കുറവാണെന്ന് അറിയാം. 2-3 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നത്. ഒന്ന്, നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയിൽ 12 ഡാമുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിസർവോയർ മാനേജ്മെന്റ് വളരെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്ത് നടപ്പാക്കേണ്ട ഒരു സംസ്ഥാനമാണ്. പക്ഷെ നമുക്കുള്ള ഒരു വലിയ ഡ്രോബാക്ക്, ഇതിന്റെ എല്ലാം മുകളിൽ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നു. ആ ഡാമിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ആ ഡാമിലെ ഷട്ടർ എപ്പോൾ തുറക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണല്ലോ 13 ഷട്ടറുകൾ ഒരുമിച്ച് തുറക്കുകയും മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെന്റിനെ 139 അടി ആക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാതിരിക്കുകയും ബഹുമാനപ്പെട്ട കോടതി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് അതിലെ ഒരു സ്വല്പം മലയാളികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിധി വരികയും ചെയ്തു. അതൊരു കാര്യം. കേരളത്തിന്റെ ഒരുപാട് പ്രത്യേകതകളും ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ വളരെ ചുരുക്കി അതൊരു മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് പോവാം. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പ്രത്യേകമായ ഭൂപ്രകൃതി നമുക്കറിയാം. മലനാട്, ഇടനാട്, തീരഭൂമി, 700 കിലോമീറ്ററോളം അല്ല 600 കിലോമീറ്റർ മിച്ചം വരുന്ന നമ്മുടെ തീരപ്രദേശം.
അല്ല ഞാൻ ഓക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന് 2 മൺസൂണുണ്ട്, ഇതുപോലെ വളരെ ചെരിഞ്ഞ ഒരു സ്ലോപ്പുണ്ട്. അപ്പൊ ആ പ്രത്യേകതകൾ, കേരളത്തിന്റെ പ്രത്യേകത മൾട്ടി ഹസാർഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പ്രത്യേകതകളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം ഈ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിലെല്ലാം നമ്മൾ സംസാരിച്ചു, ഞാൻ ചോദിക്കുന്നത് ഒരു വലിയ ഡ്രോട്ടിനുള്ള സാധ്യതയില്ലേ? കാരണം കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന ബാബു ജോസഫ് സാറിന്റെ പ്രകൃതിയെക്കുറിച്ചുള്ള പ്രകൃതിയുടെ താളം അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം DC ബുക്സ് കുറച്ച് ഗഹനമാണെങ്കിലും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 100 വർഷത്തെ മഴയുടെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് 100 വർഷം അവൈലബിൾ ഉള്ള, 1000 വർഷത്തെ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ വലിയൊരു ഫ്ലഡിന് ശേഷം അടുത്ത വർഷം അതിന് തൊട്ടടുത്ത വർഷമോ വലിയൊരു ഡ്രോട്ടിനാണ് സാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റി, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് കൂടി നമ്മൾ പറയുമ്പോൾ അതിന് കൂടുതൽ ഒരു പ്രസക്തി, കൂടുതൽ ഒരു ഡയമെൻഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സമയം കുറവായത് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ കുറച്ച് ആശയങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാവുള്ളൂ. അതുപോലെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാട് ഏത് രീതിയിലാണ് നമ്മൾ കുട്ടനാടിനെ മാറ്റിമറിക്കേണ്ടത്? കുട്ടനാടിനെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കൃഷി രീതി സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണോ, അതോ ഒരു ഉൽപാദന കേന്ദ്രമായിട്ട് മാറ്റണമോ? ഈ ബണ്ടുകൾ സംരക്ഷിക്കപ്പെടണോ, അതോ ഈ സ്വാഭാവികമായ നീരൊഴുക്ക് തടയാതെയുള്ള പ്രകൃതിദത്തമായ ഇതിലേക്ക് മടങ്ങിപ്പോണോ? നെൽകൃഷി ലാഭകരമല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചു നമുക്ക് അറിയാം, നെൽകൃഷി വളരെ ലാഭകരമായിരുന്ന ഒരു കാലത്താണ് ഈ കുട്ടനാട് ഉയർന്നു വന്നത്. എത്ര പറ കണ്ടോണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ചോദിക്കും പറയുന്നത്. ആ കാലം അതൊക്കെ മാറി. അതുകൊണ്ട് നമുക്കൊരു പുനർവിചിന്തനം വേണം. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിന്റെ ഒരു മൊത്തത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യതയുള്ള 3 പ്രദേശങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിലൊന്ന് വളരെ ദ്രുതഗതിയിൽ ഒരു മഹാനഗരമായിട്ട് വളരുന്ന എറണാകുളമാണ്. എറണാകുളം തികച്ചും അശാസ്ത്രീയമായിട്ടാണ് അത് വളർന്നു വരുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പല പോയിന്റുകൾ തന്നെ പറയാൻ ഞാനെല്ലാം അവിടെ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ ഈ കാക്കനാടിനപ്പുറം മൂവാറ്റുപുഴ സൈഡിലേക്ക് പോയാൽ മൂവാറ്റുപുഴ ആറിൽ നിന്ന് സുലഭമായി വാട്ടർ ലഭിക്കും. ഒരു 6 ലൈൻ റോഡുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എത്താം. അതുകൊണ്ട് ഇനിയെങ്കിലും എറണാകുളത്തിന്റെ ഡെവലപ്മെന്റ്സിനകത്ത് ഒരു പ്രത്യേക പ്ലാൻ, ഒരു സോണായി തിരിച്ചുകൊണ്ട് കാണണം. നെടുമ്പാശ്ശേരിയിലൊക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ തോന്നാലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം കുട്ടനാടാണ്. കുട്ടനാടിനെ കുറിച്ച് വളരെ സമഗ്രമായി പഠിക്കാനും സ്വാമിനാഥൻ കമ്മീഷന്റെ സജഷൻസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്ക്. കുട്ടനാട് ഒരു പ്രത്യേക സോണായി എടുത്തുകൊണ്ട് അതിന് പ്രത്യേക ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുമൊക്കെ നമുക്ക് വേണം. അതുപോലെ ഒരു സ്ഥലം കൂടി ഉണ്ട്, അത് ഹൈറേഞ്ചിലെ മൂന്നാറാണ്. മൂന്നാറിൽ ഒരുപാട് പഠനങ്ങൾ ഞാനും നടത്തിയതാണ്. മൂന്നാർ മുതൽ തേക്കടി വരെയുള്ള പ്രദേശങ്ങളെ ലാൻഡ്സ്ലൈഡ് പോൺ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് ഒരു 10 വർഷം മുമ്പ് ഞാൻ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതിൽ 4 ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. അങ്ങനെ വളരെ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയും. ചെരുവിനനുസൃതമായിട്ടാണ് അടിയിലെ പാറകളൊക്കെ നിൽക്കുന്നതെങ്കിൽ, സ്ട്രൈക്കും ഡിപ്പോ ഡയറക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. പിന്നെ ചെരുവ് ഓഫ്കോഴ്സ് മഴയുടെ അളവ് 20 സെന്റിമീറ്റർ മുകളിൽ, അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായിട്ട് സ്റ്റേബിൾ റീജിയൻസും അൺസ്റ്റേബിൾ റീജിയൻസും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ സമഗ്രമായ ഒരു പഠനത്തിന്റെ വെളിച്ചത്തിൽ ആ സോണിൽ എവിടെയൊക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ സാധ്യമായിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ അത് കാണാം. ഒരു പോയിന്റ് കൂടെ, കേരളം ഒരു മൊത്തം ഒരു സിറ്റിയാന്നാ പറയുന്നത്. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 ഏക്കറിൽ ഒരു വീട് വെച്ചെല്ലാം നിൽക്കുന്നു. അപ്പൊ ഹ്യൂമൻ ഇന്റർഫിയറൻസ് വളരെ കൂടും. അതൊരു ഫാക്ടർ. ഓക്കെ, താങ്ക് യു. സാറിനെ പോലൊരു വിദഗ്ധനായ ഒരാളെ റഷ്യയുണ്ടെന്നതിൽ എനിക്ക് ക്ഷമയോദിക്കുകയാണ്. ഞാൻ സാറിന്റെ കൂടെ സാറിന്റെ ധാരാളം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. സാർ ചെയ്യുന്ന വർക്കുകളെല്ലാം എനിക്ക് അറിയുന്നതാണ്. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. പൊതുവെ നമ്മളുടെ ഭരണത്തിൽ ശാസ്ത്രം അത്ര വലിയ സ്വാധീനമൊന്നും ചെലുത്തുന്നില്ല. അതിന് പല കാരണമുണ്ട്. ഒന്നാമത്, ശാസ്ത്രം കൊണ്ട് ഗുണമുണ്ടെന്ന് ഭരണം നടത്തുന്നവർക്ക് അറിയില്ല. ഭരണം നടത്തുന്നവരോട് ശാസ്ത്രം സംസാരിക്കാനായിട്ട് ശാസ്ത്രം നടത്തുന്നവർക്ക് അറിയില്ല. അപ്പൊ അത് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മീതിയുള്ള ആളുകൾക്ക് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. അപ്പൊ ഇത് മാറ്റിയെടുക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, അതായത് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് വരുമ്പോൾ
ആ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ശാസ്ത്രത്തെ അറിഞ്ഞിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് ഈ ഡിസ്കഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ചെയ്തല്ല. അതെ 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 അതെ. ഈ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും പിന്നെ ശാസ്ത്രം അനുസരിച്ചിട്ടും ഒരു മഴ വന്നതുകൊണ്ട് ഒരു ഡ്രൗട്ട് വരണമെന്നൊരു ഒരു ശാസ്ത്രം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതിന് ചിന്തയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം വലിയ മഞ്ഞ് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം ചൂട് കൂടുതലായിരിക്കും എന്നെല്ലാം പറയും. പക്ഷെ അതൊന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു എവിഡൻസ് ഒന്നുമില്ല. ഇന്നിപ്പോൾ എന്നോട് പല ആളുകളും വിളിച്ചു ചോദിച്ചു, പല സ്ഥലത്തും വെള്ളം താണു പോകുന്നുണ്ട്, കിണറിലെ വെള്ളം താണു പോകുന്നുണ്ട്, ഇത് വലിയൊരു പ്രകൃതി പ്രതിഭാസമാണോ എന്ന് പലരും ഇന്നലെ വയനാട്ടിൽ വെച്ചും ചോദിച്ചാൽ അന്ന് വയനാട്ടിൽ വെച്ച് തന്നെ പറഞ്ഞത് ഒരു പ്രകൃതി പ്രതിഭാസമൊന്നുമല്ല, അങ്ങനെ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് പോലെയുള്ള ഒരു മാറ്റമൊന്നും കേരളത്തിൽ ഇതുവരെ വന്ന് ഈ മഴ കൊണ്ട് വന്നിട്ടില്ല. മഴ അങ്ങനെ ഒരു രീതിയല്ല, മഴയുടേതായ രീതിയുണ്ട്. പക്ഷെ വെള്ളം താഴ്ന്നു പോകുന്നു എന്നുള്ളത് സത്യമാണ്. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ പുഴയുടെ ആഴം മാറിയിട്ടുണ്ട്. ഈ പുഴയിലൂടെ സാധാരണ ഒഴുകുന്നത് വെള്ളം പതുക്കെ ഒഴുകാണ്. അപ്പൊ വെള്ളം പതുക്കെ ഒഴുകുമ്പോൾ നദിയുടെ താഴെ പതുക്കെ പതുക്കെ വെള്ളം ഒഴുകുമ്പോൾ അതിനെ വരച്ചു കൊണ്ടുപോകല്ലോ, ഇറോഷൻ ഉണ്ടാകും. അതിനൊരു ചെറിയൊരു റേറ്റ് ഉണ്ട്. പക്ഷേ മലയിൽ നിന്ന് കുത്തി ഒലിച്ച് മണ്ണും പാറകളുമായി നദി ഒഴുകുമ്പോൾ നദിയുടെ അടിയെ അതിവേഗത്തിലാണ് നമ്മൾ കുത്തിയൊലിക്കുന്നത്. അപ്പൊ നദിയുടെ ആഴം 1 മീറ്ററോ 2 മീറ്ററോ കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നില്ല. നമ്മൾ തോന്നുന്നത് പഴയ നദി തന്നെയാണ്, പഴയ നദിയുടെ ആഴമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ നദിയുടെ കിട്ടുന്നത് നദിയുടെ ക്രോസ് സെക്ഷൻ എടുക്കണം. പക്ഷെ ഈ നദിയുടെ ഏത് ലെവലാണോ ആ ലെവലിലേക്കാണ് കിണറുകളുടെ വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ ഈ നദി താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറുകളിലെ ലെവൽ താഴും. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് എളുപ്പമുള്ളൊരു സൊല്യൂഷൻ ഇല്ല. ഇത് നമ്മൾ ഓരോ കിണറുകളും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മഴ വേഗം വന്നില്ലെങ്കിൽ, മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീതെ വന്നെങ്കിൽ ലെവലായി പോകും. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തന്നെ കിടക്കും. ഇത് ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ വരൾച്ച വരാം, വെള്ളത്തിന് ക്ഷാമം വരാം. അത് വരൾച്ചയുടെ വെള്ളത്തിന്റെ കുറവിന്റെ ഒരു പ്രശ്നമല്ല, വെള്ളം പോകുന്ന ലെവലിന്റെ പ്രശ്നം. കടലിലെ ജലം ചൂടായിട്ടാണ് അടിവർഷം വരുന്നത്. അപ്പം അടിവർഷത്തോടനുബന്ധിച്ച് പിന്നെ ടെമ്പറേച്ചർ റൈസ് കുറയുന്നുള്ളതാണ് അതിനൊരു ഗ്ലോബലായിട്ട് അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ഇല്ല. ലോക്കലായിട്ട് അദ്ദേഹത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അതൊരു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് PS കുര്യൻ സാറിന്റെ പ്രസൻസ് ഉള്ളതോട് കൂടിയാണ്. കുട്ടനാടിനെ ഒന്നായി കിടന്ന കുട്ടനാടിനെ രണ്ടാക്കിയത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡും തോടുമാണ്. ആദ്യം തെക്കോട്ട് തോട്ടപ്പള്ളി വഴിയും വേമ്പനാട്ട് കായൽ വഴിയുമാണ് വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഒഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ മന്ത്രി വേടുപുള്ളിയുടെ മിനിസ്റ്റർ പറഞ്ഞു 1 മീറ്റർ എങ്കിലും AC റോഡ് പൊക്കുമെന്ന്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൊക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇത് നിലം വെട്ടി ഉണ്ടാക്കിയ, നിലത്തിൽ നിന്ന് മണ്ണ് വെട്ടി ഉണ്ടാക്കിയ റോഡാണ്. ഈ തോടിന്റെ അന്ന് ഏകദേശം EMS മന്ത്രിസഭയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതോ ഒരു 60-63 കൊല്ലം എങ്കിലും ആയിട്ടാണ്. ഇന്ന് വരെ ഈ മനുഷ്യൻ വല്ലപ്പോഴും കട്ട കുത്തി പറമ്പിലിറക്കും, അതല്ലാതെ ആ ചെടി മാറിയിട്ടില്ല. ഈ വർഷങ്ങളായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കൊണ്ട് ഈ തോട് പൊങ്ങിക്കിടക്കുന്നു. ഇത് താത്ത് അന്ന് വിഭാവനം ചെയ്തതുപോലെ പള്ളാത്തുരുത്തി വരെ ഇത് തുറന്നു കിട്ടുമോ? രണ്ടാമത് എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്, പത്മകുമാർ സാറ് ഒടുവിൽ പറഞ്ഞ ഒരാശയം. ഇപ്പോൾ അനേകം ആൾക്കാർ പാടത്തിന്റെ ചെറിയ കണ്ണിക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഫ്ലാറ്റ് പോലെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് മാറ്റി താമസിപ്പിക്കാൻ ഈ നവകേരളത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുമോ? ഈ 2 ചോദ്യമേ ഉള്ളൂ. എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല, എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു ആശയമായിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒത്തിരി ആശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ AC റോഡിന്റെ സൈഡിൽ കൂടെയുള്ള ചങ്ങനാശ്ശേരി ആലപ്പി കനാല് നാഷണൽ വാട്ടർവേ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ആഴം കൂട്ടിയെടുക്കാൻ നോക്കുമ്പോൾ
സത്യം പറഞ്ഞാൽ അത് മുഴുവൻ എൻക്രോച്ച്മെന്റാണ്. ആഴംകൂട്ടി എടുക്കാൻ ഗവൺമെന്റ് പിന്നെ കാശ് തരും. പക്ഷേ അതിൽ മുഴുവൻ എൻക്രോച്ച്മെന്റും അതിന്റെ മുകളിൽ മുഴുവനും ആ പൊക്കം കുറഞ്ഞിട്ടുള്ള പാലങ്ങളും ആ പാലങ്ങൾ മുഴുവൻ പുനർനിർമ്മിക്കുക. എത്ര പാലം ഉണ്ടാക്കി? ഞാൻ നേരത്തെ പറഞ്ഞത് അൺസയന്റിഫിക് ആയിട്ട് പാലം ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആലപ്പുഴയ്ക്ക് മുഴുവനും എല്ലാവർക്കും വഴി കൊടുക്കാൻ വേണ്ടി പണ്ട് ബോട്ടിൽ സഞ്ചരിച്ച് ആരും കുറ്റമല്ല നമ്മൾ പറയുന്നത്, നടന്ന സംഭവം പച്ചയ്ക്ക് പറയുന്നതേ ഉള്ളൂ. ആ AC റോഡിന്റെ മുകളിൽ കൂടി എത്രയോ പാലങ്ങൾ നമ്മൾ അൺസയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കി, എല്ലായിടത്തും പാലം കെട്ടിവെച്ചു. ആ പാലത്തിനടിയിൽ കൂടെ ഇനിയും വെള്ളവും വേണം, അതുപോലെ തന്നെ ഈ ബോട്ടും യാത്ര ചെയ്യണം. അതിനുള്ള നാഷണൽ വാട്ടർ വേ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നതിൽ വലിയൊരു കോസ്റ്റ് ഉണ്ട്. അതിന് സ്ഥിരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ പലയിടത്തും അതിന് എൻക്രോച്ച്മെന്റ് ഉണ്ട്. ആളുകൾ ആ ചാനലിന്റെ മുകളിൽ നികത്തി കെട്ടിടം വരെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി. ഇടയ്ക്ക് വെച്ച് ആ AC വെള്ളാത്തുരുത്തി വരെ ഇല്ല സാധനം. ഇടയ്ക്ക് പലയിടത്തും ഇതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ട് അതിനൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതുപോലത്തെ ഈ ഇഷ്യൂസ് വന്നുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഈ എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കുക. കളക്ടറോട് പറഞ്ഞിട്ട് അവർക്ക് തൊടാൻ പറ്റുന്നില്ല, ഇത് മാത്രം എൻക്രോച്ച്മെന്റ് ലിസ്റ്റ് ചെയ്യണം. പിന്നെ അല്ല, വടക്കോട്ടല്ല, കിഴക്ക് പടിഞ്ഞാറുള്ള, ഞാൻ പറഞ്ഞില്ലേ, കിഴക്ക് പടിഞ്ഞാറുള്ള ഇതിനകത്തെ തോടുകള് അതിനകത്ത് പാലം ഉണ്ടാക്കിയിട്ട് വീതി കുറച്ച് പാലം ഉണ്ടാക്കിയിട്ട് ഒരു മഴ പോയത് ഞാൻ കണ്ടതാണ്. ഈ വീതി കുറച്ച് പാലത്തിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകാതെ അവിടെ തികച്ച് നിന്ന് മഴ പൊട്ടുക. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഇനിയിപ്പോൾ മാറ്റം ഉണ്ടാക്കണം. അപ്പം ഞാൻ അവിടുത്തെ ഈ കൈനഗിരി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ 5 വർഷം ഭരിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് 5 പാലമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ പഞ്ചായത്തിൽ. പക്ഷേ 14 മെമ്പർമാർക്ക് 14 28 പാലം ഉണ്ടാക്കും. അപ്പോൾ ഉള്ള കാശ് കൊണ്ട് നിങ്ങൾ 5 പാലത്തിന് ശാസ്ത്രീയമായിട്ടുള്ള 5 പാലങ്ങൾക്ക് പകരം നിങ്ങൾ 28 അൺസയന്റിഫിക് പാലം ഉണ്ടാക്കിയതാണ് ഈ വെള്ളപ്പൊക്കം വെച്ചു. ഇതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സെമിനാർ നടക്കുവാനുള്ള കാരണക്കാരൻ യഥാർത്ഥത്തിൽ ബഹുമാനായ ശ്രീ മുരളികുമാരൂടിയാണ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. ഞങ്ങളിന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ 8-ാം തീയതി സെമിനാർ നടത്താനാണ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് ഈ രാത്രിയിൽ ഇപ്പോൾ തിരികെ ജനീവയ്ക്ക് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് തിരക്ക് കൂട്ടുന്നത്. ഞങ്ങളുടെ ഈ സെമിനാറിൽ വന്ന് വളരെ വിദഗ്ധമായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ച് ഈ സെമിനാറിനെ ധന്യമാക്കിയ ബഹുമാന്യനായ ലോകപ്രശസ്തനായ ശ്രീ മുരളികുമാരൂടിക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Please be seated. ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് അവിടെ മൈക്ക് വന്നിട്ട് അവിടെ പറഞ്ഞു. ഒരാൾ പുറകിലുണ്ട്. അവിടെ നിന്ന് പറഞ്ഞോ. ശരി ശരി. ഇനി നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സണ്ണി പാമ്പാടി ഇവിടെയുണ്ട്. 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് സാറിനോടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദയുണ്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് SMS, അറ്റ്ലീസ്റ്റ് ഇത്രയും ഡാമുകൾ തുറന്നു വിടുമ്പോൾ SMS വിടുക എന്നുള്ള. പാതിരാത്രി അയൽവാസികൾ എന്ന് പറയുമ്പോഴാണ് അവരുടെ വെള്ളത്തിൽ നീന്തി പോകുന്നത്. അപ്പൊ അത് ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? എങ്ങനെയാണ് ആ അറേഞ്ച്മെന്റ്? ടെലികോമായിട്ടാണ് എന്തെങ്കിലും SMS എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കാവോ ഇനിയുള്ള ദുരന്തത്തിൽ? BSNL-ുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും വരുമ്പോൾ നമുക്ക് അങ്ങനെ ഈ അഫക്റ്റഡ് ഏരിയയിലേക്ക് മാത്രം SMS അയക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാം. ഓപ്പറേഷനാണ്. രണ്ടാമത് വാർഡ് മെമ്പർമാരെ പിടിച്ചു നിർത്തുന്ന നല്ല ഈ റോഡ് നന്നാക്കണേ മെറ്റൽ വേണം. അതില്ലാതെ എങ്ങനെ നല്ലൊരു എൻവയറൺമെന്റ് ഫ്രണ്ട്ലി റോഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്? മെറ്റലില്ലാതെ
സണ്ണി ഇത്ര ഈ കാന്തേശിയായ പ്രതിഷേധത്തിന്റെ പേരിൽ സ്മരണ നൽകാൻ വേണ്ടി ഇത്ര നല്ല ഒരു സന്ദേശം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. ഇതുപോലുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഞാൻ പലരും പോകാൻ ഇതിനൊക്കെ ഒരുങ്ങി, പക്ഷെ പോകാൻ തോന്നുന്നില്ല. ആ സമയത്ത് അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോ വാക്കുകളും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ എൻലൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് അപേക്ഷയുള്ളത് അടുത്ത വർഷവും ഇത് ആദ്യ സംരംഭമാണ്. അടുത്ത വർഷവും ഇതുപോലെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കുറിച്ച് മന്ത്രിമാരും എം എൽ എമാരും നേതാക്കന്മാരൊന്നും ഇതുപോലുള്ള എക്സ്പെർട്സിനെ കൊണ്ടുവന്ന നല്ല ഇതുപോലെ നടത്തണമെന്ന് ആവശ്യമുണ്ട്. ഇതിനെല്ലാ ഭാവങ്ങളും നേരിടും. നന്ദി, നമസ്കാരം. ബഹുമാനായ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ സാർ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് വേണം തിരുവനന്തപുരത്തിന് പോകാൻ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് സ്വീകരിച്ച് ഇതിനു വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ പനി പിടിച്ച് കിടക്കുക. അദ്ദേഹത്തിന് കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ 6 കിലോ തൂക്കം കുറഞ്ഞുപോയി. അത്രമാത്രം ടെൻഷനിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന അവസരത്തില് ഞങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിച്ച് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ഈ മുഴുവൻ സമയം ഇരുന്നു. അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ പത്മകുമാറിന് ചില പ്രിയപ്പെട്ട നമ്മുടെ പിറവം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സാബു ജേക്കബ്, അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻമാരുടെ ചേംബറിന്റെ സെക്രട്ടറിയാണ്. കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളെയും പ്രതിദാനം ചെയ്യുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹം. പിറവവും വെള്ളപ്പൊക്ക പ്രദേശമാണ്. അദ്ദേഹത്തിന്റെ 2 വാക്ക് അഭിപ്രായം കേൾക്കും. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സ്നേഹിക്കുന്നത് പിറവം പ്രിയപ്പെട്ട പ്രിയൻ സാറിനൊക്കെ അറിയാം. ഇവിടെ ഇരുന്നപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളുടെ പ്രദേശവും വളരെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം 5 ദിവസത്തോളം നേരിട്ട് പ്രിയൻ സാർ ചെയ്ത പോലെ തന്നെ ഒരാളപായവും ഇല്ലാതെ ആളുകളെ രക്ഷിക്കുവാനും 12 ക്യാമ്പുകളിലായി ഏകദേശം 3500 പേരെ പാർപ്പിക്കാനും കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും കുര്യൻ സാർ ഇരുന്നപ്പോൾ പല കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വേദിയിൽ വളരെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് പറയുന്നത് ശരിയല്ല എനിക്കറിയാം. എങ്കിലും പിറവം മുനിസിപ്പാലിറ്റിയും പരിഗണിച്ച് എന്നെ ഇതിനെ ക്ഷണിച്ച പ്രിയപ്പെട്ട കൗൺസിലറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ ഫലപ്രാപ്തിയുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്ന ഒരു വലിയ പ്രളയത്തിന് ശേഷം ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ ഫൗണ്ടേഷന് എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യായ പത്മകുമാർ സാറിനോട് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം പ്രതികരണം അല്ലേ? ഇനി ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാനെങ്കിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിന് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ തോമസ് ചാഴികാടനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഫൗണ്ടേഷന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അവർ, ആദരണീയനായ കേരളത്തിലെ അറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞൻ പത്മകുമാർ സാർ, ബഹുമാന്യായ ഞങ്ങളുടെ ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീമതി രമണി തറയിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനായ AV ജോസ് സാർ ഉൾപ്പെടെ ഉള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ സെമിനാറിന് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയാണ് ഞങ്ങൾ ആരംഭിച്ചത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത്. 3 മണിക്ക് ആരംഭിച്ച് 6 മണിക്ക് പൂർത്തിയാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷെ ഞങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും, അത് ഈ സെമിനാറിൽ പ്രഭാഷണങ്ങൾ നടത്തിയ ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങൾ വളരെ കൃത്യമായി കേട്ട് അതിനോടുള്ള പ്രതികരണം കൂടി വന്നപ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയേറെ സമയം ദീർഘിച്ചു പോയി. എങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ ഒരു സംരംഭം, എല്ലാവരുടെയും ബഹുമാനായ ജസ്റ്റിസ് ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ 1 വർഷം ആയി ഫൗണ്ടേഷൻ രൂപീകരിച്ച് അദ്ദേഹം ആലോചന തുടങ്ങിയ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ജൂൺ 12-ാം തീയതിയാണ് ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. ഈ 3 മാസത്തിനിടയിൽ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ നാളെ അഭിമന്യ കുന്നശ്ശേരി പിതാവിന്റെ മെമ്മോറിയൽ ലെക്ചർ
മറ്റൊരു വിഷയത്തിൽ വെക്കാൻ ഇരുന്നതാണ്. അതേക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് വെള്ളപ്പൊക്കം വന്നത്. അപ്പോൾ ഏറ്റവും ഉചിതമായ കാര്യം ഈ സാഹചര്യത്തിൽ ഈ പ്രളയത്തെക്കുറിച്ചും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും അനന്തര നടപടികളെക്കുറിച്ചുമുള്ള ഒരു സെമിനാർ തന്നെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനായ ശ്രീ മുരളീകുമാരുകൂടി മനസ്സിലാക്കി. അദ്ദേഹത്തെ ഞങ്ങൾ വ്യക്തിപരമായി ഞാനും ജസ്റ്റിസും കൂടി പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് തന്നെ പോകണം, 7-ാം തീയതി പോകണം എന്നതുകൊണ്ടാണ് ഈ സെമിനാർ ഇങ്ങനെ വെച്ചത്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സെമിനാർ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ ടി പി ശ്രീനിവാസൻ, അദ്ദേഹം ഞങ്ങളുടെ ട്രസ്റ്റിലെ അംഗമാണ്. അദ്ദേഹവും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ച് മോഡറേറ്ററായി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ മുരളി തുമ്മാരോട് ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ശ്രീ PH കുര്യൻ, അദ്ദേഹവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നു, അദ്ദേഹത്തിനുമുള്ള നന്ദി പറഞ്ഞു. ബഹുമാനായ പത്മകുമാർ സാറ് ഇവിടെയുണ്ട്. എനിക്ക് അദ്ദേഹവുമായി ഏതാണ്ട് ഒരു 20 വർഷത്തെ പരിചയമുണ്ട്. കാർഷിക യൂണിവേഴ്സിറ്റിയുടെ കുമരകം സെന്ററിന്റെ ഡയറക്ടറായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. അന്ന് നിരവധി വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി നിരവധി തവണ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെ ഹൃദയപൂർവ്വം അത് സമ്മതിക്കുകയും ഇവിടെ വന്ന് ഈ അവസാന നിമിഷം വരെ, ഈ തുടങ്ങുന്നതിന് ഏതാണ്ട് 10-20 മിനിറ്റ് മുമ്പേ വന്നു, ഈ അവസാന നിമിഷം വരെ ഇവിടെ ഇരുന്ന് ഇതിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ വിദഗ്ധമായ അഭിപ്രായം ഇവിടെ അവതരിപ്പിച്ചതിന് അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനരായ ജനപ്രതിനിധികൾ ശ്രീ ആന്റണി MP, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട മോൻസ് ജോസഫ്, അദ്ദേഹം ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അംഗം കൂടിയാണ്. അവർ 3 പേരും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ തിരക്കിന്റെ കാരണം കൊണ്ട് പോകേണ്ടി വന്നു. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രീ സണ്ണി പാമ്പാടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ സാബു ജേക്കബ്, പിറവം മുനിസിപ്പൽ ചെയർമാൻ, ഇവരോടുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് കടന്നു വന്ന ബഹുമാനായ മുൻ വൈസ് ചാൻസലർ AV ജോർജ് സാറ്, അദ്ദേഹം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിദഗ്ധനാണ്. വൈസ് ചാൻസലർ എന്നതിനേക്കാൾ കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്ഥിരമായി റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഈ സെമിനാറിൽ മുഴുവൻ സമയവും പങ്കെടുത്ത് ഞങ്ങളുടെ ഈ സെമിനാറിനെ ധന്യമാക്കിയതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനായ നമ്മുടെ ബെനഫാക്ടേഴ്സ് ഫോറത്തിന്റെ അംഗങ്ങൾ കുറെ പേര് ഇവിടെ ഉണ്ട്, കുറെ പേര് കടന്നുപോയി. എങ്കിലും വന്നവരെല്ലാവരെയും, അവരാണ് ഞങ്ങളുടെ ശക്തി, അവരെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കുട്ടനാടിൽ നിന്ന് ഏതാണ്ട് 12-13 കർഷക പ്രമുഖര് പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നു. അവര് പലരും ചോദ്യങ്ങൾ ചോദിച്ചു, കുട്ടനാടിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. തിരക്ക് കൊണ്ടും സമയം പോയതുകൊണ്ടും അവർ കടന്നുപോയി. അവരോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. ഈ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ലഭ്യമാക്കിയത് പ്രിയപ്പെട്ട ശ്രീ രവി DC അവറുകളാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേ കുന്നശ്ശേരി പിതാവിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഓഡിറ്റോറിയം സൗജന്യമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ലഭ്യമാക്കിയ അദ്ദേഹം ഇവിടെ വന്നിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും എന്തോ തിരക്ക് കാരണം പോയതാണ്. അദ്ദേഹത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കാരിത്താസ് ഇന്ത്യയുടെ ഡൽഹിയിലെ ജോയിന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോളി, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അതോടൊപ്പം തന്നെ കേരള സോഷ്യൽ സർവീസ് ഫോറം അതിന്റെ ഡയറക്ടർ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ, അദ്ദേഹവും ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ബോർഡിലെ എല്ലാ അംഗങ്ങളും ബഹുമാനായ ഷെവലിയർ ജോയ് ജോസഫ് കൊടിയന്തര ഒഴിച്ച് അദ്ദേഹത്തിന് ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ജോലി മദ്രാസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം ഉപരിയായി ഈ പ്രസ്ഥാനത്തിന് അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ പേരിലുള്ള ഈ ഫൗണ്ടേഷന് രൂപം കൊടുക്കുന്നത് മുതൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ ചെയർമാൻ
ആദരണീയനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സിറിയക് ജോസഫ് അവരോടാണ്. അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു യഥാർത്ഥത്തിൽ മറ്റൊരു സെമിനാറിന് പകരം ഈ സെമിനാർ നടത്തുക എന്നത് ഞങ്ങളുടെ ബോർഡിൽ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ വേദിയിൽ കമ്പയറിംഗ് നടത്തിയ ബഹുമാന്യായ ഞങ്ങളുടെ ട്രസ്റ്റ് ബോർഡ് അംഗം ബഹുമാന്യായ ശ്രീമതി രമണി തറയലിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ സമയം വരെ കാത്തിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल